السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നും നേരത്തെ തന്നെ ദീൻ പഠിക്കാൻ വേണ്ടി ഈ മർക്കസിൽ ഒരുമിച്ച് കൂടിയ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശ്വാസികളായ ആളുകളെ, അല്ലാഹു ഈ സദസ്സിന് വാഗ്ദാനം ചെയ്തിട്ടുള്ള മുഴുവൻ പോരിശകളും നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ദീൻ പഠിക്കുന്നതിന് വേണ്ടി മറ്റു തിരക്കുകൾ മാറ്റിവെച്ച് ഒരു മസ്ജിദിൽ ഒരുമിച്ച് കൂടിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി നൽകുമെന്നുള്ളത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ സ്വർഗത്തിൻ്റെ വഴി നമുക്കൊക്കെ എളുപ്പമാക്കി നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ദീനിൽ അതിരുകവിയൽ എന്നുള്ള വിഷയമാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു സെഷനിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. തൊട്ടു മുമ്പ് നിങ്ങൾ എന്തുകൊണ്ട് മൻഹജു സലഫ് സ്വീകരിക്കണമെന്നുള്ളത് വളരെ വിശദമായി മനസ്സിലാക്കിയിട്ടുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ യഥാർത്ഥ ദീനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ആചരിച്ചിട്ടുള്ളത്. ആ ദീൻ അനുസരിച്ച് അവർ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച് അവർ ആചരിച്ചതുപോലെ ആചരിച്ച് മാത്രം മുന്നോട്ട് പോയാലാണ് നമുക്ക് യഥാർത്ഥ സിറാത്തുൽ മുസ്തഖീമിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനെ കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുള്ളത് എന്താണ്? ഈ ഉമ്മത്ത് ഉമ്മത്തുൻ വസതാണ്. ഈ ഉമ്മത്ത് മധ്യമ സമുദായമാണ്. ഈ ഉമ്മത്തിൽ യാതൊരു രൂപത്തിലുള്ള അതിരുകവിച്ചലോ യാതൊരു രൂപത്തിലുള്ള ലാഘവത്തോടുകൂടിയുള്ള അതിനെ പാഴാക്കി കളയുന്ന രീതികളോ ഈ ഉമ്മത്തിലില്ല. വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത് മധ്യമ സമുദായത്തിൻ്റെ രീതിയാണ് എന്ന് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു താഹയിൽ പറഞ്ഞു, താഹ മാ അൻസൽന അലൈക്കൽ ഖുർആന ലിതശ്ഖാ. ഈ ഖുർആനിനെ നാം താങ്കൾക്ക് ഇറക്കിയിട്ടുള്ളത് താങ്കൾ കഷ്ടപ്പെടുന്നതിന് വേണ്ടിയിട്ടല്ല. അഥവാ ഈ ദീൻ എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഈ ദീനിൻ്റെ ഒരു നിയമവും ഒരു മനുഷ്യന് പോലും, ആണിനാകട്ടെ പെണ്ണിനാകട്ടെ ചെറിയ കുട്ടിക്കാകട്ടെ വളരെ പ്രായാധിക്യമുള്ള ആളുകൾക്കാകട്ടെ പ്രയാസമുള്ള ഒരു കാര്യവും ഈ ദീനിലില്ല. ഈ ഖുർആനിലിറക്കിയ ഒരു നിയമവും നിങ്ങൾ കഷ്ടപ്പെടുന്നതിന് വേണ്ടിയിട്ടല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഉദ്ദേശിച്ചിട്ടുള്ളത് യുസ്ർ മാത്രമാണ്, എളുപ്പം മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിട്ടുള്ളൂ. വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ, അല്ലാഹു ഞെരുക്കമുണ്ടാക്കുന്ന ഒരു കാര്യവും സഹോദരങ്ങളെ ഇറക്കിയിട്ടില്ല. അല്ലാഹു ഈ ഉമ്മത്തിനെ നിശ്ചയിച്ചത് വകദാലിക ജഅൽനാകും ഉമ്മതൻ വസത. ഇത് ഉമ്മത്തുൻ വസത, മധ്യമ സമുദായമായി അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ ആക്കി തീർത്തിരിക്കുന്നു എന്നറിയിക്കുകയാണ്. ഈ ആയത്തിന്റെ വിശദീകരണങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ വിശദീകരണം കൊണ്ടുവരുന്നുണ്ട്. അഥവാ ഖിയാമത്ത് നാളിൽ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഖൗമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യുകയാണ്, നൂഹ് തെളിവുകളുമായി നിങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത്. എന്നാൽ ആ സമുദായം അതിനെ നിഷേധിച്ച് തള്ളുകയാണ്. ഇല്ല, ഞങ്ങളുടെ അടുക്കൽ ആരും വന്നിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, 950 വർഷം പ്രബോധനം ചെയ്ത നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ പ്രബോധനം സ്വീകരിച്ച ആളുകൾ വളരെ കുറച്ചായിരുന്നു. എന്നിട്ടും ആ വിഭാഗം പറയുന്നു, ഞങ്ങളുടെ അടുക്കൽ ആരും വന്നിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് റസൂലുള്ളാഹിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ അവിടെ ഹാജരാക്കുകയാണ്.
ആ ഉമ്മത്ത് അവർക്കെതിരെ സാക്ഷി പറയുന്നതായിരിക്കും. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം നിങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ടുണ്ട്, നമുക്കതിനെക്കുറിച്ച് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നിട്ടുണ്ട് എന്ന് സാക്ഷി പറയുന്നതായിരിക്കും. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത ലിതകൂനു ശുഹദാ അലല്ലാഹി അലൈക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ ഉമ്മത്തുൻ വസത്ത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മധ്യമ നിലപാടിൽ നിന്നും തെറ്റുന്ന രണ്ട് വിഭാഗം തീർച്ചയായും ഇതിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഒരു വിഭാഗം ഇതിൽ അങ്ങേയറ്റം ഗുലുവുള്ള വിഭാഗം ഇതിലുണ്ടായിരിക്കുന്നതാണ്. രണ്ടാമത്തെ വിഭാഗം ഇതിൽ അലംഭാവം കാണിക്കുന്ന വിഭാഗവും ഇതിലുണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ വിഷയം ഇൻഷാ അല്ലാഹ് ഈ ദീനിൽ ഗുലുവ് കാണിക്കുന്ന, അതിര് കവിച്ചൽ കാണിക്കുന്ന ആളുകളെ കുറിച്ചിട്ട് വളരെ ചുരുങ്ങിയ രൂപത്തിലുള്ള ഒരു വിശദീകരണമാണ്. എന്താണ് അൽ ഗുലുവു ഫിദ്ദീൻ? ദീനിലുള്ള അതിര് കവിച്ചൽ എന്ന് പറയുന്നത് എന്താണ്? സഹോദരങ്ങളെ, ദീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച നിയമങ്ങൾക്കപ്പുറത്തേക്ക് കടന്നു പോകുന്നതിനാണ് അതിര് കവിച്ചൽ എന്ന് പറയുന്നത്. അൽ ഗുലുവു മുജാവസത്തുൽ ഹദ്ദി ഫീ തഹ്ഖീഖി ഷൈ ഔ ഫീമാ യൂസിലു ഇലൈഹി എന്ന് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ഏതെങ്കിലും ഒരു കാര്യം സാക്ഷാത്കരിക്കുന്നതിന് അതിന്റെ പരിധികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്, അതിന്റെ അപ്പുറത്തേക്ക് കടക്കലാണ്. ഒന്നുകൂടി എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ, അല്ലാഹു നിർബന്ധമാക്കാത്ത കാര്യങ്ങൾ നിർബന്ധം എന്നുള്ള നിലക്ക് ആചരിക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കാത്ത കാര്യങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കാത്ത കാര്യങ്ങൾ അതിനെ നിഷിദ്ധമായി കാണലാണ്. അപ്പോൾ അല്ലാഹു എളുപ്പമായി ഒരു കാര്യം നിശ്ചയിച്ചിട്ടുണ്ട്, നിർബന്ധമാക്കിയിട്ടില്ല. ഒരാളത് നിർബന്ധമായി അവനെ ശരീരത്തെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് അങ്ങനെയുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അവൻ ഗുലൂവിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവാദം നൽകിയിട്ടുള്ള, ഉപയോഗിക്കാൻ അനുവാദം നൽകിയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഒരാളത് നിഷിദ്ധമായി കാണുന്നുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, അവനും ഗുലൂവിലാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഖുർആനിലും ഹദീസിലും ധാരാളക്കണക്കിന് തെളിവുകൾ ഗുലൂവ് പാടില്ല എന്നുള്ളതിന് സഹോദരങ്ങളെ വന്നിട്ടുണ്ട്. ഒരുപാട് തെളിവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഗുലൂവ് പാടില്ല എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വേദക്കാരെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുകയാണ്, യാ അഹ്ലൽ കിതാബ്, ഓ അഹ്ലുൽ കിതാബ്, ലാ തഗ്ലൂ ഫീ ദീനിക്കും, നിങ്ങളുടെ ദീനിൽ അതിരുകവിയാൻ പാടില്ല, മതത്തിൽ അതിരുകവിച്ചൽ നിങ്ങൾ ഉണ്ടാകാൻ പാടില്ല. വലാ തഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ്, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിൽ വാസ്തവമല്ലാത്ത, സത്യമല്ലാത്ത കാര്യം പറയാൻ പാടില്ല. കാരണം അതിരുകവിച്ചൽ നടത്തുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ചെയ്യുന്ന കാര്യം അതാണ്. അല്ലാഹു നിർബന്ധമാക്കാത്ത കാര്യങ്ങൾ ആളുകളോട്, ജനങ്ങളോട് നിർബന്ധമാണെന്ന് പറയും. അല്ലാഹു നിഷിദ്ധമാക്കാത്ത കാര്യങ്ങൾ ആളുകളോട് നിഷിദ്ധമാണെന്ന് പറയും. അതുകൊണ്ടാണ് ഉടനെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല പറയാൻ, യാ അഹ്ലൽ കിതാബ് ലാ തഗ്ലൂ ഫീ ദീനിക്കും വലാ തഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ്, അല്ലാഹുവിന്റെ മേൽ സത്യമല്ലാത്ത കാര്യം പറയാൻ പാടില്ല. നമുക്കറിയാം, നസാറാക്കൾ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മേൽ സത്യമല്ലാത്ത ഏറ്റവും വലിയ ക്രൂരമായ കാര്യം പറഞ്ഞിട്ടുള്ളത് അല്ലാഹുവിന് സന്താനമുണ്ട് എന്നവർ വാദിച്ചു കളഞ്ഞു. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ നബിയാണ്, അദ്ദേഹത്തിന് അത് അല്ലാഹുവിന്റെ സന്താനമാണെന്ന് വാദിക്കുകയും പിതാവും പുത്രനുണ്ടെന്നും അതുപോലെ പരിശുദ്ധാത്മാവുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അല്ലാഹു സാലിസു സലാസയാണ്, മൂവരിൽ ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ അതിര് കമ്മിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി അതിനെ സഹോദരങ്ങളെ താക്കീത് ചെയ്തുകൊണ്ട് പറയുകയാണ്, ലാ തഗ്ലൂ ഫീ ദീനിക്കും, നിങ്ങൾ നിങ്ങളുടെ ദീനിൽ അതിര് കവിയാൻ പാടില്ല എന്നുള്ളത് അല്ലാഹു തആല താക്കീത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫസ്തഖിം കമാ ഉമിർ വമൻ താബ മഅക്, ഓ നബിയെ താങ്കളോട് കൽപ്പിച്ചതുപോലെ നിൽക്കണം. വമൻ താബ മഅക്, താങ്കളോടൊപ്പം തൗബ ചെയ്ത് മടങ്ങിയ ആളുകളും നബിയെ താങ്കളോട് എങ്ങനെ നിൽക്കാൻ കൽപ്പിച്ചു, ഈ ദീൻ എങ്ങനെ ആചരിക്കാൻ കൽപ്പിച്ചു, അതുപോലെ താങ്കൾ ആചരിക്കാൻ പാടുള്ളൂ. വലാ തത്ഗൗ, താങ്കൾ അതിരുവിടാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരങ്ങളെ വളരെ കൃത്യമായി അല്ലാഹു തആല പറയാൻ. അങ്ങനെ ഒരുപാട് ദീനിൽ തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജംറത്തുൽ അഖബയിൽ കല്ലെറിയുന്ന സമയത്ത്, നമുക്കറിയാം ഹജ്ജിന്റെ വേളയിൽ കല്ലേറുണ്ട്, ആ ജംറത്തുൽ അഖബയിൽ കല്ലെറിയുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്ലുകൾ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം ചെറിയ കല്ലുകൾ കൊണ്ടുകൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ പറഞ്ഞു, ഇതുപോലത്തെ കല്ലുകളാണ് വേണ്ടത്, ഇതുപോലത്തെ കല്ലുകൾ തന്നെയാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ പറഞ്ഞു, ബിമിസ്ലി ഹാദാ തർമു വ ഇയ്യാകും ഫൽ ഗുലൂ, നിങ്ങൾ ഗുലൂവിലായി പോകുന്നത് ശ്രദ്ധിക്കണം. ഇത് ശരിയാണ്, ഇങ്ങനത്തെ കല്ലുകൾ തന്നെയാണ് എറിയേണ്ടത്. ഗുലൂവിലായി പോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അഥവാ
അവിടെ കല്ലെറിയുമ്പോൾ വലിയ കല്ലുകൾ കൊണ്ടുവരാൻ അതൊരാൾ തീരുമാനിക്കുകയാണെങ്കിൽ അതുപോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗുലൂവിലാണ് പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ചെയ്യുക എന്നുള്ളതല്ല. അഥവാ അവിടെ ദീൻ എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുന്നത് അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എന്താണ് ദീൻ താല്പര്യപ്പെടുന്നത് അതാണ് ചെയ്യേണ്ടത്. ഒരിക്കലും വലിയ കല്ലുകൊണ്ട് അവിടെ എറിഞ്ഞാൽ ഒരാൾക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നില്ല. വലിയ കല്ലുകൊണ്ടെറിഞ്ഞാൽ ഒരിക്കലും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇൻഷാ അല്ലാഹ് ഇതിനു ശേഷം ആദ്യമേ ചുരുങ്ങിയ രൂപത്തിൽ ഈ ഗുലൂവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം വിശദമായ തെളിവുകളിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പ്രവേശിക്കാവുന്നതാണ്. ഇനി എന്താണ് ഈ ഗുലൂ കൊണ്ടുണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നം? എന്താണ്? ആളുകൾക്ക് ഗുലൂ ഉണ്ടായാൽ സഹോദരങ്ങളെ, വ്യക്തിപരമായിട്ട് ധാരാളക്കണക്കിന് പ്രശ്നങ്ങളുണ്ട്. അതിന് പരിധിയില്ലാത്ത പ്രശ്നങ്ങളുണ്ടാകും. ഒരാൾ ദീനിലില്ലാത്ത കാര്യമാണ് ആചരിക്കുന്നുണ്ടെങ്കിൽ അവന്റെ കുടുംബ ബന്ധം മുതൽ ശിഥിലമാകാൻ മറ്റൊന്നും വേണ്ടതില്ല. അവന്റെ കുടുംബ ബന്ധമാകട്ടെ, സാമൂഹിക അന്തരീക്ഷമാകട്ടെ, അതുപോലെ അയൽപ്പക്ക ബന്ധങ്ങളാകട്ടെ, ഏത് ബന്ധങ്ങളും ഒരാൾ ഗുലൂവിലായി കഴിഞ്ഞാൽ സഹോദരങ്ങളെ അതെല്ലാം ശിഥിലമായി തീരുന്ന, തകർന്നടിയുന്നത് കാണാൻ സാധിക്കും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിന്റെ നിയമങ്ങൾ മുഴുവനും അത് വസത്തിലാണ് വെച്ചിട്ടുള്ളത്, മധ്യമ നിലപാടിലാണ് വെച്ചിട്ടുള്ളത്. അതാരെങ്കിലും തെറ്റിച്ചു കഴിഞ്ഞാൽ എല്ലാ മേഖലകളിലും അവന് എല്ലാം അവതാളത്തിലാകുന്നത് അനുഭവിക്കേണ്ടി വരുന്ന കാര്യമാണത്. അതുകൊണ്ട് വ്യക്തിപരമായി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, പണ്ഡിതന്മാർ പറയുന്നത് അൽ-ഇഫ്തിറാഖാണ്. ഉമ്മത്തിന് ആ രൂപത്തിലുള്ള ഭിന്നിപ്പുകൾ ഉണ്ടാക്കുന്നത് ഈ ഗുലൂവ് സംഭവിച്ചതാണ്. നിങ്ങൾ ഈ ദീനിന്റെ ചരിത്രം ഒന്ന് പരിശോധിച്ചു നോക്കൂ. എന്ത് തന്നെയായാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദറോടുകൂടിയും അവന്റെ വ്യക്തമായ ഹിക്മത്തോടുകൂടി തന്നെയാണ് ഈ ഉമ്മത്ത് വ്യത്യസ്ത ചിഹ്ന ഗ്രൂപ്പുകളായി മാറിക്കൊണ്ടിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചതുകൊണ്ട് മാത്രമാണ്. അതിന്റെ പിന്നിൽ അവന് ഒരുപാട് ഹിക്മത്തുകളുണ്ട്. നിങ്ങൾ നേരത്തെ ഹദീസിൽ കേട്ടിട്ടുണ്ട്, ഈ ഉമ്മത്ത് 73 കക്ഷികളായി പിരിയുമെന്നുള്ളത്. ഓരോ കക്ഷികൾ അത് പിരിഞ്ഞു പോകുന്നതിന്റെയും പ്രധാനപ്പെട്ട ലക്ഷണം നമ്മൾ നോക്കിയാൽ, പ്രധാനപ്പെട്ട കാരണം നമ്മൾ നോക്കിയാൽ സഹോദരങ്ങളെ, ഗുലുവു ഫിദ്ദീൻ, ദീനിൽ അതിര് കവിഞ്ഞതുകൊണ്ടാണ്. നോക്കൂ, ഖവാരിജുകൾ അവർക്കെന്താണ് സംഭവിച്ചിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യത്തിൽ ഒരു യുദ്ധാർജിത സ്വത്ത് വീതിക്കുന്ന സമയത്ത് ഒരാൾ വന്ന് അവിടെ പറയുകയാണ്, ഇഅ്ദിൽ യാ മുഹമ്മദ്, താങ്കൾ ഇതിൽ നീതി കാണിക്കണം, എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണം എന്ന രൂപത്തിൽ പറയാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് ഈ വ്യക്തി അതിര് കവിഞ്ഞുകൊണ്ട് സംസാരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞത്, ഞാൻ നീതി കാണിച്ചിട്ടില്ലെങ്കിൽ മറ്റാരാണ് നീതി കാണിക്കാനുള്ളത്? വൈലഹക്, നിനക്ക് നാശം, ഞാൻ നീതി കാണിച്ചിട്ടില്ലെങ്കിൽ ആരാണ് നീതി കാണിക്കാനുള്ളത് എന്ന് വളരെ കൃത്യമായി സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മറുപടി കൊടുക്കുകയാണ്. ആ ഖവാരിജികൾ ഇതാ തഹ്കീമിന്റെ വിഷയത്തിൽ ഖുർആൻ കൊണ്ടാണ് വിധിക്കേണ്ടത് എന്ന യഥാർത്ഥ വിശ്വാസം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആൻ കൊണ്ടാണ് ദീനിന്റെ നിയമങ്ങൾ വിധിക്കേണ്ടത് എന്നുള്ള കാര്യം. എന്നാൽ അതിൽ അതിര് കവിഞ്ഞുകൊണ്ട് മനുഷ്യരായ ആളുകൾ, ഏതെങ്കിലുമൊക്കെ ഖാദികൾ ആ രൂപത്തിൽ അള്ളാഹുവിന്റെ ഖുർആൻ കൊണ്ട് അതിൽ ഇജ്തിഹാദ് ചെയ്തുകൊണ്ട് വിധിക്കുകയാണ് എങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിക്ക് പുറത്തു പോകുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെതിരെയും അതിനു മുമ്പ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെതിരെയൊക്കെ അവർ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്വഹാബികളിൽ വലിയൊരു വിഭാഗത്തെ കാഫിറാക്കാനും അവർ മടിച്ചില്ല എന്ന് കാണാൻ സാധിക്കും. ഈ സമുദായത്തിൽ ആദ്യം പുറപ്പെട്ടിട്ടുള്ള കക്ഷികൾ സഹോദരങ്ങളെ ഖവാരിജുകൾ ഈ രൂപത്തിൽ ദീനിൽ അതിര് കവിഞ്ഞപ്പോഴുണ്ടായിട്ടുള്ളതാണ്. പിന്നീട് നോക്കൂ സഹോദരങ്ങളെ, ജഹ്മിയാക്കളായ ആളുകൾ, അതുപോലെ തന്നെ മുഅ്തസിലിയാക്കളായ ആളുകൾ പോലെയുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണങ്ങളിൽ അവർക്ക് ഗുലൂവ് സംഭവിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ അസ്മാ വ സിഫാത്തിൽ ഗുലൂവ് സംഭവിച്ച രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് അള്ളാഹുവിന്റെ നാമങ്ങൾ ഇസ്ബാത്ത് ചെയ്യുന്നതിൽ, സ്ഥിരപ്പെടുത്തുന്നതിൽ ഗുലൂവ് സംഭവിച്ച ആളുകൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശേഷണം പറഞ്ഞ് അത് മനുഷ്യരെ പോലെയുള്ള വിശേഷണമായി പറയുന്ന മുജസ്സിമകൾ ഉണ്ടായിട്ടുണ്ട്. സഹോദരങ്ങളെ മനസ്സിലാക്കുക. അതുപോലെ മുശബ്ബിഹാക്കൾ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണങ്ങൾ അള്ളാഹുവിന്റെ കൈ അത് ഇന്നതുപോലെയാണെന്നുള്ള അള്ളാഹു തആല പറയാത്തതായ വിശേഷണങ്ങൾ അഥവാ ഇസ്ബാത്തിൽ അതിര് കവിഞ്ഞുകൊണ്ട്, സ്ഥിരപ്പെടുത്തുന്ന കാര്യത്തിൽ അതിര് കവിഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ തൻസീഹിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള എല്ലാ ന്യൂനതകളിൽ നിന്നും അവൻ മുക്തനാണ് എന്നുള്ള കാര്യത്തിൽ അതിര് കവിഞ്ഞുകൊണ്ട് ചിലർ റബ്ബ് സുബ്ഹാനഹു വ തആലക്കുള്ള മുഴുവൻ സിഫാത്തുകളെയും നാമവിശേഷണങ്ങളെയും അതിൽ ചിലർ 5-8 സിഫാത്തുകൾ മാത്രം ബാക്കി വെച്ചുകൊണ്ട് ബാക്കി എല്ലാത്തിനെയും നിഷേധിക്കുന്ന പ്രവണതയിലേക്ക് എത്തി. സഹോദരങ്ങളെ, ഈ രൂപത്തിലും അതിര് കവിഞ്ഞുകൊണ്ട് വ്യത്യസ്ത ഗ്രൂപ്പുകൾ ഇസ്ലാമിക ലോകത്തുണ്ടാകുകയാണ്. അവർക്കൊക്കെ സംഭവിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെടുത്ത് നിന്നില്ല. ഖുർആനിന്റെ അധ്യാപനങ്ങളോട് യോജിക്കുന്ന നിലപാടുകൾ അവർ എടുത്തില്ല. സ്വഹാബികൾ അങ്ങനെ ഖുർആനിനെ മനസ്സിലാക്കി,
ഹദീസുകളെ മനസ്സിലാക്കി എന്നിടത്ത് നിൽക്കുന്നതിന് പകരം സ്വഹാബികളെക്കാളും ഞങ്ങൾക്ക് ദീൻ തിരിയുമെന്നുള്ള അഹങ്കാരം, അതാണ് സഹോദരങ്ങളെ പല രൂപത്തിലുള്ള ദീനിൽ നിന്നും ഭിന്നിച്ചുപോയ ആളുകൾക്കുണ്ടായിട്ടുള്ളത്. പിന്നീട് നോക്കൂ, ഖദറിന്റെ വിഷയത്തിൽ ഗുലുവിൽ വന്ന ആളുകളുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം നേരത്തെ നിശ്ചയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അതാത് സമയങ്ങളിൽ കാര്യങ്ങൾ സംഭവിക്കുക എന്നുള്ളത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിൽപ്പെട്ടതാണ്. എന്നാൽ ഇതിൽ അതിരി കവിഞ്ഞ ചില ആളുകൾ എല്ലാം നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിനൊരു ഇറാദത്തോ നമുക്കിനൊരു ചിന്താശേഷിയോ ഒന്നുമില്ല, നമ്മളൊന്നും ചെയ്യേണ്ടതില്ല, നമ്മളൊരു അപ്പൂപ്പൻ താടി കാറ്റിൽ പറന്നു പോകുന്നത് പോലെ അങ്ങനെ അങ്ങ് പോയാൽ മതി, നമ്മൾ നന്മ ചെയ്താലെന്ത്, നമ്മൾ തിന്മ ചെയ്താലെന്ത്, ഇതെല്ലാം നേരത്തെ കൂട്ടി എഴുതിയതായതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെമ്മാടികളായ സഹോദരങ്ങളെ, ജബരിയാക്കളായ ആളുകൾ അവർ ഉത്ഭവിക്കുകയുണ്ടായി. അവർ ഖദറിന്റെ വിഷയത്തിൽ അതിരിവിട്ട ആളുകളാണ്. പിന്നീട് സഹോദരങ്ങളെ നമുക്ക് സമുദായത്തിൽ കാണാൻ സാധിച്ചിട്ടുള്ളത് ഇബാദത്തിന്റെ വിഷയത്തിൽ, തഅബ്ബുദിന്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്യുന്നതിന് ഈ ദുനിയാവ് തടസ്സമാകാൻ പാടില്ല. ദുനിയാവിലെ യാതൊന്നും, കുടുംബമോ അതുപോലെ സമൂഹമോ ഒന്നും ഞങ്ങൾക്ക് തടസ്സമാകാൻ പാടില്ല. പൂർണ്ണമായി അല്ലാഹുവിനുള്ള ഇബാദത്തിന് വേണ്ടി നമ്മൾ പടക്കപ്പെട്ടതാണ്. അല്ലാഹു നമ്മെ പടച്ചത് അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ്. ജീവിതത്തിന്റെ ലക്ഷ്യം ഇബാദത്ത് മാത്രമാണ്. അതുകൊണ്ട് ഉന്നത സ്ഥാനം കൈവരിക്കണമെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ മാറിയിരുന്നു കൊണ്ട്, ഏതെങ്കിലും ഗുഹകളിൽ വസിച്ചുകൊണ്ട്, കാടുകളിൽ വസിച്ചുകൊണ്ട്, ആ രൂപത്തിൽ എവിടെയെങ്കിലുമൊക്കെ ചടഞ്ഞിരുന്നു കൊണ്ട്, ജനങ്ങളിൽ നിന്നുമെല്ലാം ഒറ്റക്കായിക്കൊണ്ട് അങ്ങനെ ജീവിതം നയിക്കണം. പുതിയ പുതിയ ദിക്റുകൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അടുപ്പം സിദ്ധിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരങ്ങളെ, സൂഫിയാക്കളായ ആളുകൾ ഉത്ഭവിക്കുകയുണ്ടായി. നോക്കൂ, അവരുടെ ആദ്യത്തെ ഈ പ്രശ്നത്തിന്റെ ഈ പറയുന്ന ഈ രൂപത്തിലേക്ക് സൂഫിയാക്കൾ പിഴച്ചു പോകാനുള്ള ആദ്യത്തെ പടി എന്തായിരുന്നു? ഇതാണ്, ഇബാദത്തിൽ അതിര് കവിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു വെച്ച ഇബാദത്തുകളൊന്നും അവർക്ക് മതിയായിട്ടില്ല. അവിടുന്ന് പഠിപ്പിച്ച ദിക്റുകളൊന്നും അവർക്ക് മതിയായിട്ടില്ല. അവിടുന്ന് കാണിച്ചു തന്ന നിസ്കാരങ്ങൾ അവർക്ക് മതിയായിട്ടില്ല. അവിടുന്ന് കാണിച്ചു തന്ന നോമ്പ് അത് മതിയായിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഏറ്റവും നന്നായി ഭയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ശേഷമുള്ള സഹാബികളെയും അല്ലാഹുവിന്റെ തൃപ്തി സ്വീകരിച്ചവരായ ആ മുൻഗാമികളുടെ മാർഗം വിട്ടുകൊണ്ട് സഹോദരങ്ങളെ അവരെന്ത് ചെയ്യുകയാണ്? ഞങ്ങൾക്ക് ഇതൊന്നും പറ്റുകയില്ല, അവരെക്കാൾ നമ്മൾ കൂടുതൽ സൂക്ഷ്മതയിലെത്തണം, അതല്ലെങ്കിൽ അവർക്കൊക്കെ നല്ല സൂക്ഷ്മത ഉണ്ടാകും, ഞങ്ങൾക്കിപ്പോൾ സൂക്ഷ്മത ഇല്ല, കാലം നശിച്ചുപോയി, അതുകൊണ്ട് ഞങ്ങൾ മാറിയിരുന്നു കൊണ്ട് ഏതെങ്കിലുമൊക്കെ ഗുഹയിലിരുന്നു കൊണ്ട് പ്രത്യേക ദിക്റുകളുമായി അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി പരിശ്രമങ്ങൾ ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് സൂഫിയാക്കളായ ആളുകൾ അതിര് കവിഞ്ഞുകൊണ്ട് സഹോദരങ്ങളെ ഈ ഭിന്നിപ്പിന് വീണ്ടും തുടക്കം കുറിച്ചത്, ഭിന്നിപ്പിന്റെ ആക്കം കൂട്ടിയത് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഏതേത് കക്ഷികളെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാലും സഹോദരങ്ങളെ നമുക്ക് ഈ ഗുലുവ്, വ്യത്യസ്ത രൂപങ്ങളിലുള്ള കക്ഷിത്വങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് തീർച്ചയായും കാണാൻ സാധിക്കുന്ന കാര്യമാണ്. പിന്നീട് മദ്ഹബിന്റെ ഇമാമുമാരുടെ പേരിൽ അൽ ഗുലൂവു ഫിൽ ഉലമാ, ഉലമാക്കളുടെ പേരിൽ ഗുലൂവ് സംഭവിച്ചിട്ടുള്ള ഒരുപാട് കക്ഷികളെ നമുക്ക് കാണാൻ സാധിക്കും. മുസ്ലിം ഉമ്മത്തിൽ അങ്ങനെ കക്ഷികളായി തീരേണ്ടവരല്ലാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കാത്ത രീതിയിൽ പുതിയ പുതിയ കക്ഷിത്വങ്ങൾ ഉണ്ടായി. ഇന്ന മദ്ഹബിന്റെ പേരിൽ ഞങ്ങൾ ഷാഫിയാക്കളായ ആളുകളാണ്, ഞങ്ങൾ ഹംബലികളായ ആളുകളാണ്, നമ്മൾ മാലിക്കുകളായ ആളുകളാണ്, ഞങ്ങൾ അബൂ ഹനീഫയുടെ ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരങ്ങളെ വ്യക്തമായ കക്ഷിത്വമുണ്ടായി. എത്രത്തോളം എന്ന് വെച്ചാൽ അബ്ദുൽ അസീസ് രാജാവ് സൗദിയിൽ ഭരണം ഉണ്ടാകുന്നതിന് മുമ്പ് നിങ്ങൾക്കറിയാം 1900 കാലഘട്ടങ്ങളിൽ സഹോദരങ്ങൾ, അതിന്റെ ആദ്യ കാലഘട്ടത്തിൽ മക്കയിൽ പോലും 4 മെഹ്റാബുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓരോ മദ്ഹബിന്റെ ആളുകൾക്കും പ്രത്യേകം ഇമാമുകളുണ്ട്. ഒരാളുടെ പിന്നിൽ മറ്റൊരാൾ നിസ്കരിക്കുകയില്ല, ഒരാളുടെ മക്കളെ മറ്റൊരാൾ കല്യാണം കഴിക്കുകയില്ല. മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ എന്തോ ജാതീയത ഉള്ളതുപോലെ, മറ്റു മതസ്ഥരിലുള്ളതുപോലെ ജാതി പോലെയാക്കി ഈ മദ്ഹബിന്റെ ഇമാമുമാരുടെ പേരിൽ, അവരുടെ പേരിൽ ഉലുവ് കൊണ്ട്, അഥവാ അവർ ഫിഖ്ഹിൽ പറഞ്ഞ അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കണ്ടാലും ശരി, ഖുർആനിൽ ആയത്ത് കണ്ടാലും ശരി, അവർ വാദിച്ചു കളഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാം ഇമാമിന്റെ അഭിപ്രായത്തിനനുസരിച്ചിട്ട് തഅ്വീൽ ചെയ്യണം, ആ രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കണം. ഹദീസുകൾ കണ്ടാൽ ഇമാമിന്റെ അഭിപ്രായത്തിനനുസരിച്ചിട്ട് ഹദീസിനെ വ്യാഖ്യാനിച്ചൊപ്പിക്കണം, കാരണം ഇമാമ് പറഞ്ഞ വാക്ക് തെറ്റുകയില്ല എന്ന് പറഞ്ഞ് സഹോദരങ്ങളെ പണ്ഡിതന്മാരുടെ പേരിൽ അങ്ങനെ ഗുലുവ് സംഭവിച്ചുകൊണ്ട് വ്യത്യസ്ത കക്ഷികൾ മുസ്ലിം ഉമ്മത്ത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. ആ രൂപത്തിൽ സഹോദരങ്ങളെ ഒരുപാട് കക്ഷിത്വങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം? എന്താണ് അസ്ബാബുൽ ഗുലൂവ്? എന്താണ് ഗുലൂവിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്, ഒന്ന് അദമു ഫഹ്മിൽ ഖുർആൻ അല ഫഹ്മിൻ സഹീഹ്, ഖുർആൻ സഹീഹായ രൂപത്തിൽ മനസ്സിലാക്കാത്തതാണ്. ഖുർആൻ തന്നെയാണ് എല്ലാ കക്ഷികളും ഓതുക, യാതൊരു സംശയവുമില്ല.
പക്ഷെ ഖുർആൻ ഉദ്ദേശിക്കാത്ത രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങളായിരിക്കും അവർ നൽകുക. നിങ്ങൾ നോക്കൂ, ആദ്യത്തെ ഖവാരിജികളായ ആളുകൾ അവർ ഓതിയിട്ടുള്ളത് ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, ഖുർആനിലായത്ത് തന്നെയാണ്, വിധികളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അർഹതയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ അള്ളാഹുവിന്റെ കിതാബിൽ ഇജ്തിഹാദ് ചെയ്തുകൊണ്ട് ഒരു നിയമം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിന്റെ നിയമത്തിന് പുറത്തു പോയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അന്നത്തെ സഹാബികളെ പോലും തക്ഫീർ ചെയ്യാൻ, കാഫിറാണെന്ന് വിധിക്കാൻ അവർ കൊണ്ടുവന്നിട്ടുള്ളത് ഖുർആനാണ്. ആ ഖുർആൻ എങ്ങനെ മനസ്സിലാക്കണം എന്നവർക്ക് അറിയില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ അവർ തയ്യാറായില്ല. ഖവാരിജികളോട് സംവാദം നടത്തുന്നതിനു വേണ്ടി മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പോകുകയും അവരുണ്ടാക്കി വെച്ചിട്ടുള്ള ഖുർആനിൽ നിന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ള ഈ സംശയങ്ങൾ പറഞ്ഞപ്പോൾ വളരെ കൃത്യമായി സഹാബികളുടെ വിശ്വാസം അദ്ദേഹം അവിടെ വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു. ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വിശദീകരിച്ചു കൊടുത്തു. ആയിരക്കണക്കിന് ആളുകൾ, 3000-ഓളം ആളുകൾ തിരിച്ച് ഖവാരിജ്യത്തിൽ നിന്നും അഹ്ലുസുന്നയിലേക്ക് മടങ്ങി എന്നുള്ളത് ചരിത്രം കാണാൻ സാധിക്കും. എന്നാലും അവിടെ ബാക്കിയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അവർ ഈ രൂപത്തിൽ ഖുർആനിന് ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാതെ ഖുർആനിന് തെറ്റായ വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനോട് യോജിക്കാത്ത രൂപത്തിൽ, സഹാബികളുടെ മനസ്സിലാക്കലിന് യോജിക്കാത്ത രൂപത്തിൽ മനസ്സിലാക്കിയിട്ട് സഹോദരങ്ങളെ അവർ ആ രൂപത്തിൽ പഴച്ചു പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനെല്ലാം ഫലം സഹോദരങ്ങളെ ഈ ഉമ്മത്തിൽ വലിയ ഭിന്നിപ്പുണ്ടായി എന്നുള്ളതാണ്. അതുകൊണ്ട് ആ കാര്യം, ഈ ഭിന്നിപ്പിന്റെ അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കുക. ഖുർആൻ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാത്തതാണ്. രണ്ടാമത്തത് ഫഹ്മു സലഫ്, അവർ ഉപേക്ഷിച്ചത് കൊണ്ടാണ്, സഹാബികൾ മനസ്സിലാക്കിയതുപോലെ. കാരണം ഓരോ ആയത്തിന്റെയും പശ്ചാത്തലം ഏറ്റവും നന്നായി അറിയുന്നത് സഹാബികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ആയത്ത് ഇറങ്ങുന്ന സമയം ആ സന്ദർഭം ഏതാണ്, ഏത് സന്ദർഭത്തിലാണിത് ഇറങ്ങിയിട്ടുള്ളത്, ആരുടെ വിഷയത്തിലാണ് ഇത് ഇറങ്ങിയിട്ടുള്ളത്, ആർക്കെല്ലാമാണ് ഈ നിയമങ്ങൾ വ്യക്തമാകുക, ആർക്കെല്ലാമാണ് നിയമങ്ങൾ ബാധകമാകുക, ഈ വക കാര്യങ്ങളെല്ലാം ഏറ്റവും നന്നായി അറിയുകയും അതിന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് മഹാന്മാരായ സഹാബികളാണ്. അവരുടെ ഫഹമാണ്, അവരുടെ തഫ്സീറാണ് ഖുർആനെ നമ്മൾ അവലംബിക്കേണ്ടത്. ഇതിനു പകരം ഓരോരുത്തരും അവനവന് തോന്നുന്ന രൂപത്തിൽ സഹോദരങ്ങളെ കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. ഓരോ ചിന്തകന്മാർ ഓരോ കാലഘട്ടങ്ങളിലുണ്ടായി. നിങ്ങൾക്കറിയാം, ഇന്ത്യയിൽ ജീവിച്ചു മരിച്ചുപോയ ളലാലത്തിന്റെ വഴികേടിന്റെ വലിയൊരു പണ്ഡിതനാണ് അബുൽ അല മൗദൂദി എന്ന് പറയുന്നയാൾ. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഖുർആനിന്റെ ഓരോ ആശയങ്ങൾ സഹോദരങ്ങളെ ഈ രൂപത്തിൽ അയാളുടെ മനസ്സിലാക്കലനുസരിച്ചിട്ട് ഖുർആനിനെ വ്യാഖ്യാനം തുടങ്ങി. അയാൾക്ക് തോന്നുന്ന രൂപത്തിൽ ഖുർആനിലെ ചരിത്രങ്ങൾ വളച്ചൊടിക്കാൻ തുടങ്ങി. ഭരണമില്ലാതെ സഹോദരങ്ങളെ ഈ ദുനിയാവിന് നിലനിൽപ്പില്ല, ഈ ദീനിന് നിലനിൽപ്പില്ല. ഈ ദീനിന് നിലനിൽപ്പ് വേണമെങ്കിൽ ഇസ്ലാമിക ഭരണം വേണ്ടതുണ്ട്. ഇസ്ലാമിക ഭരണമില്ലാത്തയിടത്ത് ദീനിന് യാതൊരു കാര്യവുമില്ല. ഈ ചെയ്യുന്ന തൗഹീദിന്റെ ദഅവത്താകട്ടെ, സുന്നത്തിലേക്കുള്ള ക്ഷണമാകട്ടെ, ഇതുകൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല. ഇവിടെ മുഴുവൻ ജാഹിലിയത്താണ്, ലോകം മുഴുവൻ ജഹാലത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ഭരണം കൊണ്ടുവന്നാൽ മാത്രമേ അതിൽ നിന്നും നമുക്ക് മുക്തി നേടാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ഖുർആനിന്റെ ആയത്തുകൾ അദ്ദേഹം വിശദീകരിക്കുകയും ഒരുപാട് ആളുകളെ വഴികേടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇതേ സമാനമായ ആളാണ് സഹോദരങ്ങളെ നിങ്ങൾക്കൊക്കെ അറിയുന്ന ഈ രൂപത്തിലുള്ള ഈജിപ്തിൽ ജീവിച്ചു മരിച്ചുപോയിട്ടുള്ള ആരാണത്? സയ്യിദ് ഖുത്ബ് എന്ന് പറയുന്ന വ്യക്തി. ഈ വ്യക്തിയും ഖുർആനിനെ അയാളുടേതായ മനസ്സിലാക്കൽ, കാരണം അയാൾ അറിയപ്പെടുന്നത് മുഫക്കിറുൽ ഇസ്ലാം എന്നാണ്, ചിന്തകൻ എന്നാണ്. കാരണം അയാൾ പണ്ഡിതൻ എന്ന് പറയാൻ ആർക്കും ധൈര്യമില്ല, കാരണം അയാൾക്ക് പാണ്ഡിത്യമൊന്നുമില്ല. എന്നാൽ അയാൾ വലിയ ചിന്തകനാണ്. ഒരുപാട് ആശയങ്ങൾ ഇസ്ലാമിന് വേണ്ടി എഴുത്തുകുത്തുകളൊക്കെ നടത്തിയിട്ടുണ്ട്. ആ നിലക്ക് സഹോദരങ്ങളെ ഖുർആനിൽ ആയത്തുകളെയും ഹദീസുകളെയും ഒക്കെ അദ്ദേഹം ഈ രൂപത്തിൽ ദുർവ്യാഖ്യാനിക്കുകയും ലോകം മുഴുവനും ജാഹിലിയത്തിലാണെന്നും എല്ലാ മനുഷ്യരും കാഫിറുകളാണെന്ന രൂപത്തിൽ വിശ്വസിക്കുകയും ജമാഅത്തുകൾക്ക് പങ്കെടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്തത് സഹോദരങ്ങളെ ചരിത്രം സാക്ഷിയാണ്. അങ്ങനെ ഖുർആനിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് സഹാബികളുടെ മനസ്സിലാക്കൽ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിനെ സ്വന്തമായി മനസ്സിലാക്കാൻ ആരംഭിച്ചപ്പോഴാണ്, അങ്ങനെ പരിധി വിട്ടപ്പോഴാണ് സഹോദരങ്ങളെ ഈ ഗുലുവ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഗുലുവിനെ കുറിച്ച് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അതല്ല എങ്കിൽ നമ്മളും അതിൽ പെട്ടുപോകും. അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് സഹാബികളുടെ മനസ്സിലാക്കലിൽ നിന്നും എതിരായിട്ടൊരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ മനസ്സിലാക്കൽ കൊണ്ട് യാതൊരു ഉപകാരവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖവാരിജികളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്താണ്? അവർ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്, പക്ഷെ അവരുടെ ഖുർആൻ അവരുടെ തൊണ്ട വിട്ട് കൽബിലേക്ക് എത്തുകയില്ല എന്നാണ് സഹാബികളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇത് പിൽക്കാലത്തുണ്ടാക്കുന്ന മുഴുവൻ ബിദ്അത്തുകാർക്കും ബാധകമായിട്ടുള്ളൊരു വസ്ഫാണ്, അവർക്കുള്ള വിശേഷണമാണ്. ഈ ഖുർആൻ ഈ രൂപത്തിൽ ഓതുക, തെളിവ് പറയുക എന്നുള്ളതല്ലാതെ ആ ഖുർആൻ അവരുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുകയില്ല. ഇനി എങ്ങാനും പ്രവേശിക്കുകയാണെങ്കിൽ തെറ്റായ ആശയങ്ങൾ മാത്രമായിരിക്കും അവന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് ഖുർആൻ കൊണ്ട് കിട്ടേണ്ടതായ ഒരു നന്മയും സഹോദരങ്ങളെ അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, ഗുലൂവിലേക്ക് പോകാനുള്ള, പരിധി വിടാനുള്ള രണ്ടാമത്തെ കാരണം ഇത്തിബാഉൽ മുത്തശാബിഹ്, ഖുർആനിലുള്ള മുത്തശാബിഹുകളായ
പരസ്പരം സാദൃശ്യമുണ്ട് എന്ന് തോന്നുന്നതായ ആയത്തുകളുണ്ട്, അതിനെ പിൻപറ്റുക എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയൊരു പരീക്ഷണമാണ്. ഹൃദയത്തിൽ രോഗമുള്ള ആളുകളെ പരീക്ഷിക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള ഒരു രീതിയാണ്. ഖുർആനിൽ ഒരുപാട് മുഹ്കമായ ആയത്തുകളുണ്ട്, അതോടൊപ്പം മുതശാബിഹുകളായ ആയത്തുണ്ട്. മുഹ്കമായ ആയത്തുകൾ എന്ന് പറഞ്ഞാൽ അത് വായിക്കുന്ന ഏതൊരാൾക്കും അതിന്റെ കേവല അർത്ഥം മനസ്സിലാക്കുന്ന വഴി അത് ശരിക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്ന ആയത്തുകളാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾ അവർ പിഴക്കേണ്ടവർ തന്നെയാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് അറിയാം. അവർക്ക് വേണ്ടി ചില മുതശാബിഹുകളായ ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മഹാന്മാരായ പണ്ഡിതന്മാരായ ആളുകൾക്ക്, റാസിഖുൻ ഫിൽ ഇൽമിൽ ആഴത്തിൽ പഠിച്ച ആളുകൾക്ക് യഥാർത്ഥത്തിൽ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ സഹാബികളിലേക്ക് മടങ്ങാത്ത കിബറുള്ള അഹങ്കാരികളായ ആളുകൾ പിഴക്കുന്നതിനു വേണ്ടി തന്നെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ചില ആയത്തുകൾ അത് ബാക്കി വെച്ചിട്ടുണ്ട്. ഇത്തരം ആയത്തുകളെ മാത്രം പിൻപറ്റുകയും മുഹ്കമായ വളരെ വ്യക്തമായ ആയത്തുകളെ പിൻപറ്റാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ ആ നിലക്ക് പഴിച്ചുപോയിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇവരാദ്യം ഏതൊരു ബിദ്അത്തുകാരുടെയും പ്രധാനപ്പെട്ട ഒരു രീതി എന്ന് പറയുന്നത് ഇവരൊരു വിശ്വാസം ആദ്യം കെട്ടിപ്പടുക്കും, പിന്നീടാണ് അതിന് തെളിവുടിക്കുക എന്നുള്ളതാണ്. എന്നാൽ അഹ്ലുസുന്നത്തിന്റെ രീതി അങ്ങനെയല്ല. അവർ ഖുർആനിൽ ഒരു ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അതിൽ നിന്നും കിട്ടുന്ന വിശ്വാസമാണ് അവരുടെ വിശ്വാസം. ഒരു ഹദീസ് കിട്ടിക്കഴിഞ്ഞാൽ, സ്വഹീഹായ ഹദീസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നും കിട്ടുന്ന വിശ്വാസമാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം. എന്നാൽ ബിദ്അത്തുകാരുടെ രീതി അങ്ങനെയല്ല. ബിദ്അത്തുകാർ സ്വഹാബികൾ മനസ്സിലാക്കാത്ത രൂപത്തിൽ ഖുർആനിന് ഏതെങ്കിലും രൂപത്തിലുള്ള ആശയങ്ങൾ പറയുകയും അതിന് തെളിവായിക്കൊണ്ട് അവർ പരതുകയും ചെയ്യും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണം ഈ രൂപത്തിലുള്ള ആയത്തുകൾ ഖുർആനിൽ ഉണ്ടാകുന്നതാണ്. ഈ രോഗവുമായി പോകുന്ന, ഈ രൂപത്തിലുള്ള ശുബഹത്തുകൾ, സംശയങ്ങളുമായി പോകുന്ന ആളുകൾക്ക് പിഴക്കുന്നതിനു വേണ്ടി തന്നെ സഹോദരങ്ങളെ ഇത്തരത്തിലുള്ള ആയത്തുകൾ ഖുർആനിൽ ഉണ്ടായിരിക്കുന്നതാണ്. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനോട്, മുഹ്കമായ ആയത്തുകളോട് അവർ വിധേയപ്പെടാൻ തയ്യാറുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണം. സ്വഹാബികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ തയ്യാറുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് പരീക്ഷണം. അതല്ല എനിക്കും സഹാബികളെ പോലെ മനസ്സിലാക്കാൻ സാധിക്കും, ഞാനും സഹാബത്തും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, എന്റെ ഫഹമും സഹാബത്തിന്റെ ഫഹമൊക്കെ ഒരേപോലെയാണ്, അതല്ലെങ്കിൽ സ്വഹാബികൾ അവരേറ്റവും നല്ല ആളുകൾ തന്നെയാണ്, പക്ഷേ അവരെക്കാളും കൂടുതൽ ഞങ്ങൾക്കാണ് മനസ്സിലാക്കാൻ സാധിക്കുക, പിൽക്കാലക്കാർക്കാണ് മനസ്സിലാക്കാൻ സാധിക്കുക എന്നെല്ലാം വാദിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് പിഴക്കാൻ വേണ്ടി തയ്യാറായ ആളുകൾക്ക് പിഴക്കാൻ ഉതകുന്ന രൂപത്തിലുള്ള മുതശാബിഹുകളായ ആയത്തുകൾ സഹോദരങ്ങളെ ഖുർആനിലുണ്ട്. ആ ഖുർആനിനെ ആ നിലക്ക് മനസ്സിലാക്കിയിട്ടാണ് പലപ്പോഴും സഹോദരങ്ങളെ എന്ത് സംഭവിച്ചിട്ടുള്ളത്, ഈ രൂപത്തിലുള്ള പിഴവുകൾ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരം മുതശാബിഹുകളായ നമുക്ക് മനസ്സിലാക്കുന്നതിന് സാധിക്കുന്നില്ല ഖുർആനിലെ ചില ആയത്തുകൾ, അതുകൊണ്ട് ഇങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ മേലുള്ള നിർബന്ധമായ ബാധ്യത എന്താണ്? ഫസ്അലു അഹ്ല സിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ. ഫസ്അലു അഹ്ല സിക്ർ, നിങ്ങൾ പണ്ഡിതന്മാരോട് ചോദിക്കേണ്ടതുണ്ട്. ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിവില്ല എങ്കിൽ, കാര്യങ്ങൾ ശരിക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ പണ്ഡിതന്മാരോട് ചോദിക്കേണ്ടതുണ്ട്. മഹാന്മാരായ ഉലമാക്കൾ പറയുന്നു, ലോകത്തിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു കാലഘട്ടത്തിലും അവിടെ ലോകത്ത് അല്ലാഹു തആല പണ്ഡിതന്മാരെ അവശേഷിപ്പിക്കും. കാരണം ഖുർആനിൽ അല്ലാഹു തആല പണ്ഡിതന്മാരോട് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാരില്ലാത്ത ഒരു കാലഘട്ടവും ലോകത്തിൽ കഴിഞ്ഞു പോവുകയില്ല. കാരണം തായിഫത്തുൽ മൻസൂറ, യഥാർത്ഥ ഹക്കിന്റെ ആളുകൾ ഖിയാമത്ത് നാൾ വരെ സഹോദരങ്ങളെ അവരുണ്ടായിരിക്കുന്നതാണ്. ചിലപ്പോൾ ചില കാലഘട്ടങ്ങളിൽ അവർ തുലവും കുറവായിരിക്കും, ചില പ്രദേശങ്ങളിൽ അവർ തീരെ ഉണ്ടാവുകയില്ല, എന്നാൽ മറ്റു പ്രദേശങ്ങളിൽ അവരുണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ ഇതിനുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ, ഇത്തരം മുതശാബിഹത്തായ ആയത്തുകൾ കണ്ടാൽ അതിനുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ ഫസ്അലു അഹ്ല സിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ എന്നുള്ള ആയത്ത് തന്നെയാണ്. പണ്ഡിതന്മാരോട് ചോദിക്കുക എന്നുള്ളതാണ്. നോക്കൂ, ബസ്രയിൽ ഈ രൂപത്തിൽ ഖദരിയാക്കൾ രൂപം കൊണ്ടപ്പോൾ എന്താണ് താബിഉകൾ സ്വീകരിച്ചിട്ടുള്ള നിലപാട്? ബസ്രയിൽ ഈ ഖദരിയാക്കൾ ആദ്യമായി ജന്മം കൊണ്ടപ്പോൾ സഹോദരങ്ങളെ അവിടെ സംഭവിച്ചു, ചില ആളുകൾ വന്നു, അവർ ദീനിന്റെ ആളുകളായിരുന്നു, ദീൻ പഠിക്കുന്ന ആളുകളായിരുന്നു. അവരുടെ വിശേഷം നമുക്ക് കാണാൻ സാധിക്കും. ഹദീസ് ജിബ്രീൽ സഹോദരങ്ങളെ സ്വഹീഹ് മുസ്ലിമിൽ അതിന്റെ ആദ്യത്തിൽ അതിന്റെ പശ്ചാത്തലം വിശദീകരിക്കുന്നുണ്ട്. ഇമാം മുസ്ലിമിന്റെ സ്വതസിദ്ധമായ ശൈലിയാണത്. അദ്ദേഹം ഏതൊരു സനദും അത് വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടാണ് മത്നിലേക്ക് പോകുക. അതിൽ വളരെ കൃത്യമായി അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. അതിൽ ആദ്യത്തിൽ നമുക്ക് കാണാം, രണ്ട് താബിഈങ്ങളായ ആളുകൾ ബസ്രയിൽ വെച്ച് അവിടെ രണ്ട് സംശയങ്ങൾ തീർക്കുന്നതിന് വേണ്ടിയിട്ട് മഹാന്മാരായ സ്വഹാബികളെ കാണാൻ വേണ്ടി, ലോകത്തുള്ള ഏറ്റവും വലിയ ഉലമാക്കൾ അന്ന് ജീവിച്ചിരിക്കുന്നത് സ്വഹാബികളാണ്, അവരെ കാണുന്നതിന് വേണ്ടിയിട്ട് മക്കയിലേക്ക് പുറപ്പെടുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചില ആളുകൾ അവർ ദീൻ പഠിക്കുന്നവരാണ്, അതിനുവേണ്ടി യാത്ര ചെയ്യുന്നവരാണ്. ഈ വിശേഷങ്ങൾ നമുക്ക് കാണാം. പക്ഷേ
അവർ പറയുന്നു ഖദർ എന്ന് പറയുന്ന കാര്യമില്ല, എല്ലാം അപ്പോൾ സംഭവിക്കുന്നത് മാത്രമാണ്, അങ്ങനെ നേരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം നിശ്ചയിച്ചിട്ടില്ല എന്ന് അവർ വാദിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഈ ആളുകൾ, സഹോദരങ്ങൾ, താബിഈങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ കാണുവാൻ വേണ്ടി പോയി. അങ്ങനെ അവർക്ക് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയെ കാണാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്തു. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ വളരെ കൃത്യമായി ഹദീസ് ജിബ്രീൽ വിശദീകരിക്കുകയാണ്. ഹദ്ദസനി അബി, എൻ്റെ ഉപ്പ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഹദീസ് അഥവാ ഖദറിലുള്ള വിശ്വാസം അത് ഇസ്ലാം ഈമാൻ കാര്യത്തിന്റെ അഭിവാജ്യ ഘടകങ്ങളിൽപ്പെട്ടതാണ് എന്ന് വളരെ കൃത്യമായി വിശദീകരിക്കുകയും പിന്നീട് അദ്ദേഹം അതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഈ ഖദറിനെ നിഷേധിക്കുന്ന ആളുകളുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം സഹോദരങ്ങളെ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ ഗുലുവിലേക്ക് പോകാനുള്ള മറ്റു പ്രധാനപ്പെട്ട കാര്യമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ചില നാടുകളിലുള്ള സാഹചര്യങ്ങളാണ്. ചില സാഹചര്യങ്ങൾ ഗുലുവുണ്ടാക്കാനുള്ള കാരണമുണ്ടായിട്ടുണ്ട്. എന്തെങ്കിലും രൂപത്തിലുള്ള പ്രശ്നങ്ങളോ മറ്റോ ഒക്കെ ഉണ്ടാകുമ്പോൾ, ഭൗതികമായ ഏതെങ്കിലും രൂപത്തിലുള്ള വികാസങ്ങളോ മറ്റോ ഒക്കെ ഉണ്ടാകുമ്പോൾ ചില ആളുകൾക്ക് എന്ത് ചെയ്യും, ഇതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുന്നതിന് വേണ്ടി അവർ സ്വന്തമായ നിലക്ക് പല രൂപത്തിൽ പല ആശയങ്ങൾ പറയാൻ തുടങ്ങും. ഒരു വേള ഉദാഹരണം പറയുകയാണെങ്കിൽ മഅസിയത്തുകൾ വർദ്ധിക്കുന്ന സമയത്ത് പലപ്പോഴും ഖവാരിജുകളുടെ ഉത്ഭവം നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതെങ്കിലും നാടുകളിൽ മഅസിയത്തുണ്ട്, തിന്മകളുണ്ട്, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സഹോദരങ്ങളെ എന്ത് സംഭവിക്കാറുണ്ട്, ഈ രൂപത്തിൽ ഗുലുവിന്റെ ആളുകൾ അവർ അവിടെ പ്രത്യക്ഷപ്പെടാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ സ്വഹാബികൾ പറഞ്ഞ അഭിപ്രായത്തിനനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നതിനു പകരം അവരുടെ വികാരങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അവർ പല ആശയങ്ങളും പറയുകയും അതിന്റെ മേൽ സംഘടിക്കുകയും ആ രൂപത്തിൽ അതിര് കവിഞ്ഞുകൊണ്ട് ദീനിനെതിരെ പോരാടുകയും ചെയ്യുന്നത് പലപ്പോഴും സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ ഗുലുവ് പല രൂപത്തിലുണ്ട്. ഗുലുവ് അഖീദയിലുണ്ട്, വിശ്വാസപരമായ കാര്യങ്ങളിൽ ഗുലുവ് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, വിശ്വാസപരമായ കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അമ്പിയാക്കളോടുള്ള ഹുബ്ബ് എന്നുള്ള പേരിൽ ഗുലുവ് സംഭവിച്ചിട്ടുണ്ട്. സാലിഹ്യങ്ങളോടുള്ള ഹുബ്ബ് എന്നുള്ള പേരിൽ, അഥവാ അവരെ സ്നേഹിക്കുക എന്നുള്ളത് ദീനുൽ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാത്തവൻ സഹോദരങ്ങളെ അവൻ മുഅ്മിനാവുകയില്ല. ലാ യുഅ്മിൻ അഹദുക്കും എന്താണ് ഹദീസ്? ലാ യുഅ്മിൻ അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലയ്യ മിൻ വാലിദിഹി മിൻ വലദിഹി വന്നാസി അജ്മഈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങളിൽ ഒരാൾ മുഅ്മിനാവുകയില്ല അവൻ തന്റെ സന്താനങ്ങളെക്കാൾ, തന്റെ പിതാക്കളെക്കാൾ, അവന്റെ സമ്പത്തിനേക്കാൾ, ജനങ്ങൾ മുഴുവനേക്കാളും അവർക്ക് ഞാൻ പ്രിയങ്കരനാകുന്നതുവരെ അവരാരും മുഅ്മിനാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അഥവാ ശരീഅത്തിൽ താൽപര്യമുള്ള നിർബന്ധമുള്ള കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക. അതുപോലെ അല്ലാഹുവിന്റെ ഔലിയാക്കളായ സാലിഹീങ്ങളെ സ്നേഹിക്കുക എന്ന് പറയുന്നതും ശരീഅത്തിൽ മശ്റൂആയ, ശരീഅത്തിൽ നിയമമുള്ള കാര്യമാണ്. എന്നാൽ ഇതിൽ പരിധി വിടുന്ന ആളുകൾ സഹോദരങ്ങളെ എന്താണിത് സംഭവിക്കുന്നത്? അമ്പിയാക്കളുള്ള സ്നേഹം മൂത്തുമൂത്ത് സഹോദരങ്ങളെ അവരെ പുകഴ്ത്തിക്കൊണ്ട്, എത്രത്തോളം ആ പുകഴ്ത്തലുകൾ നസറാണികൾ പുകഴ്ത്തിയതുപോലെ അത് ആരാണ്? ഈസ ഇബ്നു മറിയമിനെ കുറിച്ച് അവർ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് സഹോദരങ്ങളെ അത് അല്ലാഹുവിന്റെ മകനാണ് എന്നുവരെ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുതുറൂനി കമാ അത്റത്തിൻ നസാർ ഇബ്നു മറിയം, ഇബ്നു മറിയമിനെ നസാറാക്കൾ പുകഴ്ത്തിയതുപോലെ, അമിതമായി പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്താൻ പാടില്ല. ഇന്നമാ അന അബ്ദുല്ലാഹി വറസൂലുഹു, ഞാൻ തീർച്ചയായും അല്ലാഹുവിന്റെ അടിമയും അവന്റെ റസൂലും മാത്രമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ രൂപത്തിൽ അഖീദയിൽ വിശ്വാസപരമായ കാര്യങ്ങളിൽ ഗുലുവ് സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ അമലിന്റെ കാര്യത്തിലും ഗുലുവ് സംഭവിക്കാറുണ്ട്. സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ഗുലുവ് സംഭവിക്കാറുണ്ട്. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു ഹദീസായിരിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമല് മനസ്സിലാക്കുന്നതിന് വേണ്ടി വീട്ടിൽ വെച്ച് ചെയ്യുന്ന വല്ല സ്വകാര്യമായ കർമ്മങ്ങളുണ്ടോ എന്ന് തിരക്കുന്നതിന് വേണ്ടി 3 ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടുകളിലേക്ക് എത്തുകയാണ്, അവരുടെ ഉമ്മമാരുടെ വീടുകളിലേക്ക് എത്തുകയാണ്. അങ്ങനെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ അടുക്കലേക്ക് എത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്തുകളെ കുറിച്ച് ചോദിച്ചറിയുകയും ചെയ്തു. കേട്ടപ്പോൾ അവർക്ക് വലിയ കൂടുതലുള്ളതായി തോന്നിയില്ല. കേട്ടപ്പോൾ അവർക്ക് തോന്നി ഇതൊക്കെ കുറവേ ഉള്ളൂ. അപ്പോൾ അവർ പരസ്പരം അതിന് ചില ന്യായങ്ങൾ കണ്ടെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ മുഴുവൻ പാപങ്ങളും പുറത്തു കിട്ടിയ ആളാണ്. ഞങ്ങൾ അങ്ങനെയല്ല, നമ്മൾ കുറച്ചധികം ചെയ്യേണ്ടതുണ്ട്. ഒരാൾ പറഞ്ഞു, ഞാൻ വിവാഹം കഴിക്കുക എന്ന് പറയുന്ന കാര്യം, സഹോദരങ്ങളെ അയാൾ പറയാണ്, വിവാഹം കഴിക്കുക എന്ന് പറയുന്ന കാര്യം ഞാൻ ഒഴിവാക്കുകയാണ്, ഞാൻ ഇബാദത്തിന് വേണ്ടി മുഴു സമയം മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ കാര്യമാണ്, ആരെങ്കിലും ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ അത് വലിയ ഉന്നതിയിൽ നേടണമെന്ന ആഗ്രഹത്തോടുകൂടി വിവാഹം ഒഴിവാക്കുക എന്നുള്ള കാര്യം ആരെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് വളരെ കൃത്യമായി എന്തു തന്നെയാണ്? അത് ഗുലൂവ് തന്നെയാണ്.
ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, ചില ആളുകൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് ത്വലബുൽ ഇൽമിന് വേണ്ടി മുഴുകുന്നതിന് വേണ്ടി നമുക്ക് ദീൻ പഠനത്തിന് വേണ്ടി കല്യാണം കഴിക്കേണ്ടതില്ല, അതാണ് അഫ്ളൽ എന്ന് ആരെങ്കിലുമൊക്കെ ധരിക്കുന്നുണ്ടെങ്കിൽ അവൻ ഗുലൂവിലാണ്. കാരണം അവരൊക്കെ കല്യാണം കഴിക്കാതിരിക്കാൻ അവരുടേതായ കാരണങ്ങളുണ്ട്. അവർ നമ്മെ പോലെയുള്ള ആളുകളായിരുന്നില്ല, ഒരുപാട് കാര്യങ്ങളിൽ അവർ മശ്ഗൂലായ ആളുകളായിരുന്നു. അങ്ങനെ പല കാര്യങ്ങളും അവർക്കുണ്ട്, അത് മനസ്സിലാക്കുക. സഹോദരങ്ങളെ, രണ്ടാമൻ പറഞ്ഞത്, ഞാൻ രാത്രി മുഴുവൻ നിസ്കരിക്കുന്നതായിരിക്കും, രാത്രി ഉറങ്ങുകയില്ല, രാത്രി മുഴുവൻ ഞാൻ നിസ്കരിക്കും, രാത്രി ഒരു പോളെ കണ്ണടക്കുകയില്ല. മൂന്നാമത്തെ ആൾ പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കും, ഒരു ദിവസവും നോമ്പില്ലാത്ത ദിവസം എന്നിൽ കടന്നു പോവുകയില്ല എന്ന് പറഞ്ഞു. നോക്കൂ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെ വിളിച്ചുകൊണ്ട് പുകഴ്ത്തുകയല്ല. പിന്നീട് ഈ വിവരം ഇങ്ങനെ മൂന്നാളുകൾ തീരുമാനമെടുത്തിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, അൻതുമുല്ലദീ ഖുൽതും കദാ വകദാ, നിങ്ങളാണോ ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞത്? അമാ വല്ലാഹ് ഇന്നി ലഅഖ്ശാകും ലില്ലാഹ് വഅത്ഖാകും ലഹ്, തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹുവാണ്, അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഞാനാണ് ഭയപ്പെടുന്നത്, അള്ളാഹുവിന് എന്നെക്കാൾ ഭയപ്പെടുന്നതായി ആരുമില്ല. ലാക്കിന്നി അസൂമു വ ഉഫ്തിർ, ഞാൻ നോമ്പെടുക്കാറുണ്ട്, ഞാൻ നോമ്പ് ഉപേക്ഷിക്കാറുമുണ്ട്. വ ഉസല്ലി വ അർഖുദ്, രാത്രി ഞാൻ എണീറ്റ് നിസ്കരിക്കാറുമുണ്ട്, രാത്രി ഉറങ്ങാറുമുണ്ട്. വ അതസവ്വജു നിസാ, ഞാൻ സ്ത്രീകളെ കല്യാണം കഴിച്ചിട്ടുമുണ്ട്. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, ആരെങ്കിലും എൻ്റെ സുന്നത്തിനോട് വിമുഖത കാണിക്കുകയാണെങ്കിൽ അവൻ എന്നിൽപ്പെട്ടവനല്ല, അഥവാ എൻ്റെ യഥാർത്ഥ മാർഗത്തിൽ അവൻ പെട്ടവനല്ല, സിറാത്തുൽ മുസ്തഖീമിൽ അവന് പെടാൻ സാധിക്കുകയില്ല എന്ന് സഹോദരങ്ങളെ വളരെ കൃത്യമായി അറിയിക്കുകയാണ്. അതുകൊണ്ട് ഇബാദത്തുകളിൽ നമുക്ക് ഓരോരുത്തർക്കും തോന്നുന്നത് പോലെ കൊണ്ടുവരിക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കരിക്കാൻ വേണ്ടി ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ രാത്രി മുഴുവനും നിസ്കരിക്കുക എന്നുള്ളത് സഹോദരങ്ങളെ അവിടുന്ന് റമളാൻ പോലെയുള്ള അവസാനത്തെ 10 പോലെയുള്ള ദിവസങ്ങളിലല്ലാതെ അവിടുന്ന് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അവിടുന്ന് ഉറങ്ങുമായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നോമ്പുകൾ എടുക്കാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അവിടത്തെ കുറിച്ച് സഹാബികൾ പറഞ്ഞിട്ടുള്ളത്, ചില വേളകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പേ എടുക്കാറില്ല എന്ന് തോന്നിപ്പോകും, ചില വേളകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും നോമ്പാണ് എന്ന് തോന്നിപ്പോകും. ഈ രൂപത്തിലാണ് ഒന്നുണ്ടാകുന്നത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഏറ്റവും അഫ്ളലായ നോമ്പ്, ഏറ്റവും കൂടുതൽ പരമാവധി ഒരാൾക്ക് എടുക്കാവുന്നത് ഒരു ദിവസം നോമ്പെടുത്ത് ഒരു ദിവസം നോമ്പ് ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ പൂർണ്ണമായി ആരെങ്കിലും നോമ്പെടുത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുപ്പം സിദ്ധിക്കാമെന്ന് ഉദ്ദേശിക്കുകയാണ് എങ്കിൽ അത് യഥാർത്ഥ സുന്നത്തിന്റെ രീതിയല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരാൻ. അതുപോലെ നോക്കൂ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ പറയുന്ന സമയത്ത് ഒരു വ്യക്തി അതാ മസ്ജിദുൻ നബവിയുടെ പുറത്ത് വെയിലത്ത് എഴുന്നേറ്റ് നിൽക്കുകയാണ്. അയാളെ ഇരിക്കുന്നൊന്നുമില്ല, വെയിലത്താണ് നിൽക്കുന്നത്, തണലേകുന്നൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയെക്കുറിച്ച് ചോദിച്ചു. സഹാബത്ത് പറഞ്ഞു, അബു ഇസ്രായേൽ എന്നാണ് അയാളുടെ പേര്. നദർ അൻ യഖൂം, അയാൾ നിൽക്കാൻ വേണ്ടി നേർച്ചയാക്കിയിട്ടുണ്ട്. വലാ യഖുഉദ്, അയാൾ ഇരിക്കുകയില്ല. വലാ യസ്തദിൽ, അയാൾ തണലേകുകയുമില്ല. വലാ യതകല്ലം, സംസാരിക്കുകയുമില്ല. വയസൂം, അങ്ങനെ നോമ്പനുഷ്ഠിക്കാൻ, ഇതാണ് അയാളുടെ നിയ്യത്ത്, ഇതാണ് അയാളുടെ നേർച്ച എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവിടുന്ന് പറഞ്ഞു, മുർഹു, അവനോട് കൽപ്പിക്കണം, ഫല്യതകല്ലം വല്യസ്തദിൽ വല്യഖഉദ്, 3 കാര്യങ്ങൾ അവൻ ചെയ്യണം. അവനൊരിക്കലും സംസാരിക്കാതിരിക്കാൻ പാടില്ല. അങ്ങനെ ഒരു നേർച്ചയൊന്നും ഇസ്ലാമിലില്ല. അവൻ വെയിലത്ത് പോയി നിന്നുകൊണ്ട് പ്രത്യേകം പ്രതിഫലമൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. അങ്ങനെ ഒരു ഇബാദത്ത് ഇസ്ലാമിലില്ല. തണലിലേക്ക് വരണം. അവൻ അങ്ങനെ നിന്നുകൊണ്ടൊരു ഇബാദത്ത് ചെയ്യേണ്ടതില്ല. സ്വന്തം ശരീരത്തെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ചെയ്യേണ്ടതില്ല. അവൻ ഇരിക്കണം. എന്നാൽ വലിയുത്തി മസൗമ, നേർച്ച അത് പുണ്യങ്ങളിലാണ് വെച്ചിട്ടുള്ളത് എങ്കിൽ അത് പൂർത്തീകരിക്കേണ്ടതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചു കൊടുക്കുകയാണ്. ഇത് നമുക്ക് സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുമ, അദ്ദേഹം വലിയ ഇബാദത്തുകൾക്ക് താല്പര്യമുള്ള വ്യക്തിയാണ്. ചെറിയ പ്രായത്തിൽ തന്നെ ധാരാളം ഇബാദത്തുകൾ ചെയ്യുക എന്നുള്ളത് വലിയ പ്രിയമുള്ള ആളാണ്. രാത്രി മുഴുവൻ നിസ്കരിക്കാൻ അദ്ദേഹത്തിന് വലിയ പ്രിയമാണ്. പകൽ മുഴുവൻ നോമ്പെടുക്കാൻ അദ്ദേഹത്തിന് വലിയ പ്രിയമാണ് എന്ന് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ വാർത്ത അറിഞ്ഞു. അവിടുന്ന് പറഞ്ഞു, അലം ഉഖ്ബർ അന്നക തഖൂമുൽ ലൈല വതസൂമൻ നഹാർ, എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ടല്ലോ താങ്കൾ എല്ലാ ദിവസവും നോമ്പെടുക്കുന്നു, രാത്രി മുഴുവൻ നിസ്കരിക്കുന്നു. ഖുൽതു ഇന്നി അഫ്അലു ദാലിക്, അദ്ദേഹമാണ് റിവായത്ത് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നു, അതെ, ഞാൻ അപ്രകാരം ചെയ്യാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നക ഇദാ ഫഅൽത ദാലിക് ഹജമത് ഐനാക വനഫിഹത് നഫ്സുക്, ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിന്റെ കണ്ണിനൊക്കെ വലിയ പ്രയാസമുണ്ടാകും, കണ്ണിന് ആയാസമുണ്ടാക്കും. അതുപോലെ നിന്റെ ശരീരമൊക്കെ ദുർബലമായി പോകും. അതുകൊണ്ട് ലിഐനിക ഹഖുൻ, നിന്റെ കണ്ണിനൊരു ഹഖുണ്ട്. വലി നഫ്സിക ഹഖുൻ, നിന്റെ ശരീരത്തിനും ഹഖുണ്ട്. വലി അഹ്ലിക ഹഖുൻ, നിന്റെ ഭാര്യയ്ക്കും ഹഖുണ്ട്. ഖും വനം, നീ എഴുന്നേറ്റ് നിസ്കരിക്കുക, ഉറങ്ങുകയും ചെയ്യുക. വസൂം വഅഫ്തിർ, നീ നോമ്പെടുക്കുകയും ചെയ്യുക, നോമ്പ് ഉപേക്ഷിക്കുകയും ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
സഹോദരങ്ങളെ പറയാൻ. ഇതൊക്കെ സ്വഹാബികളുടെ ചരിത്രത്തിൽ ഇങ്ങനെ വ്യത്യസ്ത സംഭവങ്ങൾ നടന്ന ഏതാനും ചില കാര്യങ്ങൾ കൂടിയാണ് ഇൻഷാ അല്ലാഹ് ഓർമ്മപ്പെടുത്തുന്നത്. നോക്കൂ, ഒരിക്കൽ മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ശീലം എന്ന് പറയുന്നത് മസ്ജിദുൻ നബവിയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഇശാ നിസ്കരിക്കും. പിന്നീട് അദ്ദേഹത്തിന്റെ ജനതയിലേക്ക്, അദ്ദേഹം മദീനയിൽ നിന്ന് കുറച്ച് പുറത്ത് താമസിക്കുന്ന വ്യക്തിയാണ്, അവിടെ പോയിക്കൊണ്ട് അവർക്ക് ഇമാമായി അദ്ദേഹം വീണ്ടും നിസ്കരിക്കും. ആ നിസ്കാരം അദ്ദേഹത്തിന് സുന്നത്താണ്, ബാക്കിയുള്ള ആളുകൾക്ക് ഇശായുടെ ഫർളാണ്. ആ രൂപത്തിൽ അദ്ദേഹം നിസ്കരിക്കും. അങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരിക്കൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുകയാണ്. ഇശാ നിസ്കാരത്തിന് ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുകയാണ്. പുറകിലുണ്ടായിരുന്ന ഒരു വ്യക്തി കൈ അഴിച്ചു പോയി കളഞ്ഞു. അയാൾ നിസ്കാരം പൂർത്തിയാക്കാൻ നിന്നില്ല, കൈ അഴിച്ചു പോയി കളഞ്ഞു. ബാക്കിയുള്ള ആളുകൾ പറഞ്ഞു, അനാഫക്തയാ ഫുലാൻ, നീ മുനാഫിക്കായോ, കപടവിശ്വാസിയായോ, നിസ്കാരത്തിന്റെ ഇടയിൽ കൈ അഴിച്ചു പോവുകയാണല്ലോ എന്ന് പറഞ്ഞു. ആ വ്യക്തി പറഞ്ഞു, വലആതിയന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലഉഖ്ബിറന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഞാൻ പോകുന്നുണ്ട്. നിങ്ങൾ ഈ ചെയ്ത ഇശാക്ക് ശേഷം ഇശാ നിസ്കാരത്തിൽ ഇങ്ങനെ സൂറത്തുൽ ബഖറ പാരായണം ചെയ്തത് ഞാൻ അറിയിക്കുക തന്നെ ചെയ്യും. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോയി. അദ്ദേഹം പറഞ്ഞു, ഇന്ന അസ്ഹാബുന വാദിഹ് നഅമലു ബിന്നഹാർ, തീർച്ചയായും അല്ലാഹുവിന്റെ റസൂലെ, ഞങ്ങൾ പാടത്തും മറ്റുമൊക്കെ പണിയെടുക്കുന്ന, ഇങ്ങനെ മൃഗങ്ങൾക്കൊക്കെ വെള്ളവും മറ്റുമൊക്കെ കൊടുക്കുന്ന അങ്ങനെയുള്ള തൊഴിലൊക്കെ ചെയ്യുന്ന വ്യക്തികളാണ്, കൂലിപ്പണിക്കാരാണ്. ഞങ്ങൾക്ക് പകൽ ഒരുപാട് പണിയുണ്ട്. വഇന്ന മുആദൻ സല്ല മഅക അലിശാ, മുആദ് താങ്കളോടൊപ്പം ഇശാ നിസ്കരിച്ചു. സുമ്മ അത, പിന്നീട് ഞങ്ങളുടെ അടുക്കലേക്ക് വന്നു. ഫഫ്തഹ ബിസൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ കൊണ്ട് അദ്ദേഹം ആരംഭിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചത്, യാ മുആദ് അഫത്താൻ അൻത ഇഖ്റ ബികദാ വഖ്റ ബികദാ, മുആദ് നീ ഫിത്ന ഉണ്ടാക്കുകയാണോ? നീ ഇന്നാൽ എന്ന സൂറത്ത് ഓതിയാൽ മതി. ചില റിവായത്തിൽ കാണാം, നിനക്ക് വശംസു വദ്ദുഹയും ദുഹൈൻ വദ്ദുഹയും ഒക്കെ ഓതിയാൽ മതിയല്ലോ, വല്ലൈലി ഇദാ യഗ്ശയും ഒക്കെ ഓതിയാൽ മതിയല്ലോ, സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅലയൊക്കെ ഓതിയാൽ മതിയല്ലോ. എന്തിനാണ് ആളുകളെ പ്രയാസപ്പെടുത്തുന്നത്, ആളുകളെ കുഴപ്പത്തിലാക്കുന്നത് എന്തിനാണെന്നുള്ളത് സ്വഹാബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസതിയത്തിന്റെ മധ്യമ മാർഗം സഹോദരങ്ങളെ വളരെ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ധാരാളം ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ചും ഫർള് നിസ്കാരങ്ങൾ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ പുറകിലുള്ള ആളുകൾ വൃദ്ധരുണ്ടാകും, അതുപോലെ ചെറിയ കുട്ടികളുണ്ടാകും. അവർക്ക് പ്രയാസകരമാകുന്ന നിസ്കാരം പാടില്ല. ചില റിവായത്തിൽ വേറെയും കാണാൻ സാധിക്കും, ഒരു വ്യക്തി പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലെ, ഞാൻ ഫജ്ർ നിസ്കാരത്തിന് പള്ളിയിൽ പോകലില്ല, കാരണം അവിടെ വളരെ ദൈർഘിച്ചിട്ടാണ് ഓതുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ, സഹാബി പറയാണ്, അബൂ മസ്ഊദ് അൽ അൻസാരി പറയാണ്, ഇതുപോലെ ദേഷ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇന്ന മിൻകും മുനഫ്ഫിരീൻ, ഓ ജനങ്ങളെ, നിങ്ങളുടെ കൂട്ടത്തിൽ ആളുകളെ വെറുപ്പിക്കുന്ന, ആളുകളെ അകറ്റുന്ന ചില ആളുകളുണ്ട്. ഫഅയ്യുകും മാ സല്ലാ ബിന്നാസി ഫൽയൂജിസ്, നിങ്ങൾ ആരെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി ഇമാമായി നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ചുരുക്കി നിസ്കരിക്കണം. ഫഇന്ന ഫീഹിമുൽ കബീറ വദ്ദഈഫ വദൽ ഹാജ, കാരണം ജനങ്ങളുടെ കൂട്ടത്തിൽ വൃദ്ധരുണ്ട്, അതുപോലെ ദുർബലരുണ്ട്, എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പെട്ടെന്ന് പോകേണ്ട ആളുകളൊക്കെയുണ്ട്. അതുകൊണ്ട് വല്ലാതെ ദൈർഘിപ്പിച്ച് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. സമാനമായ മറ്റൊരു സംഭവം സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറുകളെയും കൊണ്ട് മദീനയിലേക്ക് എത്തി അൻസാറുകളുടെ അടുക്കലേക്ക് എത്തുന്ന സമയത്ത് അവരെ പരസ്പരം സഹോദരന്മാരാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സഹോദരന്മാരാക്കി ആളുകളാണ് അബൂദർദാ റളിയല്ലാഹു അൻഹുവും സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവും. ഇവർ രണ്ടുപേരും അവിടെ പരസ്പരം സഹോദരങ്ങളായി, അഥവാ പരസ്പരം ആവശ്യങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അബൂദർദാ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വന്നപ്പോൾ വളരെ മുഷിന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് അബൂദർദാന്റെ ഭാര്യ ഉമ്മുദ്ദർദ റളിയല്ലാഹു അൻഹ അങ്ങനെ ഇരിക്കുന്നത് കണ്ടു. അദ്ദേഹം ചോദിച്ചു, മാ ശഅനുകി, നിന്റെ അവസ്ഥ എന്താണ്, നീ എന്താ ഇങ്ങനെയൊക്കെ കോലത്തിലൊക്കെ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്ന് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ചോദിച്ചു. അവർ പറഞ്ഞു, അഹൂക് അബൂദർദ ലൈസ ലഹു ഹാജത്തുൻ ഫി ദുനിയ, താങ്കളുടെ സഹോദരൻ അബൂദർദ, അദ്ദേഹത്തിന് ദുനിയാവിൽ യാതൊരു ആവശ്യവുമില്ല. അദ്ദേഹം ഇതാ എപ്പോഴും രാത്രി മുഴുവൻ നിസ്കരിക്കലാണ്, പകൽ മുഴുവൻ നോമ്പാണ്, അദ്ദേഹത്തിന് എന്നെ ആവശ്യമില്ല എന്ന രൂപത്തിൽ അദ്ദേഹം പറയാൻ തുടങ്ങി. സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു അൻഹു അന്ന് ആ വീട്ടിൽ താമസിച്ചു. അദ്ദേഹം ഭക്ഷണം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അവർ ഭക്ഷണം കൊണ്ടുവന്നു. അബൂദർദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് നോമ്പാണ്, ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല. സൽമാൻ അൽ ഫാരിസി പറഞ്ഞു, നിങ്ങൾ മുറിക്കണം, നോമ്പ് മുറിക്കണം, കാരണം സുന്നത്ത് നോമ്പായിരുന്നു, നോമ്പ് മുറിക്കണം. അതുകൊണ്ട് സൽമാൻ ഫാരിസി അദ്ദേഹത്തോട് നോമ്പ് മുറിപ്പിക്കുകയുണ്ടായി. സൽമാൻ ഫാരിസി അന്ന് രാത്രി അവിടെ തങ്ങി, രാത്രി ഉറങ്ങുന്നതിന് വേണ്ടി കിടന്നു. അപ്പോൾ അബൂദർദ റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ വേണ്ടി ആരംഭിക്കുകയാണ്. സൽമാൻ ഫാരിസി പറഞ്ഞു, താങ്കൾ ഉറങ്ങാൻ പറഞ്ഞു. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ രാത്രിയുടെ ഒരു പകുതിയാകുന്ന സമയത്ത് അബൂദർദ പതുക്കെ എണീച്ച് വീണ്ടും നിസ്കരിക്കാൻ ആരംഭിക്കുകയാണ്. സൽമാൻ ഫാരിസി പറഞ്ഞു, താങ്കൾ ഉറങ്ങേണ്ടതുണ്ട്, താങ്കൾ ഉറങ്ങി. അങ്ങനെ രാത്രിയുടെ അവസാനത്തിൽ 1/3 ബാക്കിയുണ്ടാകുമ്പോൾ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു എണീക്കുകയാണ്. അബൂദർദ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, താങ്കൾ എന്നെ എഴുന്നേറ്റ് നിസ്കരിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു. ഈ സംഭവം സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് എത്തുകയാണ്. വലിയ
പ്രയാസത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുകയാണ്. സൽമാൻ വന്നിട്ട് ഇത് ഈ രൂപത്തിലൊക്കെ പറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സദഖ സൽമാൻ, സൽമാൻ പറഞ്ഞത് സത്യമാണ്, സൽമാൻ പറഞ്ഞത് സത്യമാണ്. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ചെയ്തത് തന്നെയാണ് സത്യം. കാരണം ഈ മുകളിൽ പറഞ്ഞതുപോലെ നിന്റെ കുടുംബത്തിനൊരു ഹക്കുണ്ട്, നിന്റെ കുടുംബത്തിന് ഹക്കുണ്ട്, നിന്റെ ശരീരത്തിന് ഹക്കുണ്ട്. ആ രൂപത്തിൽ ഗുലൂവിലേക്ക് ഇബാദത്തിൽ പോകേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. ജാബിർ ബിൻ സമുറ റളിയല്ലാഹു അൻഹു പറയാൻ, കുൻതു ഉസല്ലി മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലവാത്ത്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നിസ്കരിക്കാറുണ്ട്. ഫകാനത് സലാത്തുഹു ഖസ്ദ വഖുതുബതുഹു ഖസ്ദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരം ഖുതുബയുമെല്ലാം മധ്യനിലയിലുള്ളതായിരുന്നു. വളരെയധികം ദൈർഘിപ്പിക്കുക എന്നുള്ളത് അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് സഹോദരങ്ങളെ കാണാൻ സാധിക്കും. ഖുർആനിലുടനീളം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വസതിയത്ത്, അതായത് യഥാർത്ഥത്തിലുള്ള പരിധി വിടുന്നതോ അതല്ലെങ്കിൽ അതിൽ നിന്നും പറ്റിയ അലംഭാവം കാണിക്കുന്നതോ ആയ മാർഗങ്ങളെ ഖുർആൻ സഹോദരങ്ങളെ വളരെ കൃത്യമായി ആക്ഷേപിക്കുകയും സിറാത്തൽ മുസ്തഖീമിന്റെ പാത സഹോദരങ്ങളെ നമുക്ക് പറഞ്ഞു തരികയും ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ ഖുർആനിൽ എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണല്ലോ, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, റബ്ബേ സിറാത്തൽ മുസ്തഖീമിന്റെ വഴിയിലേക്ക് നീ ഞങ്ങളെ വഴി നടത്തേണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യമാണ് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലാണത്, അതാണ് സിറാത്തൽ മുസ്തഖീം. ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലീൻ, അല്ലാഹുവിന്റെ മഗ്ലൂബ് കോപം തട്ടിയിട്ടുള്ള യഹൂദികളുണ്ട്, അവർക്ക് ഇൽമുണ്ട് പക്ഷെ അതനുസരിച്ച് അമല് ചെയ്യാറില്ല. വലദ്ദാലീൻ, വഴിവെച്ച നസ്രാണികളുണ്ട്, അവരെ പിൻപറ്റുന്നവരുമുണ്ട്, അവർക്ക് ഇൽമില്ല പക്ഷെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന അമലുകളുണ്ട്. ഇതിന്റെ രണ്ടിന്റെയും മധ്യമ നിലപാടാണ് ഇൽമ് കൃത്യമായി സ്വീകരിക്കുകയും ആ ഇൽമിന് യോജിക്കുന്ന രൂപത്തിൽ അമല് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത്. ആ മാർഗമാണ് എന്നും നമ്മൾ ചോദിക്കുന്ന സ്വഹാബത്തിന്റെ മൻഹജായ അസ്സിറാത്തുൽ മുസ്തഖീം ഖുർആൻ എന്നും നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യമാണ്. നോക്കൂ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. റബ്ബന, ഞങ്ങളുടെ റബ്ബ്, ആതിന ഫിദ്ദുനിയ ഹസന, ദുനിയാവിൽ ഞങ്ങൾക്ക് ഹസനത്ത് വേണം, നന്മകൾ വേണം. അതുപോലെ തന്നെ വൽ ആഖിറതി ഹസന, ആഖിറത്തിലും ഹസനത്ത് വേണം. വഖിന അദാബന്നാർ, ഞങ്ങളെ നരകത്തിൽ നിന്നും കാക്കണമേ എന്നുള്ളതാണ്. ദുനിയാവിനെ പാടെ ഉപേക്ഷിച്ചുകൊണ്ട് ദുനിയാവിന്റെ ഉത്തരവാദിത്തങ്ങൾ ഒന്നുമേൽക്കാതെ, ഭാര്യയുടെ ഉത്തരവാദിത്തം നോക്കാതെ, മക്കളുടെ ഉത്തരവാദിത്തം നോക്കാതെ, സമൂഹത്തിൽ നമ്മുടെ റോളുകൾ കൃത്യമായി അത് സഹോദരങ്ങളെ അതൊന്നും നമ്മൾ നോക്കാതെ ഇബാദത്തിലായി മുഴുവൻ നിന്നുകൊണ്ട് ഭാര്യയും മക്കളും ഒക്കെ പാടെ ഉപേക്ഷിക്കുക എന്നുള്ള മാർഗം സൂഫികളിൽ പലതും കണ്ടുകൊണ്ടിരിക്കുന്ന മാർഗം. അവർ ഈ രൂപത്തിൽ സൂഫിയത്ത് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ തരീഖത്തിന്റെ ഷെയ്ഖുമാരുടെ കൂടെ പോകും, ഏതെങ്കിലുമൊക്കെ ദർഗയിൽ തവാഫ് ചെയ്തുകൊണ്ട് അവിടെ ഇത്തികാഫ് ചെയ്തുകൊണ്ട് അവിടെ അങ്ങനെ ഭജനമിരിക്കും. ഇതൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള കാര്യമല്ല. എന്നാൽ മറ്റൊരു വിഭാഗം എന്നും ദുനിയാവിന്റെ പിന്നാലെ പോകുന്ന ആളുകൾ ഉണ്ടാകും. ആഖിറത്തിനെ കുറിച്ച് പഠനമില്ല, ദീനിനെ കുറിച്ച് മനസ്സിലാക്കലില്ല, തൗഹീദ് എന്തെന്നറിയില്ല, നിസ്കാരത്തെക്കുറിച്ച് അറിയില്ല, നോമ്പിനെ കുറിച്ച് അറിയില്ല, സമ്പത്ത് കൈകാര്യം ചെയ്യുന്നുണ്ട്, ഹലാൽ ഹറാമുകൾ അറിയുന്നില്ല, സക്കാത്ത് കൊടുക്കേണ്ട കണക്കറിയില്ല, ഹജ്ജിനെ കുറിച്ചൊന്നും അറിയില്ല. ഇങ്ങനൊരു ഭാഗവുമുണ്ട്. അത് രണ്ടുമാകാൻ പാടില്ല. മറിച്ച് ദുനിയാവും സഹോദരങ്ങളെ ആഖിറത്തും നമുക്ക് വേണ്ടതുണ്ട്. ഈ ദുനിയാവിനെ ആഖിറത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. എത്രത്തോളം സഹോദരങ്ങളെ ഇതാ ധനം ചെലവഴിക്കുന്ന വിഷയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? വല്ലദീന ഇദാ അൻഫഖു ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. അല്ലാഹുവിന്റെ ഇബാദുർ റഹ്മാനായ അടിമകളുടെ വിശേഷണം പറയുകയാണ്. അവർ ചിലവഴിക്കുന്ന സമയത്ത് അവർ അമിതവ്യയം കാണിക്കുകയില്ല, ഇസ്രാഫ് കാണിക്കുകയില്ല. വലം യഖ്തുറു, പിശുക്ക് പിടിക്കുന്ന പിശുക്കന്മാരുമായിരിക്കുകയില്ല. ചെലവഴിക്കേണ്ട സ്ഥാനത്ത് ചെലവഴിക്കാതിരിക്കുക, അതും ചെയ്യുകയില്ല. വകാന ബൈന ദാലിക ഖവാമ, അതിനിടയിലുള്ള മിതമായ മാർഗം സ്വീകരിക്കുന്നവരാകുന്നു അത് എന്നുള്ളത് സഹോദരങ്ങളെ പറയുക. ഖുർആനിൽ എവിടെ നോക്കിയാലും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വസതിയത്തിന്റെ മധ്യമ നിലപാടിന്റെ ആ നിലപാട് നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത് വസതിയത്ത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. എന്നാൽ എന്താണ് വസതിയത്ത്? മധ്യമ നിലപാട്, സഹാബത്തിന്റെ നിലപാട്, അത് സഹോദരങ്ങളെ തെളിവിനോട് യോജിക്കുന്ന നിലപാട്. അതാണ് വസതിയത്ത് എന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം ചിലർ വസതിയത്തിനെ ദുർവ്യാഖ്യാനിക്കാറുണ്ട്. ചിലർ ദീനിൽ അതിര് കവിയലിനെ അവർ തെറ്റായ ആളുകളെ പഠിപ്പിക്കാറുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഇവിടെ തൗഹീദിന്റെ പ്രസ്ഥാനത്തിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകളിൽ ചിലർ അത്തരക്കാരായ ആളുകളിൽ പോലും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ചെറുപ്പക്കാരായ ചില ആളുകൾ അവർക്ക് മുൻപില്ലാത്ത രൂപത്തിൽ അവർ താടിയൊക്കെ വളർത്താൻ തുടങ്ങിയപ്പോൾ, നെരിയാണിക്ക് മുകളിലൊക്കെ വസ്ത്രം ധരിക്കാൻ തുടങ്ങിയപ്പോൾ അവർ ചില ആളുകൾ അവരുടെ ആസ്ഥാനത്ത് നിന്ന് വിളിച്ചു പറയുകയാണ്, ഇതൊക്കെ അതിര് കവിയലാണ്, ഗുലൂവാണ്. എന്നിട്ട് ഈ ഹദീസിൽ പറയാൻ ഇയ്യാകും വൽ ഗുലൂ, ഇയ്യാകും വൽ ഗുലൂ, ഗുലൂബിനെ നിങ്ങൾ സൂക്ഷിക്കുക. ഹദീസുകൾ പറയുകയാണ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞിട്ടുള്ള ഗുലുവിനെതിരെ പറഞ്ഞിട്ടുള്ള മുഴുവൻ ഹദീസുകളും ഹലക്കൽ മുതനത്തിഊൻ, ഗുലുവുള്ള ആളുകൾ നശിച്ചിരിക്കുന്നു, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഗുലുവിന്റെ അടയാളം? എന്താണ് ഗുലുവിന്റെ തെളിവ്? പുരുഷന്മാർ താടി നീട്ടി വളർത്തിയിരിക്കുന്നു, സ്ത്രീകൾ അവരുടെ സൗന്ദര്യം പുറത്തേക്ക് കാണിക്കാതിരിക്കാൻ ഹിജാബ് പൂർണ്ണമായി അണിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ ഗുലുവാണെന്നാണ് പറയുന്നത്. സഹോദരങ്ങളെ, വളരെ കൃത്യമായി അടിവരയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ദീനിനോട് യോജിക്കുന്ന, ഖുർആൻ നമ്മോട് കൽപ്പിച്ചിട്ടുള്ള, ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും ഗുലുവല്ല, മറിച്ച് അതെല്ലാം യഥാർത്ഥത്തിലുള്ള ദീനാണ്. അത് പിൻപറ്റുന്നവരെ ആരെങ്കിലും ഗുലുവ് ആണ് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, അത് തെറ്റാണ്, അത് ദുർവ്യാഖ്യാനമാണ്, അതൊരിക്കലും ശരിയല്ല. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത സെഷനിൽ, ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനിൽ സംസാരിക്കാവുന്നതാണ്. വഹദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അൽ ഗുലൂവു ഫിദ്ദീൻ, ദീനിൽ അതിര് കവിയൽ എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. നമ്മൾ അവസാനം പറഞ്ഞു വെച്ചത്, ദീനിലൊരു കാര്യം ഒരാൾ അതിര് കവിഞ്ഞ് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതിൻ്റെ മാനദണ്ഡം അവൻ ദീൻ നിർദ്ദേശിക്കാത്ത കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതല്ലാതെ ഓരോരുത്തർക്കും അവനവൻ്റെ ഒരു വീക്ഷണമുണ്ടാകും, അവനവൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ടാകും. അതിന് മുകളിലുള്ള ആളുകളെ അവർ ഗുലുവിലാണ് എന്ന് പറയുക, അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മളിവിടെ നാട്ടിലെടുത്തു നോക്കിയാൽ നമുക്കറിയാം ആരാണ് ഈ പറയുന്ന നമ്മൾ ഇത്രയും നേരം മനസ്സിലാക്കിയ മാനദണ്ഡങ്ങളൊക്കെ വെച്ചിട്ട് അതിൽ ഗുലുവിലുള്ള ആളുകൾ ആരൊക്കെയാണ്, ആ തിരിച്ചറിവ് നമുക്ക് വേണം. അതല്ലാതെ ഇതൊരു പഠന വിഷയമായി അവിടെ വെച്ചിട്ട് ഇതിന് പ്രത്യേകിച്ച് ഒരു അപ്ലിക്കേഷൻ ഇല്ലാത്ത ഒന്നല്ല. നാട്ടിൽ ഈ പറയുന്ന ഗുലുവിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കക്ഷികൾ ഇരു സമസ്തകളാണ്. സാലിഹ്യങ്ങളുടെയും അമ്പിയാക്കളുടെയും വിഷയത്തിൽ അവരെ കൂടുതൽ സ്നേഹിക്കുന്നു, ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് തന്നെ പ്രാർത്ഥിക്കുകയും സഹായം തേടുകയും ചെയ്യുന്ന ആളുകളാണവർ. അവരിൽ ചിലർ ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നുള്ളൂ, പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറയുന്നവരാണെങ്കിൽ, ചിലർ മാന്യമായി തട്ടിപ്പില്ലാതെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് തന്നെ പറയുന്നവരുമാണ്. കാരണം അമ്പിയാക്കളോടുള്ള ഹുബ്ബാണ്. അതെവിടെ നിന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്? കാരണം നമ്മളിത് നിഷേധിക്കുമ്പോൾ ഒരാദ്യം പറയുന്ന ആക്ഷേപം, നിങ്ങൾ സാലിഹീങ്ങളെ ഇഷ്ടപ്പെടാത്തവരാണ്, അമ്പിയാക്കളോട് ബഹുമാനമില്ലാത്തവരാണ് എന്ന് പറയുന്നത് കാണാം. അഥവാ അവർക്ക് ഹുബ്ബു ഫിസ് സാലിഹീനിലുള്ള അല്ലെങ്കിൽ ഹുബ്ബു ഫിൽ അംബിയയിലുള്ള ഗുലുവാണ് അവരെ ഇതിലെത്തിച്ചത് എന്ന് കാണാൻ സാധിക്കും. അതുപോലെ സഹോദരങ്ങളെ, നാം നേരത്തെ ഖവാരിജുകളെ കുറിച്ച് വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, ഈ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ നിയമം മാത്രമേ പറ്റുകയുള്ളൂ, അള്ളാഹുവിൻ്റെ നിയമം അനുസരിച്ചാണ് കാര്യങ്ങൾ വിധിക്കേണ്ടത് എന്ന യഥാർത്ഥ ആശയമാണ്. എന്നാൽ അതിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് എപ്പോഴാണ് ഒരാൾ അതല്ലാത്ത നിയമങ്ങൾ കൊണ്ട് വിധിച്ചു കഴിഞ്ഞാൽ അൽ കാഫിറായി തീരുന്നത്, ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന, കുഫർ ചെയ്യുന്നത്, എപ്പോൾ ഇസ്ലാമിൽ തന്നെ നിൽക്കുന്ന കുഫറുൻ ദൂന കുഫർ അഥവാ ചെറിയ കുഫർ എന്ന് പറയുന്ന അതിലകപ്പെടുന്നത് എന്ന കാര്യം വേർതിരിക്കാതെ നിരുപാധികമായി മുസ്ലിം ഭരണാധികാരികളൊക്കെ കാഫിറാക്കുന്ന വേറൊരു വിഭാഗം ഉണ്ട്. അത്തരത്തിലുള്ള ഒരു വിഭാഗത്തിന്റെ ബ്രാഞ്ച് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ പേരാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നേതാക്കന്മാരായ അബുൽ ഔല മൗദൂദിയും സയ്യിദ് കുത്തുബും ഒക്കെ ഈ തനിച്ച ഖവാരിജിയൻ ആശയങ്ങൾ അത് പ്രചരിപ്പിച്ച ആളുകളാണ്. ഈ ലോകത്ത് തൊട്ടു മുമ്പ് എപ്പോഴും അവരുടെ അവസ്ഥ അങ്ങനെയാണ്. ഖവാരിജുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെക്കുറിച്ച് പറഞ്ഞത് അവർ ഒരു കാലഘട്ടത്തിൽ പ്രത്യക്ഷപ്പെടും, പിന്നീട് ഇല്ലാതായിത്തീരും. ഇൻഷാ അല്ലാഹ് അവരുടെ വിഷയം ഡീറ്റെയിൽ ആയി നാളെ നിങ്ങൾ മനസ്സിലാക്കും. അതിലേറ്റവും അവസാനം കഴിഞ്ഞുപോയ ദാഇഷ്, ISIS എന്ന് പറയുന്ന വിഭാഗം, അവർ വളരെ വ്യക്തമായി അവരുടെ ആശയങ്ങൾ എഴുതി വെച്ചത് അവർക്ക് ഈ ചെയ്യാനുള്ള കാര്യത്തിന്റെ പ്രചോദനം എന്ന് പറയുന്ന സയ്യിദ് കുത്തുബിന്റെ തഫ്സീറാണ്. ദിലാലുൽ ഖുർആൻ എന്ന് പറയുന്ന ഖുർആനിന്റെ തണലിൽ എന്ന് മലയാളത്തിലൊക്കെ പരിഭാഷപ്പെടുത്തിയത് ജമാഅത്ത് ഇസ്ലാമി വിഭാഗമാണ്. അതാണ് അവരുടെ മാനദണ്ഡം. ഇന്നും ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയം എന്ന് പറയുന്നത് സഹോദരങ്ങളെ ഉള്ളിൽ ഇത് തന്നെയാണ്. എന്നാൽ പുറത്ത് പലപ്പോഴും പല ചാനൽ ചർച്ചകളിലും മറ്റുമൊക്കെ ഈ ഗുലൂവിനെ അവർ മറച്ചു വെക്കാറുണ്ട്. ഞങ്ങൾക്ക് അബുൽ അല മൗദൂദിയായിട്ട് ബന്ധമൊന്നുമില്ല,
അങ്ങനെ മൗദൂദി സാഹിബുമായിട്ട് നമ്മൾ പല വിഷയത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നൊക്കെ അവർ ചാനൽ ചർച്ചകളിൽ പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ബുദ്ധിയുള്ളവരാണെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ചോദിക്കേണ്ടത്, എങ്കിൽ ഏതൊക്കെ കിതാബുകളാണ് നിങ്ങളിവിടെ നിരോധിക്കാൻ പോകുന്നത്? മൗദൂദിയുടെ ഏതൊക്കെ കിതാബുകളാണ്? മൗദൂദിക്ക് ഒരു തഫ്സീർ ഇവിടെ ഉണ്ടല്ലോ, അത് മുഴുവൻ കറക്റ്റാണ്, അത് വായിക്കാൻ പറ്റുമോ? മൗദൂദിക്ക് തഫ്സീറുണ്ട്, സെയ്ദ് കുത്തുബിന് തഫ്സീറുണ്ട്, അതും മലയാളത്തിലുണ്ട്, അത് വായിക്കാൻ പറ്റുമോ? അതിലേതൊക്കെയാണ് അപകടം പിടിച്ച കാര്യങ്ങൾ? നിങ്ങൾക്ക് ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണ്? ജനങ്ങളെ വഞ്ചിക്കരുത്. ഒരുപാട് കാര്യങ്ങൾ IPHന്റെ പേരിൽ ആളുകൾക്ക് പ്രചരിപ്പിച്ചിട്ട് അവസാനം ഞങ്ങൾക്ക് ഈ ആദർശവുമായി ബന്ധമില്ല എന്ന് പറഞ്ഞ് കൈ കഴുകിക്കളയാൻ സാധിക്കുകയില്ല. എവിടെയാണ് നിങ്ങൾക്ക് പിഴച്ചത്? ഏതൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ മാറ്റി നിർത്തേണ്ടത്? ഇത് നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദീൻ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ കളിയാണ്. പ്രത്യേകിച്ച് അവർ ഈ വിതരണം ചെയ്യുന്ന പ്രസാദ ഈ കാര്യങ്ങളൊന്നും ആളുകൾക്ക് അമൽ ചെയ്യണം എന്നുള്ള വലിയ നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് ചില കാര്യങ്ങൾ ചില കാലഘട്ടത്തിൽ പറയും, പിന്നീട് ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറയും. സഹോദരങ്ങൾ, അത് കള്ളമാണ്, യാതൊരു സംശയവും നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതില്ല. അവർക്ക് പൂർണ്ണമായ ആ ബന്ധവും ആ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ ആളുകളൊക്കെ അവരെ വാനോളം പുകഴ്ത്തുകയും ആ ആദർശങ്ങൾ നെഞ്ചിലേറ്റുകയും ചെയ്യുന്ന ആളുകളാണ്. നമ്മൾ പറയുന്നത് ഈ പറയുന്ന ഖവാരിജുകൾക്ക് സംഭവിച്ച ഖുർആനിനെ സലഫിന്റെ മൻഹജ് അനുസരിച്ചല്ലാതെ വ്യാഖ്യാനിച്ചിട്ട് സ്വന്തമായ വ്യാഖ്യാനങ്ങൾ കൊണ്ടുവന്നിട്ട് പിഴച്ചുപോയ വലിയൊരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നു. ലോകാടിസ്ഥാനത്തിൽ അൽ ഇഖ്വാനുൽ മുസ്ലിമൂൻ, മുസ്ലിം ബ്രദർഹുഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പ്രസ്ഥാനം, സഹോദരങ്ങളെ, അത് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കുക. ഇനി സഹോദരങ്ങളെ, നമ്മൾ ഇൻഷാ അല്ലാഹ് ഇനി ഈ ഒരു സെഷനിൽ വായിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഗുലൂവ് പൊതുവെ സംഭവിക്കാറുള്ള ഒരു വലിയൊരു മേഖലയാണ് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന് പറയുന്ന മേഖല, അഥവാ ദഅവത്തിന്റെ മേഖല. പലപ്പോഴും ഇത് സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ആ രൂപത്തിൽ ഒരുപാട് സലഫികൾക്കിടയിൽ തന്നെ അത്തരം കാര്യങ്ങൾ സംഭവിച്ചതിനാൽ തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ ആ വിഷയവുമായി ബന്ധപ്പെട്ട ലവാബിത്തുകൾ അഥവാ അതിൻ്റെ നിബന്ധനകൾ, പാലിച്ചു പോരേണ്ട നിബന്ധനകളൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. അവർ അത് പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങളാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്. അതിനുമുമ്പ് തന്നെ നമ്മൾ വിചാരിക്കും, എന്താണ് ഗുലൂ മാത്രമാണല്ലോ ചർച്ച, തസാഹുലിനെ കുറിച്ച്, അലംഭാവത്തിനെ കുറിച്ച് ചർച്ചയില്ലല്ലോ എന്നുള്ളതാണ്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ അലംഭാവത്തെക്കുറിച്ചുള്ള ചർച്ച നമ്മളെപ്പോഴും ഖുതുബകളിലൂടെയും മറ്റു പ്രഭാഷണങ്ങളിലൂടെയും തസ്കിയകളിലൂടെയൊക്കെ കാര്യമായി നമ്മൾ കേന്ദ്രീകരിക്കുന്നത് ആളുകൾ അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള ഇത്തരം തസാഹുലുകളിൽ നിന്നും ആളുകൾ ഉണർത്തുന്നതിന് വേണ്ടി തന്നെയാണ്. യഥാർത്ഥത്തിൽ അതാണ്. ഇനി ഗുലു എന്ന് പറയുന്നത് അത് ഒരാളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കേവലം സ്വന്തത്തിൽ ഒതുങ്ങുന്നില്ല എന്നുള്ള വലിയൊരു അപകടം കൂടി അതിലുണ്ട്. എന്നാൽ തസാഹുല് പലപ്പോഴും അലംഭാവം കാണിക്കുക, ദീനിൽ അലംഭാവം കാണിക്കുക എന്നുള്ളത് പലപ്പോഴും അവനവനിൽ ഒതുങ്ങുന്ന കാര്യങ്ങളാണ്. ചരിത്രത്തിൽ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. അലംഭാവക്കാർ കൂടിയിട്ടൊരു കക്ഷി ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഫിർഖുണ്ടാകുക എന്നുള്ളത് അങ്ങനെ സംഭവിക്കാറില്ല. മറിച്ച് ഇത്തരം തീവ്ര വിഭാഗങ്ങളാണ് പലപ്പോഴും പല കാര്യങ്ങളിലും തീവ്ര നിലപാടുകളുമായി ഇസ്ലാമിക ലോകത്ത് കക്ഷിത്വങ്ങളും ചേരിതിരിവുകളും ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, രണ്ടും അപകടം പിടിച്ച കാര്യം തന്നെയാണ്. ഈ പറയുന്ന കാര്യങ്ങളിൽ പലതും നമ്മൾ ചിലപ്പോൾ പല ഗുലുവിലുണ്ടായിരിക്കുകയില്ല, കേൾക്കുന്ന പലരും ചിലപ്പോൾ തസാഹുലിലായിരിക്കും. അതുകൊണ്ട് ഓരോരുത്തരും ഞാൻ എവിടെയാണ് എന്നുള്ള ബോധ്യം ഉണ്ടായിരിക്കേണ്ടതുണ്ട്. നമ്മൾ രാത്രി മുഴുവനും നിസ്കരിക്കുന്നത് ഗുലുവിൽപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ അത് കേവലം ആശ്വസിക്കാനുള്ളതല്ല. രാത്രിയിൽ ഒരു ഓഹരി പോലും എനിക്കില്ല എങ്കിൽ അത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട കാര്യം തന്നെയാണ്. അതുപോലെയുള്ള മറ്റ് സുന്നത്തായ കാര്യങ്ങളൊക്കെ ആ രൂപത്തിൽ ഉൾപ്പെടുന്നതാണ്. അതല്ലാതെ ഗുലുവിനെതിരെ നമുക്ക് ശബ്ദിക്കുമ്പോൾ, നല്ല ആവേശമുണ്ടാകുമ്പോൾ നമ്മൾ സ്വയം നമ്മൾ തസാഹുലിലാണോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ആത്മപരിശോധന നടത്തേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ള കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 10ഓളം തത്വങ്ങളുണ്ട്. നമ്മുടെ സമയത്തിനനുസരിച്ചിട്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് അത് പറയാം. ഒന്നാമത് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത് അതിൻ്റെ ഹുക്ം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുക, ദീനിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതിൻ്റെ ഹുക്ം എന്താണ് എന്നുള്ളതാണ്. അത് സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറയുന്നു, അത് ഫർളു കിഫായ. ഒരു സമൂഹത്തിൽ ഒരു വിഭാഗം ആളുകൾ അതിനുവേണ്ടി നിലകൊണ്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾ അതിൽ വരുന്ന വീഴ്ചയിൽ നിന്നും എന്ത് ചെയ്യാം, അവർ രക്ഷപ്പെടുന്നതാണ്. ഒരു വിഭാഗം ആളുകൾ ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ചെയ്തിട്ടില്ലെങ്കിലും അവർക്കതിൽ കുറ്റമില്ലാത്ത കാര്യമാണ്. എന്നാൽ അതെപ്പോഴും അങ്ങനെയല്ല കാര്യം. സഹോദരങ്ങളെ, 2 വിഭാഗം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കിതെപ്പോഴും നിർബന്ധമായ കാര്യമാണ്.
ഒന്ന്, മുസ്ലിം ലോകത്തുള്ള ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ കീഴിലുള്ള പ്രജകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, അവർക്ക് വേണ്ട കാര്യങ്ങളും നിർദ്ദേശങ്ങളും നൽകുക എന്നുള്ളത് അവർക്ക് നിർബന്ധമുള്ള കാര്യമാണ്. അതുപോലെ ഓരോ വീട്ടിലെയും ഗൃഹനാഥനെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടിൽ നന്മ കൽപ്പിക്കുക, ആ വീട്ടിലുള്ള തിന്മയെ തൊട്ട് വിരോധിക്കുക എന്നുള്ളത് അവർക്ക് നിർബന്ധമുള്ള കാര്യമാണ്. അതല്ലാത്ത സമുദായത്തിൽ നമുക്ക് ഖൈറുകൾ പ്രചരിപ്പിക്കേണ്ടതുണ്ട്, തിന്മകൾക്കെതിരെ സംസാരിക്കേണ്ടതുണ്ട്, അതിനെതിരെ നമ്മൾ പറയേണ്ടതുണ്ട്. ഇത് സഹോദരങ്ങളെ ഫർളു കിഫായ ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇതും രണ്ട് സന്ദർഭങ്ങളിൽ ഇതും നിർബന്ധമാകും എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഒന്ന്, ഒരു നാട്ടിൽ ഇതിനു വേണ്ടി ഒരാൾ മാത്രമേ ഉള്ളൂ, അയാൾ മാത്രമേ ആ നാട്ടിലുള്ളൂ, വേറൊരാളും ഈ പറയുന്ന കാര്യം അറിയുന്നതായിട്ട് ഒരാളും അവിടെ ഇല്ല എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കത് നിർബന്ധ ബാധ്യതയാവും. കാരണം അതിനുവേണ്ടി വേറൊരാൾ അവിടെ ഇല്ല. ആരെങ്കിലും ഉണ്ടാകുമ്പോഴാണ് ഫർദ് കിഫായ അത് അവിടെ പൂർത്തീകരിക്കപ്പെടുന്നത്. ആരുമില്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ തന്നെ അത് സംസാരിക്കേണ്ടി വരും, നമ്മൾ തന്നെ അത് പറയേണ്ടി വരും, നമുക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കുകയില്ല. ഇനി അതുപോലെ തന്നെ ഭരണാധികാരി, മുസ്ലിം ഭരണാധികാരി നമ്മളിൽ ഒരാളോട് ഇത്തരത്തിലുള്ളൊരു ദൗത്യം നമ്മളെ ഏൽപ്പിക്കുകയാണ് എങ്കിലും നമുക്കത് നിർബന്ധമായി തീരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചില സന്ദർഭങ്ങളിൽ പ്രത്യേകമായി ചില സഹാബികളെ വിളിച്ച് ചില നിർദ്ദേശങ്ങൾ, കൽപ്പനകൾ കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ആ വ്യക്തിക്കത് നിർബന്ധമായി തീരുകയാണ്. മഹാനായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിന് കൊടുത്ത നിർദ്ദേശം പിന്നീട് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ഭരണത്തിൽ വന്ന സമയത്ത് അദ്ദേഹം അബുൽ ഹയ്യാജ് റഹിമഹുല്ലക്ക് നൽകിക്കൊണ്ട് പറയുന്നത് കാണാൻ സാധിക്കും. അല അബ്അസുക അല മാ ബഅസനി അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ നിയോഗിച്ച അതേ കാര്യത്തിന് ഞാൻ താങ്കളെ നിയോഗിക്കട്ടെയോ? അല്ല തദഅ സൂറത്തൻ ഇല്ലാ തമസ്തഹ വല ഖബ്റൻ മുശ്രിഫൻ ഇല്ലാ സവൈത, ഒരു ചിത്രവും രൂപവും ബാക്കി വെക്കാൻ പാടില്ല, അത് മായ്ച്ചു കളഞ്ഞിട്ടല്ലാതെ. ഉയർന്നു നിൽക്കുന്ന ഒരു ഖബറും അത് നിരപ്പാക്കാതെ ബാക്കി വെക്കാൻ പാടില്ല എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ കാര്യമാണ്. അലി ബിൻ അബി താലിബ് അദ്ദേഹത്തിന്റെ ഭരണത്തിൽ അബുൽ ഹയ്യാജിനോട് റഹിമഹുല്ല പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഭരണാധികാരി ഒരാൾക്കൊരു കാര്യം നിർബന്ധമാക്കിയാൽ അയാൾ അത് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള കാര്യമാണ്. ഇനി സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നന്മ കൽപ്പിക്കുമ്പോഴും തിന്മ വിരോധിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ദീനിന്റെ അടിസ്ഥാനപരമായ ഖാഇദയായ അഥവാ മസ്ലഹത്തുണ്ടാക്കുക എന്നുള്ള കാര്യം അവിടെ പൂർത്തീകരിക്കപ്പെടണം. അതുപോലെ തന്നെ മഫ്സദത്തുകൾ ഇല്ലാതാക്കുക, അതല്ലെങ്കിൽ സാധിക്കുന്ന രൂപത്തിൽ കുറക്കുക എന്നുള്ള കാര്യം അവിടെ പൂർത്തീകരിക്കപ്പെടണം. ഇതിന് വിരുദ്ധമാകാൻ പാടില്ല എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് ഒരാളോട് നന്മ കൽപ്പിക്കുമ്പോൾ, സമൂഹത്തിൽ നന്മ കൽപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തിന്മയെ തൊട്ട് വിലക്കുന്ന സമയത്ത് അവിടെ ഉപകാരമുണ്ടാകുകയും ചെയ്യുന്നില്ല, മറിച്ച് ഒരുപാട് ഉപദ്രവങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത് എങ്കിൽ ചില വേളകളിൽ നമുക്കത് ഒഴിവാക്കേണ്ടി വരും എന്നുള്ളത് കാണാൻ സാധിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ ചില ആയത്തുകളാണ് പണ്ഡിതന്മാർ അതിന് തെളിവായി പറഞ്ഞത്. അല്ലാഹു പറഞ്ഞു, വലാ തസുബ്ബുൽ ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ അവർ ചിലരെ വിളിച്ചു പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത്തരക്കാരായ ആളുകളെ നിങ്ങൾ ചീത്ത പറയാൻ പാടില്ല അവരുടെ മുന്നിൽ വെച്ചിട്ട്. ഫയസുബ്ബുല്ലാഹ അദ്വൻ ബിഗൈരി ഇൽം, യാതൊരു അറിവുമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തന്നെ ചീത്ത പറയുന്ന ഒരവസ്ഥയുണ്ടാകും. അത് വലിയ ഫിത്ന. അള്ളാഹുവിന് ഒരാൾ ചീത്ത പറയുന്ന ഒരവസ്ഥ നമ്മളായിട്ടുണ്ടാക്കാൻ പാടില്ല. അള്ളാഹുവിന് ചീത്ത പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ നമ്മൾ അവരോട് എന്ത് ചെയ്യാൻ പാടില്ല? അവരുടെ ആരാധ്യ വസ്തുക്കളെ ചീത്ത പറയാൻ പാടില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കൊരു ഖൈർ അവിടെ കൊണ്ടുവരാൻ സാധിക്കുന്നുമില്ല, അവിടെയുള്ള തിന്മയെ തടുക്കാൻ സാധിക്കുന്നുമില്ല എങ്കിൽ സഹോദരങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ആ പണിയെടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഫതാവയിൽ പറഞ്ഞത് കാണാൻ സാധിക്കും. ഇദാ അംകന ലിൽ ഇൻസാനി അല്ലാ യുഖദ്ദിമ മുൽഹിറൻ ലിൽ മുൻകിരി ഫിൽ ഇമാമ വജബ ദാലിക്. ഇമാമത്തിന് ഭരണാധികാരിയായിട്ടോ, ഭരണാധികാരി തന്നെയാണ് പണ്ടുകാലത്ത് ഇമാമായിട്ട് നിൽക്കാറുള്ളത്, അങ്ങനെ ഇമാമത്തിന് മുന്നിൽ നിൽക്കുന്ന ആളുകൾ അവൻ ഒരുപാട് മുൻകറാത്തുകളുള്ള ബിദ്അത്തുകളും ഹറാമുകളൊക്കെ ഉള്ള വ്യക്തിയാണ് എങ്കിൽ അവനെ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുകയാണെങ്കിൽ അത് മാറ്റൽ നിർബന്ധമാണ്. ലാക്കിൻ ഇദാ വല്ലാഹു ഗൈറുഹു വലം യുംകിൻഹു സർഫു അനിൽ ഇമാമ, എന്നാൽ ഒരാൾ ഭരണാധികാരിയായി മാറി അല്ലെങ്കിൽ ഒരാൾ ഇമാമായി മാറി അയാളെ മാറ്റാൻ സാധിക്കുന്നില്ല, അത് മാറ്റാൻ സാധിക്കുന്നില്ല. ഔ കാന ലാ യതമക്കനു മിൻ സർഫി ഇല്ലാ ബിശർറിൻ അഅളമി ദററൻ മിൻ ദററിൻ മാ അൽഹറ മിനൽ മുൻകർ, അല്ലെങ്കിൽ അത് മാറ്റിക്കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ ഒരു ഷർറാണ് അവിടെ ഉണ്ടാകുന്നത് എങ്കിൽ ഫലാ യജൂസു ദഫ്അൽ ഫസാദിൽ ഖലീലി ബിൽ ഫസാദിൽ കസീർ, അപ്പോൾ ആ സമയത്ത് അവിടെ ഇപ്പോഴുള്ള കുഴപ്പത്തിനേക്കാളും വലിയ കുഴപ്പം ഉണ്ടാക്കുക, വലിയ കുഴപ്പത്തെ വിളിച്ചു വരുത്തുക എന്നുള്ളത് ചെയ്യാൻ പാടില്ല. വലാ ദഫ്അ അഖഫിൽ ദററൈനി
ബിതഹ്സീലി അഅളമി ദററൈൻ, രണ്ട് ഉപദ്രവങ്ങളിൽ ചെറിയ ഉപദ്രവമാണുള്ളത്, ആ ചെറിയ ഉപദ്രവത്തെ നീക്കിയിട്ട് വലിയ ഉപദ്രവം അവിടെ ഉണ്ടാകുക എന്നുള്ള കാര്യം അതും പാടില്ല. ഫഇന്ന ശരീഅത ജാഅത് ബിതഹ്സീലിൽ മസാലിഹി വതക്മീലിഹ, കാരണം ശരീഅത്ത് വന്നിട്ടുള്ളത് മസ്ലഹത്ത് അത് പൂർത്തിയാക്കൽ അതിനു വേണ്ടിയിട്ടാണ്, എല്ലാ നന്മകളും കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ്. വതഅതീലിൽ മഫാസിദി വതഖ്ലീലിഹ ബിഹസബിൽ ഇംകാൻ, അല്ലെങ്കിൽ തിന്മകൾ ഇല്ലാതാക്കുക അല്ലെങ്കിൽ സാധിക്കുന്നത്ര കുറക്കുക എന്നുള്ളതാണ്. വമത്ലൂബുഹ തർജീഹു ഖൈറിൽ ഖൈറൈൻ, അവിടെ ആവശ്യപ്പെടുന്ന കാര്യം, നമുക്ക് ശരീഅത്തിൽ താല്പര്യപ്പെടുന്ന കാര്യം രണ്ട് ഖൈറുണ്ടെങ്കിൽ ആ രണ്ടിൽ ഏറ്റവും നല്ല ഖൈർ കൊണ്ടുവരിക. ഇദാ ലം യുംകിൻ അൻ യജ്തമിഅ ജമീഅൻ, രണ്ട് ഖൈറും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിൽ ഏറ്റവും നല്ല ഖൈർ കൊണ്ടുവരാനാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. രണ്ട് നന്മ ചെയ്യാനുള്ള അവസരമുണ്ട്, രണ്ടും ഒരുമിച്ച് ചെയ്യാൻ എന്തായാലും സാധിക്കുകയില്ല, രണ്ടും ഒരുമിച്ച് ചെയ്യാൻ സാധിക്കുകയില്ല എങ്കിൽ ഏറ്റവും നല്ല നന്മ തന്നെ നമ്മൾ ചെയ്യാൻ സാധിക്കണം. അതുപോലെ രണ്ട് തിന്മകളുണ്ട്, രണ്ടും ഒഴിവാക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒഴിവാക്കണം. പക്ഷെ ഏതെങ്കിലും ഒന്നേ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ചെറിയ തിന്മ അവിടെ നിലനിന്നിട്ട് വലിയ തിന്മ ഒഴിവാക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഈ സമയത്ത് ഈ ഇമാമത്തിലുള്ള ആളെ മാറ്റുന്ന സമയത്ത് അതിനേക്കാളും വലിയ കുഴപ്പങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത് എങ്കിൽ ഇയാളുടെ ഇമാമത്ത് കൊണ്ടുണ്ടാകുന്ന ദറർ എന്താണ്? ഇയാളുടെ ഇമാമത്ത് ഉണ്ടാകുന്ന ദറർ ഇത്തരം മുബ്തദിയുടെ പിന്നിൽ നമുക്ക് നിസ്കരിക്കേണ്ടി വരിക എന്നുള്ളത് ഒരു ദററാണ്. പക്ഷേ ഇയാളെ മാറ്റിക്കഴിഞ്ഞാൽ അവിടെ ജുമഅയോ ജമാഅത്തോ ഒന്നും തന്നെ നടക്കാത്തൊരവസ്ഥയാണ്. ഇയാളുടെ പിന്നിൽ നമ്മൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ജുമഅ ജമാഅത്തൊന്നും നിസ്കരിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ് എങ്കിൽ അവിടെ പണ്ഡിതൻ അദ്ദേഹം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുന്നു, ആ സമയത്ത് മുബ്തദികളുടെ പിന്നിൽ നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല. കാരണം മുബ്തദികളുടെ പിന്നിൽ നിസ്കാരം ഒഴിവാക്കുക എന്നുള്ളത് സലഫുകൾക്ക് പരിചയമില്ലാത്ത കാര്യമാണ്. കാരണം മഹാന്മാരായ സഹാബത്ത്, അദ്ദേഹം പറയുന്നു, വലിഹാദ കാന സഹാബത്ത് യുസല്ലൂന ഖൽഫൽ ഹജ്ജാജ് വൽ മുഖ്താർ ഇബ്നു അബി ഉബൈദ അസ്സഖഫി വഗൈരിഹിമാ അൽ ജുമുഅ വൽ ജമാഅ. കാരണം സഹാബികൾ ഹജ്ജാജിന്റെയും അതുപോലെ മുഖ്താർ ഇബ്നു അബി ഉബൈദ അസ്സഖഫിയുടെയും അതുപോലെ മറ്റ് തിന്മകളുടെ വക്താക്കളായ നേതാക്കളുടെ പിന്നിലൊക്കെ നിസ്കരിച്ചിട്ടുണ്ട്. കാരണം അവരുടെ പിന്നിൽ നിസ്കാരം ഒഴിവാക്കുക എന്ന് പറയുന്നത് ജുമുഅ ജമാഅത്ത് ഒഴിവാക്കുക എന്ന് പറയുന്ന വലിയ ഫസാദുണ്ട്. അപ്പോൾ ആ വലിയ ഫസാദ് വരാതിരിക്കാൻ ചെറിയ ഫസാദ് കൊണ്ട് അവർ തൃപ്തിപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നാലാമത്തെ കാര്യം സഹോദരങ്ങളെ ഇതുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. ഇദാ തറത്തബ അലൽ അംരി ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകരി മഫ്സദത്തുൻ അഅളമു മിൻ മസ്ലഹ അൽ-അംറു ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകർ ഫലാ യജൂസു ഹീനഹ അൽ-അംറു ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകർ. നന്മ കൽപ്പിക്കുമ്പോഴോ തിന്മ വിരോധിക്കുമ്പോഴോ അതിനേക്കാളും വലിയ ഷർർ അവിടെ വരുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. തെളിവ് ഒന്ന് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, വലാ തസുബ്ബുൽ ലദീന യദ്ഊന മിൻ ദൂനില്ലാ, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പുറമെ ആരാധിക്കുന്ന ആളുകൾ നിങ്ങൾ ചീത്ത പറയാൻ പാടില്ല, അവർ അല്ലാഹുവിനെ ചീത്ത പറയും. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് അറിയുണ്ടാകും. കഅബയുടെ യഥാർത്ഥത്തിലുള്ള രൂപം എന്ന് പറയുന്നത് ഇന്നുള്ള രൂപമല്ല, അഥവാ അതൊരു ചതുര ആകൃതിയിലുള്ള കാര്യമല്ല കഅബ എന്ന് പറയുന്നത്. മറിച്ച് അതിൻ്റെ ഒരു ഭാഗത്ത് ഒരു അർദ്ധവൃത്താകൃതിയാണ് യഥാർത്ഥത്തിലുള്ളത്. അതാണ് ഹിജർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തവാഫ് ചെയ്യുമ്പോൾ അതിൻ്റെ പുറത്തേ കൂടിയാണ് തവാഫ് ചെയ്യേണ്ടത്. അതിനുള്ളിൽ ഒരാൾ നിസ്കരിച്ചാൽ കഅബയുടെ ഉള്ളിൽ നിസ്കരിച്ചത് പോലെ തന്നെയാണ്. അപ്പൊ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ പഴയ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ചതുപോലെ മൂന്ന് ഭാഗത്ത് ഇങ്ങനെയും ഒരു ഭാഗത്ത് അർദ്ധവൃത്താകൃതിയിലുമാക്കി മാറ്റി പണയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്യാതിരുന്നത് ഇത് ആയിഷ റളിയല്ലാഹു അൻഹയോട് യൗമുൽ ഫത്ഹിൽ മക്കം ഫത്ഹിന്റെ അന്ന് പറയാൻ, ലൗല അന്ന ഖൗമകി ഹദീസു അഹദിൻ ബികുഫർ ല ഹജംതുൽ കഅബ വല ബനൈതുഹ അല ഖവാഇ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. നിന്റെ ഈ ജനത അവർ പുതുതായി ഇസ്ലാം സ്വീകരിച്ചവരായിരുന്നില്ലെങ്കിൽ ഞാൻ ഈ കഅബ ഇപ്പോഴുള്ള നിലയിൽ നിന്നും പൊളിച്ചിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പണിഞ്ഞ തറയിൽ മാറ്റിപ്പടയുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. എന്തുകൊണ്ടാണ് ചെയ്യാതിരുന്നത്? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ തന്നെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് പുതിയ ദീനാണ്. നേരത്തെയുള്ള പ്രവാചകന്മാർ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദീനിൽപ്പെട്ട ആളൊന്നുമല്ല, ഇത് പുതിയ മതവുമായി വന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ കഅബയിലും കൂടി കൈവച്ച് കഴിഞ്ഞാൽ ഇതാ കണ്ടില്ലേ ഇബ്രാഹിം നബി ഉണ്ടാക്കിയ കഅബ പൊളിക്കുകയാണ് എന്ന് പറയും. അപ്പോൾ അത് ഉൾക്കൊള്ളാൻ മാത്രമുള്ള ഈമാനില്ല, പുതിയ ആൾക്കാരാണ്. അതുകൊണ്ട് വലിയൊരു ഫിത്ന, ആ ഫിത്നയിൽപ്പെട്ടതാണ് ഈ പറയുന്ന ആളുകളൊക്കെ ചിലപ്പോൾ മുർത്തദായി തിരിച്ചു പോകാൻ സാധ്യതയുണ്ട്. ആ ഫിത്ന കണ്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാണ്? അത് അങ്ങനെ തന്നെ വെക്കുകയാണ്. അത് ആ ഖായിദയാണ് പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞിട്ടുള്ളത്. ഇന്ന് എവിടെയുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന് മുകളിൽ വലിയ ഒരു ഡോം കാണാൻ സാധിക്കും. ദീനുൽ ഇസ്ലാമിൽ യാതൊരു ബന്ധമില്ലാത്ത, ദീനുൽ ഇസ്ലാമിന് പരിചയമില്ലാത്ത കാര്യമാണ്. വളരെ പിൽക്കാലത്ത് ആരും നിർമ്മിച്ചിട്ടുള്ള കാര്യം മാത്രമാണ്, അല്ലാതെ സഹാബികളോ സലഫുകളോ ആരും നിർമ്മിച്ചിട്ടുള്ളതല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അത് ഇന്നുള്ള ഭരണാധികാരി നമ്മൾ ചിന്തിക്കും ഇന്ന് സലഫുകൾക്ക് ഇത്ര ശക്തിയില്ലേ, നല്ല കഴിവില്ലേ എന്നുള്ളതൊക്കെ. അതെങ്ങാനും അത് പൊളിച്ച് അവിടെ ഒന്ന് ഫ്ലാറ്റ് ആക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ ഒരു വേള ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങൾ വലിയ പ്രശ്നത്തിലും കുഴപ്പത്തിലൊക്കെ ആക്കും, സലഫികൾക്കെതിരെ തിരിയും. ഈ രൂപത്തിൽ വലിയ ഫിത്നകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
അതുകൊണ്ടാണ് ചില സമയത്ത് ചില നന്മകൾ അത് ചെയ്യാൻ അല്ലെങ്കിൽ ചില തിന്മകൾ തടുക്കാൻ നമുക്ക് കാരണം അതിനൊരു തടസ്സമായി നിൽക്കുന്നത് അതിനേക്കാളും വലിയ കുഴപ്പമുണ്ടാകുക അല്ലെങ്കിൽ അതിനേക്കാളും വലിയൊരു നന്മ അവിടെ നഷ്ടപ്പെടുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ മറ്റൊരു തെളിവ് പറഞ്ഞതാണ്, ഒരിക്കൽ ഒരു അറാബി വന്നിട്ട്, ഒരു ഗ്രാമീണം വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിലേക്ക് മൂത്രമൊഴിച്ച സംഭവം നമുക്കറിയാം. അയാൾ മൂത്രം ഒഴിക്കാൻ തുടങ്ങിയപ്പോൾ അയാൾക്ക് തീരെ വിവരമില്ലാത്ത ആളുകളാണ്. അറാബികൾ എന്ന് പറഞ്ഞാൽ ദീനിന്റെ മജ്‌ലിസ് ഒന്നും പങ്കെടുക്കുകയില്ല, മസ്ജിദിന്റെ ആദാബുകളെ കുറിച്ചിട്ട് മര്യാദകളെ കുറിച്ചിട്ടൊന്നും അറിയില്ല. അയാൾ വന്ന് മൂത്രയിക്കാൻ തുടങ്ങി. സഹാബികൾക്ക് ദേഷ്യം വന്നു. അവരെല്ലാവരും കൂടി അയാളെ ശകാരിക്കാൻ തുടങ്ങി, കൈവെക്കാൻ തുടങ്ങുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? സഹാബികളാണ് ശകാരിച്ചത്, ചെയ്യരുത് എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാണ്? പണ്ഡിതന്മാർ വിശദീകരിക്കാൻ. കാരണം അയാൾ മൂത്രമൊഴിക്കുന്നത് പെട്ടെന്ന് നിർത്തിയാൽ അയാൾക്കൊരു ലററുണ്ടാകും, വലിയൊരു പ്രശ്നമാണ്. പെട്ടെന്ന് മൂത്രമൊഴിക്കുന്നത് നിർത്തിയാൽ വലിയൊരു കുഴപ്പം അയാൾക്കുണ്ടാകും. പിന്നീട് ആളുകളോട് വലിയ ദേഷ്യത്തിലാകാൻ സാധ്യതയുണ്ട്. രണ്ട്, അയാളെ തടയാൻ നിന്നാൽ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ കൂടുതൽ സ്ഥലത്തേക്ക് നജസാവും. ഇതാകുമ്പോൾ ഒരു സ്ഥലത്ത് അയാൾ മൂത്രമൊഴിക്കാൻ, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വെള്ളം കൊണ്ടുവന്ന് കഴുകി കളയാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വലിയൊരു ഫിത്ന അവിടെ ഉണ്ടാകുമെന്ന് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ മൂത്രമൊഴിക്കുന്നത് എന്ത് ചെയ്യാണ്? അവിടെ തടയാതെ വിടുകയാണ്. തടയുന്നവരെയാണ് തടഞ്ഞത്. നമ്മൾ മനസ്സിലാക്കണം. ഇത് പണ്ഡിതന്മാർ വലിയ ഖാഇദയായിട്ട് പറയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, വലിഹാദ, ഈ പറയുന്ന ഹദീസുകളൊക്കെ ഉദ്ധരിച്ചിട്ട് അദ്ദേഹം പറയാണ്, വലിഹാദ കുന്തു ആമുറു അസ്ഹാബന അല്ലാ യംനഉൽ ഖംറ അൻ അഅദാഇൽ മുസ്ലിമീന മിൻ അത്തർ വൽ കിർജ് വനഹ്വിഹിം. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അസ്ഹാബുകൾ എന്ന് പറഞ്ഞ ഇബ്നു തൈമിയ്യയുടെ ശിഷ്യന്മാരോട് പറയുമായിരുന്നു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഇതേ കാര്യം നമ്മുടെ ഷെയ്ഖ് ഉദ്ധരിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയുന്നത് കാണാൻ സാധിക്കും. അഥവാ ഞാൻ എൻ്റെ കൂടെയുള്ളവരോട് പറയുമായിരുന്നു, ഈ കള്ളു കുടിച്ചിരിക്കുന്ന താർത്താരികളെയും മറ്റുമൊന്നും നിങ്ങൾ എന്ത് ചെയ്യാൻ പോകണ്ട, നിങ്ങൾ തടുക്കാൻ പോകണ്ട. കള്ളു കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും, ലഹരിയിലിരിക്കുന്ന ആളുകളാണ് ഈ താർത്താരികൾ. അവരോട് നിങ്ങൾ പോയി ഈ കള്ളു കുടിക്കണ്ട എന്നൊന്നും പറയാൻ നിൽക്കണ്ട. കാരണം വഖൂൽ, ഞാൻ പറയുന്നു, ഇദാ ശരിബു ലം യസുദ്ദഹും ദാലിക അൻ ദിക്രില്ലാഹി വനിസ്സല. അവര് കള്ളു കുടിച്ചാലും ബാക്കിയുള്ള മുസ്ലിമീങ്ങൾക്ക് അള്ളാഹിനെ ദിക്ർ ചെയ്യുന്നതിനോ നിസ്കരിക്കുന്നതിനോ വലിയ തടസ്സമൊന്നുമില്ല. അവർ കള്ളു കുടിച്ച് മത്തായി അവിടെ ഇരുന്നോളും. ബൽ അനിൽ കുഫ്രി വൽ ഫസാദി ഫിൽ അർദ്. എന്നാൽ അവർ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് തടസ്സം ഉണ്ടാകുന്നത്? അവർ കുഫറും ഫസാദൊക്കെ കുറച്ച് കുറയും, അവരെ സത്യനിഷേധവും മറ്റ് ദുർനടപ്പുകളൊക്കെ കുറയും. കള്ളും കുടിച്ച് അവിടെ മിണ്ടാതിരുന്നാളും. സുമ്മ ഇന്നഹു യൂഖിഉ ബൈനഹുമുൽ അദാവത വൽ ബഗ്ള. അതുമാത്രമല്ല, കള്ളു കുടിച്ചതിന് ഇവർ തമ്മിൽ തെറ്റാനും ഇവർ തമ്മിൽ അടിയാകാനൊക്കെ സാധ്യതയുണ്ട്. അതൊക്കെയാണ് സാധ്യത. വദാലിക മസ്ലഹത്തുൽ മുസ്ലിമീൻ. ഇത് മുസ്ലിമീങ്ങൾക്ക് ഉപകാരമുള്ള കാര്യമാണ്. ഫസഹ്വുഹും ശർറു മിൻ സുക്രിഹിം. അവർ ഉണർവിലാകുക എന്ന് പറയുന്നത് അവർ ലഹരിയിലാകുന്നതിനേക്കാളും ദ്രോഹമാണ്. അവർ ഉണർവിലായി കള്ളം കുടിക്കണ്ടെന്ന് അവരെ എണീറ്റ് നിർത്തിക്കഴിഞ്ഞാൽ അതാണ് മുസ്ലിമീങ്ങൾക്ക് ദ്രോഹം. ഫലാ ഖൈറ ഫീ ഇആനതിഹിം അലസ്സഹ്. അവരെ ലഹരിയില്ലാതെ അവരെ ഉണർച്ചയിൽ നിർത്തി അവരെ സഹായിക്കുക എന്ന് പറയുന്നതിൽ യാതൊരു ഖൈറുമില്ല. ബൽ ഖദ് യുസ്തഹബ്ബു ഔ യജിബു ദഫ്ഉ ശർറ ഹൗലാ ബിമാ യുംകിനു മിൻ സക്രി വഗൈരിഹിം ഫഹാദാ ഫീ ഹഖ്ഖിൽ കുഫാർ. കുഫാറുകളുടെ കാര്യത്തിൽ അവർ ഈ രൂപത്തിലൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ അങ്ങനെ ഒഴിവാകട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാളെ ഉപദേശിച്ച് അല്ലെങ്കിൽ അവരെ തടഞ്ഞ് അയാൾ അതിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് എപ്പോഴും ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ഇബ്നു തൈമിയ്യക്ക് ഈ തർത്താരികളുടെ സ്വഭാവം അറിയുന്നതുകൊണ്ടാണ് പറയുന്നത്. കാരണം ഇവരെ ഇതിൽ നിന്ന് ഒഴിവാക്കിയാൽ ഇവർ പിന്നെ മുസ്ലിമീങ്ങളുടെ പള്ളിയിലേക്ക് വന്ന് അവരെ ഇടങ്ങാറാക്കും, അവരെ അടിക്കാൻ നിൽക്കും. അവരെ ഈ ലഹരിയിൽ നിന്നൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ട് വലിയ ഷർറായിരിക്കും. അപ്പോൾ അവരവിടെ തന്നെ നിൽക്കലാണ് നമുക്ക് നല്ലത്. കാരണം അവരെ കൊണ്ട് വലിയ ഇടങ്ങാറുണ്ടാവുകയില്ല. മാത്രവുമല്ല, അവരിതൊക്കെ ഉപയോഗിച്ച പരസ്പരം തല്ലുകൂടി അവർ തമ്മിൽ തല്ലായിക്കോളും എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു തരാണ്. ഇവിടെ വലിയൊരു മസ്ലഹത്ത് പറയാണ്. അതായത് നമ്മൾ തിന്മ തടുക്കുന്ന സമയത്ത്, തിന്മ വിലക്കുന്ന സമയത്ത് അതിനേക്കാളും വലിയ ഷർറ് കൊണ്ടുവരാനുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യരുത്. ഉദാഹരണത്തിന് നമുക്ക് ഇവിടെയുള്ള ഒരു ഉദാഹരണം പറയാം. ഇവിടെ തൊട്ടടുത്തൊരു ദർഗയിൽ ഉറൂസ് നടക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. ഉറൂസ് നടക്കുന്നുണ്ട്. നമ്മൾ പോയി ആ ദർഗയിൽ പോയി ഉറൂസ് നടക്കുന്ന 4 ആൾ പോയിട്ട് അവിടെയുള്ള ആ കബറിൻ്റെ മേലുള്ള തുണിയൊക്കെ, പച്ച തുണിയൊക്കെ വലിച്ചെറിഞ്ഞ് അവിടെയുള്ള എണ്ണയൊക്കെ വലിച്ച് പുറത്തേക്ക് ചാടി വിചാരിക്കും. ഇതൊക്കെ തിന്മ വിരോധിക്കാമല്ലോ. എന്തായിരിക്കും അവിടെ സംഭവിക്കുക? കാരണം മനുഷ്യന്റെ ബുദ്ധിക്ക് യോജിക്കുന്ന കാര്യം തന്നെയാണ് അവിടെ സംഭവിക്കുക. ഉടനെ തന്നെ തൊട്ടടുത്തുള്ള എല്ലാ സലഫി മസ്ജിദിലേക്കും പ്രക്ഷോഭം വരും. അവിടെ വന്നുള്ള മസ്ജിദുകളൊക്കെ പൊളിക്കും. അവർക്ക് മസ്ജിദ് എന്നുള്ള ബോധമൊന്നും ഉണ്ടാവില്ല. അവരെ ദർഗേനേക്കാളും അവരും ഈ മസ്ജിദിനൊക്കെ ടോയ്ലറ്റായിട്ട് കാണുന്ന ആളുകളാണ് ഇവിടെയുള്ള സമസ്ത കുബൂരികൾ. അവർ ഇത് വന്ന് തകർക്കാനും ഇവിടെയുള്ള ആളുകൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കാൻ, ഇവിടെ ഒരു കലാപം ലഹളമൊക്കെ ഉണ്ടാക്കാൻ യാതൊരു മടി അവർക്കുണ്ടാവുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കുക. ഇത് ഈ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ള ഷർറ് തന്നെയാണ്. നാട് കാണിച്ചവരും ചില വിവരമില്ലാത്ത ആളുകൾ പോയി പൊളിച്ചു. അതൊന്നുമില്ലാത്തൊരു ചൊരായി കിടക്കുകയായിരുന്നു. പൊളിച്ചിട്ട് എന്തായി? അത് നന്നായി ഉഷാറായിട്ട് അവരുണ്ടാക്കി. അല്ലെ, അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണം. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇപ്പോൾ ചില എവിടെയെങ്കിലൊക്കെ ആരും കാണാത്ത ചില ദർഗകളൊക്കെ ഉണ്ടാവും. നമ്മൾ പോയി അവിടെ അത് തകർത്താൽ ചിലപ്പോൾ അവർ വലിയ ദർഗയായിട്ട് ഇനി വർഷാവർഷം ഉറൂസൊക്കെ നടത്തിയിട്ട് ഉഷാറാക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മൾ ആ തിന്മ വിരോധിക്കുന്ന സമയത്ത്
അതിനേക്കാളും വലിയ ഷർറാണോ അവിടെ ഉണ്ടാകാൻ പോകുന്നത് എങ്കിൽ ആ തിന്മ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അദ്ദേഹം പറയാണ്, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹ് പറയുന്നത് കാണാൻ സാധിക്കും, ഇൻകാറുൽ മുൻകരി 40 ദറജാത്ത്, തിന്മകളെ തടുക്കുക എന്ന് പറയുന്നത് 4 ദർജകളുണ്ട്. ഒന്നാമത്തേത് ഒരു തിന്മയെ പൂർണ്ണമായി തടുത്തിട്ട് അതിന് പകരമായിട്ട് നല്ല നന്മ അവിടെ കൊണ്ടുവരാൻ സാധിക്കുക. രണ്ടാമത്തേത് പൂർണ്ണമായി തിന്മ ഇല്ലാതാക്കാൻ പറ്റുമില്ലെങ്കിൽ തിന്മ കുറക്കാനെങ്കിലും സാധിക്കുക. മൂന്നാമത്തേത് ഒരു തിന്മ പോയിട്ട് വേറൊരു തിന്മ വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ തടുക്കാൻ പറ്റും, പക്ഷെ വേറൊരു തിന്മ അവിടെ വരും. നാലാമത്തേത് തിന്മയെ തടുത്താൽ അതിനേക്കാളും വലിയ തിന്മ വരും. ഇതിലാദ്യം പറഞ്ഞ 2 കാര്യങ്ങളും നമുക്ക് ശരീഅത്തിൽ മശ്റൂ ആണ്, നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അഥവാ തിന്മയെ പൂർണ്ണമായി ഇല്ലാതാക്കുക, അല്ലെങ്കിൽ തിന്മ കുറച്ചെങ്കിലും കുറക്കാൻ സാധിക്കുക, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം. മൂന്നാമത്തേത് അദ്ദേഹം പറയുന്നു മൗദു ഇജ്തിഹാദാണ്. കാരണം ഒരു തിന്മ പോയിട്ട് വേറൊരു തിന്മ വരും. ഇതിലേത് തിന്മയാണ് മുസ്ലിം ഉമ്മത്തിന് ഷർറ് കുറവ് എന്നുള്ളത് പഠിച്ചിട്ടേ അത് ചെയ്യാൻ പറ്റുള്ളൂ. നാലാമത്തെ ചെയ്യൽ ഹറാമാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം ചെറിയ തിന്മ പോയി തടുത്തിട്ട് വലിയ തിന്മ നമ്മൾ കൊണ്ടുവന്നാൽ ചിന്തിച്ചു നോക്കൂ, നമ്മൾ ഓരോരുത്തരും നമുക്ക് ബാധ്യതയുള്ള കാര്യമാണ്. നമ്മൾ കുറച്ച് ആളുകൾ തൗഹീദിന്റെ ക്ലാസ്സൊക്കെ മനസ്സിലാക്കി, കിതാബ് തൗഹീദൊക്കെ പഠിച്ചു, ദർഗകളെ കുറിച്ചിട്ടൊക്കെയുള്ള ശക്തമായ താക്കീതുകളൊക്കെ മനസ്സിലാക്കി. നമ്മൾ തീരുമാനിക്കണം, 4 ആൾക്കാർ പോയി തൊട്ടടുത്തുള്ള സമസ്ത ദർഗയിൽ പോയി അടുത്ത കല്ലൊക്കെ ഇളക്കി കളയാം എന്ന് നമ്മൾ തീരുമാനിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? അത് വലിയ ഫിത്നയായി തീരും. എന്നാൽ ഒരു ഇസ്ലാമിക ഭരണകൂടം ഉണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യമാണ്. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കീഴിലുള്ള ആളുകളെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഇസ്ലാമിക ഭരണകൂടം ഉണ്ട് എങ്കിൽ ആ ഫിത്ന ഉണ്ടാവുകയില്ല. കാരണം ഭരണം കയ്യിലുണ്ട്, ആർക്കുമെതിരെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന കാര്യം വരും. അതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇപ്പൊ ചിലർ ഡൈസൊക്കെ ശത്രന്തൊക്കെ വെച്ചിട്ട് ചില ആളുകൾ ഇങ്ങനെ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലൊക്കെ ഏതെങ്കിലും രൂപത്തിലുള്ള അങ്ങനെയുള്ള കളികളൊക്കെ ഉണ്ടാവും. ലോട്ടറിയോ അല്ലെങ്കിൽ കാർഡ്സ് ഒക്കെ വെച്ചിട്ടൊക്കെ കളിക്കുന്നുണ്ടാവും. അവിടെ പണ്ഡിതന്മാർ ഉദാഹരണം പറയാം. അവരതിനെ എതിർത്തിട്ട് അവരതിനേക്കാളും മോശത്തിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ അവരതിനേക്ക് എതിർക്കാതിരിക്കുകയാണ് നല്ലത്. എന്നാൽ അവരെ നന്മയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളത് പോയി എതിർക്കുക. ഏതൊരു തിന്മ എതിർക്കുന്ന സമയത്തും അതിന്റെ വരും വരായികകളെക്കുറിച്ച് നമ്മൾ ശരിക്കും പഠിക്കേണ്ടതുണ്ട്. ഇവിടെ പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അതൊന്നുകിൽ യഖീനോടുകൂടി അല്ലെങ്കിൽ ഗലബത്തുള്ളൻ, അതായത് ഒന്നുകിൽ ഉറപ്പാണ് ഷർറുണ്ടാകും, അപ്പോഴാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ഏതാണ്ട് ഷർറുണ്ടാകുമെന്ന് അറിയാം, അപ്പോഴാണ് ഒഴിവാക്കേണ്ടത്. അതല്ലാതെ ഏത് തിന്മ വിരോധിക്കുന്ന സമയത്തും അതിനേക്കാളും ഫിത്ന ഉണ്ടാകുമെന്ന് പറഞ്ഞ് പേടിച്ചുകൊണ്ട് തിന്മ വിരോധിക്കുക എന്ന് പറയുന്ന കാര്യത്തിൽ നിന്ന് വിട്ടു നിൽക്കാനല്ല ഈ പറയുന്നത്. മറിച്ച് നമ്മൾ അവിടെയുള്ള വരും വരായികൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ അതിനേക്കാളും വലിയൊരു ഫിത്ന നമ്മുടെ ഒരു സംസാരം കൊണ്ട്, നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ട് ഉണ്ടാകാൻ പാടില്ല. ഈ പറഞ്ഞ പ്രവൃത്തികളെല്ലാം സംസാരത്തിലും ബാധകമാണ്. നമ്മൾ പറയുന്ന വാക്കുകളും പറയുന്ന കാര്യങ്ങളൊക്കെ അതിനേക്കാൾ വലിയൊരു കുഴപ്പം നാട്ടിലുണ്ടാകുമെന്ന് കണ്ടാൽ ചില കാര്യങ്ങളെ തൊട്ട് മിണ്ടാതിരിക്കാൻ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പറയുന്ന രീതി വേറൊരു നിലക്കാക്കുക എന്നുള്ളതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 5ാമത്തെ കാര്യമായി പറയുന്നത് لا يجوز للآمر بالمعروف أو أن يأمر إلا بما يعلم أنه معروف ولا يجوز له أن ينهى إلا عما يعلم أنه منكر. നന്മ കൽപ്പിക്കുന്നവനെ നന്മയാണ് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം, തിന്മ വിരോധിക്കുന്ന തിന്മയാണ് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം, നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യത്തിന്റെ പിന്നിൽ നിങ്ങൾ പോകരുത്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, തീർച്ചയായും നിങ്ങളുടെ കാതും നിങ്ങളുടെ ചെവിയും അതുപോലെ നിങ്ങളുടെ കാഴ്ചയും നിങ്ങളുടെ ഹൃദയവുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുന്നതാണ്. അല്ലാഹുവിന്റെ ദീനിൽ വലാ തഖൂലു ലിമ തസിഫു അൽസിനതുകുമുൽ കദിബ് ഹാദാ ഹലാൽ വഹാദാ ഹറാം ലിതഫ്തറു അലല്ലാഹിൽ കദിബ്, ദീനിൽ ഇന്ന കാര്യം ഹലാലാണ് ഇന്ന കാര്യം ഹറാമാണ് എന്ന് നിങ്ങൾ അങ്ങനെ വെറുതെ പറയരുത്. ദീന് ശരിക്കും പഠിച്ചിട്ട് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. അത് വളരെ ഗൗരവമുള്ള കാര്യം. ഇപ്പം നന്മ കൽപ്പിക്കുന്ന ആക്കിയത് നന്മയാണെന്ന് അറിയണം, ഇല്ലെങ്കിൽ നന്മയാണെന്ന് പറഞ്ഞിട്ട് ആളുകളോട് പറയുന്നത് പല ബിദ്അത്തുകളായിരിക്കും, ചിലപ്പോൾ ശിർക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ നന്മ കൽപ്പിക്കുന്ന ആളുകൾ ഇൽമ് അത്യാവശ്യമാണ്. തിന്മ വിരോധിക്കുന്ന സമയത്ത് അത് ഹറാമാണ് എന്നതും വളരെ അത്യാവശ്യമാണ്. അബു സനാബിൽ അദ്ദേഹത്തിന്റെ ചരിത്രം കാണാൻ സാധിക്കും. ഒരിക്കൽ അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു സ്ത്രീ, അവളുടെ ഭർത്താവ് മരണപ്പെട്ടുപോയി. ഭർത്താവ് മരണപ്പെട്ടപ്പോൾ അവൾ പ്രസവിച്ചു കഴിഞ്ഞാൽ തന്നെ അവളുടെ ഇദ്ദ കഴിയുന്നതാണ്. അവൾക്ക് 4 മാസം 10 ദിവസം ഒന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അബു സനാബിൽ അദ്ദേഹം പറഞ്ഞു, ഈ 4 മാസം 10 ദിവസം ഇരിക്കണം എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഉയർത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കദബ അബു സനാബിൽ, അതും അബു സനാബിൽ കളവാണ് പറഞ്ഞത്. അറബി ഭാഷയിൽ കെദബ എന്ന് പറയുന്ന പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സഹാബികളുടെ പേരിലൊക്കെ പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക. കെദബ എന്ന് പറയുന്ന വാക്കിന് അതിന് അഖ്തഅ എന്നുള്ള അർത്ഥം കൂടിയുണ്ട്, തെറ്റുപറ്റി എന്നുള്ള അർത്ഥവും കൂടിയുണ്ട്. അബു സനാബിൽ തെറ്റുപറ്റി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തമായി പറയാൻ. കാരണം അദ്ദേഹം അത് പഠിച്ചിട്ടില്ല. അദ്ദേഹം ഇവര്
ഇതൊന്നും ഒഴിവായി വരാൻ, ഇദ്ദയിൽ നിന്ന് ഒഴിവായി വരാൻ പോകുന്ന സമയത്താണ് ഇദ്ദേഹം പറയുന്നത് പോയി ഇദ്ദയിരിക്കാൻ. 4 മാസം ആയിട്ടില്ല. ചിലപ്പോൾ ഒരു സ്ത്രീ 1 മാസം കൊണ്ട് തന്നെ പ്രസവിച്ച ആളുടെ ഇദ്ദ കഴിഞ്ഞു, 1 മാസം അവൾക്ക് ഇദ്ദുള്ളൂ. ഭർത്താവ് മരണപ്പെട്ടു 1 മാസം കൊണ്ട് അവൾ പ്രസവിച്ചാൽ അവളുടെ ഇദ്ദ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നന്മയാണോ തിന്മയാണോ എന്നുള്ള കാര്യം സഹോദരങ്ങളെ വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ട് പറയാൻ പാടുള്ളൂ എന്നുള്ളതാണ്. 6ാമത്തെ കാര്യം അൽ അസ്ലു ഫിൽ അംരി ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകരി അർരിഫ്ഖു വല്ലീൻ. നന്മ കൽപ്പിക്കുമ്പോഴും തിന്മ വിരോധിക്കുമ്പോഴും ഏറ്റവും ആദ്യം വേണ്ടത് റിഫ്ഖോടുകൂടി, ലീനോടുകൂടി, നൈർമല്യത്തോടുകൂടി പറയാന്നുള്ളതാണ്. നമ്മളൊരാളെ വിരോധിക്കുകയാണ്, തിന്മ വിരോധിക്കുക, ആ തിന്മയോടുള്ള എല്ലാ ദേഷ്യവും തിന്മ ചെയ്യുന്നവനോട് പോയി കാണിക്കരുത്. നമുക്ക് തിന്മ ചെയ്യുന്നവനോട് വെറുക്കണ്ട എന്നുള്ളതല്ല, ആ തത്വമല്ല ഈ പറയുന്നത്. അല്ലെ, ചില ആളുകൾ അങ്ങനെ തെറ്റായ തത്വം പറയും. നമുക്ക് തിന്മയോടെ ആ ആളോട് വെറുപ്പുണ്ടാവേണ്ടതില്ല. ബുദ്ധിപരമായും ശർഈയായും വളരെ തെറ്റായ കാര്യമാണ്. കള്ളുടിക്കുന്നവരോട് നമുക്ക് വെറുപ്പില്ല, കള്ളിനോട് മാത്രം. കള്ളെന്ത് തെറ്റായത്? ഇവൻ കുടിച്ചിട്ടല്ലേ അവൻ കള്ളുടിയനായത്? സഹോദരങ്ങൾ, അത് വലിയ ബുദ്ധിപരമായി തന്നെ തെറ്റായ കാര്യമാണ്. അതല്ല പറയുന്നത്. മറിച്ച് നമുക്ക് അയാളോടുള്ള ദേഷ്യം നമ്മുടെ മനസ്സിലുണ്ടാകും. പക്ഷേ നമ്മൾ അയാളോട് ആ കാര്യം വിലക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? വളരെ നൈർമല്യമായി, വളരെ സോഫ്റ്റ് ആയിട്ട് വേണം സംസാരിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലാഹു പറഞ്ഞല്ലോ, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് താങ്കൾക്ക് അവരോട് വളരെ നൈർമല്യത്തോടു കൂടി പെരുമാറാൻ സാധിച്ചത്. വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബി ലം ഫദ്ദു മിൻ ഹൗലിക്. താങ്കളെങ്ങാനും പരുഷ സ്വഭാവിയായി, കഠിന ഹൃദയമായി താങ്കൾ അവരോട് പെരുമാറുമായിരുന്നെങ്കിൽ ലൻ ഫദ്ദു മിൻ ഹൗലിക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും നിന്നും സഹാബികൾ തന്നെ അകന്നു പോകുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറയാണ്. അതുകൊണ്ട് ഫഅഫു അൻഹും, അവരോട് വിട്ടുവീഴ്ച നൽകുക. വസ്തഗ്ഫിർ ലഹും, അവരോട് ഇസ്തിഗ്ഫാർ തേടാൻ പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല ബാക്കി പറയാം. അതുപോലെ ഖുർആനിൽ കാണാം, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന. നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കേണ്ടത് ഹിക്മത്തോടുകൂടി, ഇൽമോടുകൂടിയും അതുപോലെ മൗഇദത്തുൽ ഹസന വേണം. നല്ല രീതിയിലുള്ള ഉപദേശങ്ങളാണ് അവർക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ തിന്മ വിരോധിക്കുന്ന സമയത്തും നന്മ കൽപ്പിക്കുന്ന സമയത്തും നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. പലരും ഇത് ശ്രദ്ധിക്കൂല. ആരെങ്കിലുമൊക്കെ അത് നമ്മൾ വീട്ടിൽ നിന്ന് മുതൽ തുടങ്ങേണ്ട കാര്യം തന്നെയാണ്. നമ്മൾ വീട്ടിൽ മുതൽ, നമ്മുടെ ഭാര്യയ്ക്ക് വിവരമില്ല, ഭാര്യ നമ്മൾ ഇപ്പോൾ അങ്ങനെ പലർക്കും ഉണ്ടാകുന്ന അവസ്ഥയാണ് സഹോദരങ്ങൾ. നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. ചിലപ്പോൾ ഭർത്താവ് നല്ല രീതിയിൽ ക്ലാസ്സൊക്കെ കേട്ട് നല്ല സലഫിയത്തൊക്കെ ഉഷാറായി മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഭാര്യയെ സംബന്ധിച്ചിടത്തോളം സാധു ക്ലാസ്സിലൊന്നും വരലുമില്ല, ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ പല വീഴ്ചകളുണ്ടാകും. അപ്പോൾ നമുക്ക് ഈ ക്ലാസ് എന്ന് കേട്ട ഊർജ്ജമൊക്കെ ആയിട്ട് നേരെ പോയി ഭാര്യ ഭയങ്കര ചീത്തയും എന്താണ് വിചാരിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഭാര്യയോട് വളരെ മോശമായി പെരുമാറുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കുക. നമുക്ക് ഈ വിഷയത്തിലുള്ള സലഫിയത്ത് നമ്മൾ ഉൾക്കൊണ്ടിട്ടില്ല. മറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല പറൻ ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി ലം ഫദ്ദു മിൻ ഹൗലി. താങ്കൾ പരുഷ സ്വഭാവിയായിരുന്നെങ്കിൽ, കഠിന ഹൃദയമായിട്ടാണ് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ആളുകൾ താങ്കളിൽ നിന്നും അകന്നു പോകുമായിരുന്നു എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ അസ്ൽ, അടിസ്ഥാനം. എങ്ങനെ? ബിദ്അത്തുകാരോട് ഇങ്ങനെ തന്നെ, മുശ്രിക്കുകളോട് ഇങ്ങനെ തന്നെ. അവർ ഹിദായത്തിലേക്ക് ക്ഷണിക്കുന്ന സമയത്ത് ഏറ്റവും നല്ല രീതിയിലാണ് നമ്മൾ ക്ഷണിക്കുക. കാരണം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവർ ഹക്കിലേക്ക് വരിക എന്നുള്ളതാണ്. ബാത്തിൽ ഉപേക്ഷിച്ച് സത്യത്തിലേക്ക് വരിക എന്നുള്ളതാണ്. ആ ലക്ഷ്യത്തിന് തടസ്സമാകുന്ന രൂപത്തിലുള്ള സ്വഭാവം നമ്മളിൽ ഉണ്ടായാൽ സഹോദരങ്ങളെ അത് വലിയ രീതിയിൽ നമ്മുടെ ദഅവത്തിനെ ബാധിക്കും. അത് സോഷ്യൽ മീഡിയയിൽ ഹാൻഡിൽ ചെയ്യുന്ന ആളുകളാകട്ടെ, അതല്ലെങ്കിൽ മറ്റ് നേർക്ക് നേരെ സംസാരിക്കുന്ന ആളുകളാകട്ടെ, ശരിക്കും ശ്രദ്ധിക്കണം. കാരണം നിങ്ങളുടെ ഒരാളുടെ പ്രവൃത്തി മതി ഒരു സമുദായത്തെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ മൊത്തം ആളുകൾ തെറ്റായി ധരിക്കാൻ. ഒരാളുടെ പ്രവൃത്തി മതി, അല്ലേ? ഇപ്പൊ സലഫികളുടെ കൂട്ടത്തിൽ ഒരാൾ ഈ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ തെറ്റിയത് സലഫികൾ എന്ന് പറഞ്ഞ ആളുകളൊക്കെ ഇങ്ങനെയാണ് എന്ന് പറയും. അത് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നമ്മൾ ഒരാളെ കൊണ്ടൊരു വലിയൊരു വിഭാഗത്തിൽ, ഹക്കിന്റെ ഒരു കക്ഷികൾക്ക് ഒരു വലിയ ഷർറുണ്ടാകുക എന്ന് പറയുന്നത്, ആളുകൾ അവരെക്കുറിച്ച് തെറ്റിദ്ധരിക്കുക എന്ന് പറയുന്നത് എത്ര ഗൗരവമുള്ള കാര്യമാണ്. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നാൽ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിസ്ഥാനം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ശരീഅത്തിൽ ചില സാഹചര്യങ്ങളിൽ വളരെ ഗൗരവത്തിൽ പറയേണ്ടതായ കാര്യം തന്നെയുണ്ട്. അത്തരത്തിൽപ്പെട്ടതാണ് ദീനുൽ ഇസ്ലാമിനെ കരിവാരി തേക്കുന്ന ബിദ്അത്തുകാരായ നേതാക്കന്മാരായ ആളുകളുണ്ടാകും. അവരെക്കുറിച്ച് താക്കീത് ചെയ്യേണ്ടതായ സന്ദർഭങ്ങൾ ദീനുൽ ഇസ്ലാമിലുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ അവരെ താക്കീത് ചെയ്യുക എന്നുള്ളത് അഹ്ലുസുന്നത്തിന്റെ ഇജ്മാ ഉള്ള വിഷയമാണ്. അവരെ വളരെ കൃത്യമായി താക്കീത് ചെയ്യേണ്ടതുണ്ട്. കാരണം ചില ആളുകൾ ദീനുൽ ഇസ്ലാമിൽ അസ്ൽ റിഫ്ഖാണ്, നൈർമല്യമാണ് എന്ന അടിസ്ഥാനം പഠിപ്പിച്ചിട്ട് എല്ലാ ബിദ്അത്തുകാരോടും സോഫ്റ്റ്, ദീനുൽ ഇസ്ലാമിലെ ആളുകളെ ഷിർക്കിലേക്ക് ക്ഷണിക്കുന്ന, ബിദ്അത്തുകളിലേക്ക് ക്ഷണിക്കുന്ന ഈ ആളുകളൊക്കെ പുകഴ്ത്തുക, അല്ലെങ്കിൽ ഈ ആളുകൾ താക്കീത് ചെയ്യാതിരിക്കുക. സഹോദരങ്ങളെ, ഒരിക്കലും അത് ശരിയായിട്ടുള്ള കാര്യമല്ല. മറിച്ച്
അവരെക്കുറിച്ച് വളരെ കൃത്യമായി താക്കീത് ചെയ്യുക എന്നുള്ളത് ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഷാത്തിബി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഇഅ്തിസാമിൽ ബിദ്അത്തുകാർക്കെതിരെ ശക്തമായി എഴുതിയ അദ്ദേഹത്തിന്റെ രചനയാണ്. അദ്ദേഹം പറയാൻ حين تكون الفرقة تدعو إلى ضلالتها وتزيينها في قلوب العوام ومن لا علم عنده فإن ضرر هؤلاء على المسلمين كضرر إبليس. ഈ പറയുന്ന ഫിർഖത്തുകൾ, ദീനിൽ നിന്ന് തെറ്റിച്ചു കളയുന്ന ആളുകൾ, അവർ ദലാലത്തിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ അല്ലെങ്കിൽ അവരെ ജനങ്ങളെ ഇതൊക്കെ ഭംഗിയാക്കി കാണിക്കുന്ന സമയത്താണ്, ജനങ്ങൾക്കാണെങ്കിൽ ഒന്നും അറിവില്ല, അത് ഇബ്ലീസിനേക്കാളും ഈ ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ആളുകളാണ്. വഹും മിൻ ഷയാത്തീനിൽ ഇൻസ്, അവർ മനുഷ്യരുടെ കൂട്ടത്തിൽപ്പെട്ട പിശാചുക്കളാണ്. ഫലാ ബുദ്ദ മിനത്ത് തസ്രീഹി ബിഅന്നഹും മിൻ അഹ്ലിൽ ബിദ്അഇ വദ്ദലാല, അവർ ബിദ്അത്തിന്റെയും ദലാലത്തിന്റെയും ആളുകളാണ് എന്ന് തസ്രീഹായി അവരെക്കുറിച്ച് പറയുക എന്നുള്ളത് അത് നിർബന്ധമുള്ള കാര്യമാണ്. വനിസ്ബത്തുഹും ഇലൽ ഫിറഖി ഇദാ ഖാമത്തി ശുഹൂദ് അലാ അന്നഹും മിൻഹും, അവർ ഇന്ന ബിദ്അത്തിന്റെ ആളുകളാണ്, അവർ ഖുബൂരികളാണെങ്കിൽ ഖുബൂരികൾ തന്നെയാണ്, ഖവാരിജുകളാണെങ്കിൽ ഖവാരിജുകൾ തന്നെയാണ് ഇന്നത് അവരെക്കുറിച്ച് പറയുക എന്നുള്ളത് അത്യാവശ്യമാണ്. ഫമിസ്ലു ഹൗലായി ലാ ബുദ്ദ മിൻ സിക്രിഹിം വതശ്രീദി ബിഹിം, ഇത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് പറയുക, മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഗൗരവത്തിൽ പറയുന്നത് മഹാന്മാരായ മുൻഗാമികൾ പറഞ്ഞു തരാണ്. കാരണം ഈ അസ്സല് മനസ്സിലായിട്ടില്ലെങ്കിൽ ചിലർ അവർ വലിയ തെറ്റിദ്ധരിക്കുക. സലഫികളായ ആളുകൾ വന്നിട്ട് ഏതെങ്കിലുമൊക്കെ ബിദ്അത്തുകാരെ, ഷിർക്കിന്റെ ആളുകളൊക്കെ അവരെന്തെങ്കിലുമൊക്കെ ദലാലത്ത് പറയുമ്പോൾ അവരെ പേരെടുത്തിട്ട് ഒരാൾ വിമർശിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾ പറയും, ഓ ദീൻ എന്ന് ഇങ്ങനെയൊക്കെ പേരൊക്കെ പറയാവോ, ഇതൊക്കെ ഗീബത്തല്ലേ. സഹോദരങ്ങൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കുക. ഇത്തരം ബിദ്അത്തുകാരായ ആളുകൾ ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന സമയത്ത് അവരെ കൃത്യമായി പേര് പറഞ്ഞ് താക്കീത് ചെയ്യുക എന്നുള്ളത് ബിദ്അത്തിൽപ്പെട്ട കാര്യമല്ല. ഇത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ ഇജ്മാ ഉള്ള വിഷയമാണ്. അതിനാരും ഗീബത്തെന്ന് പറയാറില്ല. മറിച്ച് അവരെക്കുറിച്ച് ഷാത്തിബി റഹിമഹുല്ല പറഞ്ഞിട്ടുള്ളത് അവർ ഇബ്ലീസിനേക്കാളും ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ആളുകളാണ്. അവരുടെ പേരുകൾ പറയുക എന്നുള്ളത് നിർബന്ധമാണ്. ഇവിടെ ഇത്തരം പേരുകൾ പറയുക എന്നുള്ളത് സ്വാഭാവികമായും ചില ഷർറുകൾ ഉണ്ടാക്കുക എന്നുള്ളത് കാര്യമാണ്. പക്ഷേ അതിനേക്കാളും വലിയ ഷർറാണ് ഇവരെക്കുറിച്ച് നമ്മൾ മിണ്ടാതെ നിന്ന് കഴിഞ്ഞാൽ ഈ മുസ്ലിം സമുദായം മൊത്തം ദലാലത്തിന്റെ വഴികേടിന്റെ വഴിയിലേക്ക് പോകും, അവർ ഷിർക്കിന്റെയും ബിദ്അത്തിന്റെയും വഴികേടിലേക്ക് പോകുമെന്നുള്ളത് വളരെ അതിനേക്കാളും വലിയ ദററാണ്. അതുകൊണ്ട് ഇത്തരം സംസാരങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായും സമൂഹത്തിൽ ചില ശിഥിലമായ ചില പ്രശ്നങ്ങളൊക്കെ ഈ രൂപത്തിൽ ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ അത് വലിയൊരു ഷർറിനെ തടയുന്നതിന് വേണ്ടി ഈ ചെറിയ ഷർറിനെ നമ്മൾ മുന്നോട്ട് വെക്കുകയാണ് എന്ന് ശേഷം ഷാത്തിബി റഹിമഹുല്ല പറഞ്ഞത് കാണാൻ സാധിക്കും. അതുകൊണ്ട് അസ്ല് റിഫ്കാണെങ്കിലും ഇത്തരം ചില സാഹചര്യങ്ങൾ പേരെടുത്ത് പറയേണ്ട കാര്യങ്ങളെ പേരെടുത്ത് പറയുക എന്നുള്ളത് സഹോദരങ്ങളെ അത് മനസ്സിലാക്കുകയാണ്. ഉഖ്ബത്ത് ബിൻ അൽഖമ റഹിമഹുല്ല അദ്ദേഹം പറയാൻ, കുന്തു ഇൻദ അർത ഇബ്നുൽ മുൻദിർ ഫഖാല ബഅദു അഹ്ലിൽ മജ്ലിസ് മാ തഖൂലൂന ഫി റജുൽ യുജാലിസു അഹ്ലു സുന്ന വയുഖാലിതുഹും. ഞാൻ അർത ഇബ്നുൽ മുൻദിറിന്റെ അടുക്കലാണ്. കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, ഈ വ്യക്തിയെ കുറിച്ച് അഭിപ്രായം എന്താണ്? അയാൾ അഹ്ലുസുന്നത്തിന്റെ ആളുകളുടെ അടുക്കലും ഇരിക്കുന്നുണ്ട്, ബിദ്അത്തുകാരുടെ കൂടെയും പോയി ഇരിക്കുന്നത് കാണുന്നുണ്ട്. എന്താണ് അയാളെ കുറിച്ച് പറയേണ്ടത്? അയാളോട് ഫഇദാ ദുക്കിറ അഹ്ലുൽ ബിദ്അ ഖാല ദഅൗനാഹും മിൻ ദിക്രിഹിം ലാ തദ്കുറുഹും. അയാളോട് ബിദ്അത്തുകാരെ കുറിച്ച് ചോദിച്ചാൽ അയാൾ പറയും, നിങ്ങൾ അവരെ കുറിച്ചിട്ടൊന്നും പറയണ്ട, അയാൾ ഒഴിവാക്കിയേക്ക് എന്ന രൂപത്തിൽ പറയുന്നത് കാണാൻ സാധിക്കും. അർത്ത റഹിമഹുല്ല പറഞ്ഞു, ഹുവമിൻഹും, അങ്ങനെ പറയുന്ന സുന്നത്തിന്റെയും ബിദ്അത്തിന്റെയും കൂടെ മാറി മാറി ഇരിക്കുകയും ബിദ്അത്തുകാരെ കുറിച്ച് പറയുമ്പോൾ ഒന്നും മിണ്ടണ്ട എന്ന് പറയുന്നവൻ ഹുവമിൻഹും ലാ യുലബ്ബിസു അലൈക്കും അംറു, അവന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു തൽബീസ് ഉണ്ടാകണ്ട, നിങ്ങൾക്ക് അത് ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കേണ്ടതില്ല എന്നുള്ള കാര്യം. അങ്ങനെ ഇദ്ദേഹം പറയാണ്, ഫഖദ്ദിംതു അലൽ ഔസാഇ, ഞാൻ ഔസാഇ റഹിമഹുല്ലയുടെ അടുക്കലേക്ക് പോയി. വകാന കശാഫൻ ലിഹാദിഹിൽ അഷ്യ, ഇത്തരം കാര്യങ്ങളെ പൊളിച്ചു കളയുന്ന ആളാണ് ഇമാം ഔസാഇ റഹിമഹുല്ല. അദ്ദേഹം പറഞ്ഞു, സദഖ അർത വൽ ഖൗലു മാ ഖാൽ, അർത പറഞ്ഞതാണ് സത്യം. ഇത്തരക്കാരായ ആളുകൾ അവരെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തു വേണ്ടതില്ല, സംശയം വേണ്ടതില്ല, അവനും ബിദ്അത്തുകാരുടെ കൂട്ടത്തിൽ കൂട്ടണം. അർത റഹിമഹുല്ല പറഞ്ഞതാണ് ശരി എന്നുള്ളത് ഔസാഇ റഹിമഹുല്ല പറയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ചില സമയത്ത് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സമസ്തക്കാരെയും ജമാഅത്തെ ഇസ്ലാമിയും ഇതുപോലെയുള്ള പലരെയും പേരെടുത്തിട്ട് തന്നെ വിമർശിക്കുക എന്നുള്ളത് സഹോദരങ്ങൾ നമ്മൾ ചെയ്യുന്നത് അത് ആളുകളെ താക്കീത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എന്തിനാണ് ഇങ്ങനെ? കാദവർ മുസല്ലിയാർ അയാൾ വലിയ അത്ര ഇബ്ലീസിനേക്കാളും ഷർറുണ്ടാക്കുന്നവനാണ്. ഇത്തരത്തിലുള്ള ആളുകളെ കുറിച്ചിട്ടൊക്കെ ആളുകൾ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സഹോദരങ്ങളെ അത് ആളുകളെ ജനങ്ങൾ അതിൽ നിന്നും തടയുന്നതിന് വേണ്ടിയിട്ടാണ്. ജനങ്ങൾ അയാളുടെ ഫിത്നയിൽപ്പെട്ടു പോകുന്നതിൽ നിന്നും അവരെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. അതല്ലാതെ നമ്മൾ ഇന്ന ആളോട് ഒരു എന്തെങ്കിലുമൊക്കെ അയാളുടെ പേഴ്സണലായ കാര്യത്തിൽ നമുക്ക് ദേഷ്യം ഉണ്ടായിട്ടോ ഒന്നുമല്ല, മറിച്ച് അയാളുടെ ദീനിനോടാണ് നമുക്ക് വെറുപ്പ്. അയാൾ കൊണ്ടുവരുന്ന ദീനിനോടും അതുപോലെ അയാൾ പ്രചരിപ്പിക്കുന്ന ദീനിനോടുമാണ് വെറുപ്പ്. അത് ജനങ്ങളോട് നസീഹത്തിൽപ്പെട്ടതാണ്, അവരോടുള്ള ഗുണകാംക്ഷയിൽപ്പെട്ടതാണ്. അവർക്ക് ഉപദ്രവം ഉണ്ടാകുന്ന കാര്യങ്ങളിൽ നിന്നും അവരെ തടുക്കുക, അവർക്കത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്.
എട്ടാമത്തെ കാര്യമായി പറയുന്നത് യജിബു ഖബ്ല ഇൻകാരിൽ മുൻകർ അൻ യഅലമൽ മുൻകിറു അന്ന സാഹിബൽ മുൻകറ വാഖിഉൻ ഫീഹി. നമ്മൾ കൽപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വിരോധിക്കുന്ന സമയത്ത് ആ കൽപ്പിക്കുന്നവൻ അല്ലെങ്കിൽ വിരോധിക്കുന്നവൻ മനസ്സിലാക്കേണ്ട കാര്യമാണ് അയാൾ ശരിക്കും ആ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അല്ലാഹു തആല പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനു. ഏതെങ്കിലും ഒരു അധർമ്മകാരി ഒരു വാർത്തയുമായി വന്നു, വിശ്വസിക്കാൻ കൊള്ളുന്ന ആളൊന്നുമല്ല, സിഖത്തൊന്നുമല്ല, ഇങ്ങനെ ഒരാൾ വന്ന് വാർത്ത പറയുന്ന സമയത്ത് നേരങ്ങോട്ട് കേൾക്കാൻ പാടില്ല. ഫതബയ്യനു, ശരിക്കും അന്വേഷിച്ചറിയണം, വ്യക്തമാക്കി അറിയണം. അതിനു മുമ്പ് അയാൾക്കെതിരെ പ്രസ്താവന ഇറക്കുക, അയാൾക്കെതിരെ താക്കീത് ചെയ്യുക, ഇത് പാടില്ല. ഇത് പലപ്പോഴും സലഫികൾക്കിടയിൽ അല്ലെങ്കിൽ അത്തരം പലപ്പോഴും ഉണ്ടാക്കുന്ന ആളുകൾക്കിടയിലൊക്കെ ഉണ്ടാകുന്ന വലിയൊരു ഫിത്നയിൽപ്പെട്ടുള്ള കാര്യമാണ്. അത് ശരിക്കും ഒരിക്കലും സഹോദരങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നീക്കങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം മക്കയിലുള്ള ആളുകൾക്ക് ഒരു കത്ത് മുഖേന എഴുതിയൊരു സംഭവമുണ്ട്. ആ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. യഥാർത്ഥത്തിൽ അത് മുസ്ലിമീങ്ങൾക്കെതിരെ കുഫാറുകളെ സഹായിക്കുക എന്നുള്ള ഗണത്തിൽപ്പെടുത്തി അദ്ദേഹത്തെ നവാഖിബുൽ ഇസ്ലാമിൽപ്പെട്ട ഇന്ന് പുറത്തു പോകുന്ന ഒരു കാര്യത്തിൽപ്പെടുത്തി അദ്ദേഹത്തെ പുറത്താക്കാമായിരുന്നു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ചോദിച്ചു, മാ ഹമലക അലാ ദാലിക്, ഹാത്തിബ് എന്താണ് താങ്കൾ ഇത് ചെയ്യാൻ കാരണം? പിന്നീട് അദ്ദേഹം കാര്യം വ്യക്തമാക്കി. അദ്ദേഹത്തിന് ചില കുടുംബങ്ങൾ എന്തുണ്ട്, മക്കയിലുണ്ട്, അവരെ രക്ഷപ്പെടുത്താൻ മാത്രം അദ്ദേഹം ഉദ്ദേശിച്ചിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ എഴുതിയതാണ്. അതല്ലാതെ അവിടെയുള്ള മുശ്രിക്കുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ തിരിഞ്ഞതോ ആയിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചോദിച്ച വാക്കിൽ നിന്നും മാ ഹമലക അലാ ദാലിക്, ഹാത്തിബിനോട് ചോദിച്ചു എന്താണ് ഈ കാര്യം? ഒരാളുടെ ഒരു നിലപാട്, ഒരാൾ സംസാരം കേട്ട് കഴിഞ്ഞാൽ, ഒരാളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അയാളെക്കുറിച്ച് ഇന്നത് ചെയ്തു അല്ലെങ്കിൽ ചെയ്തില്ല എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ കാരണമെന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ടല്ലാതെ സഹോദരങ്ങളെ അതിനെതിരെ പറയുക, അതിനെതിരെ സംസാരിക്കുക എന്നുള്ളത് ചെയ്യരുത്. കാരണം വലിയ കുഴപ്പത്തിലേക്ക് അത് പോകും, അല്ലെങ്കിൽ വലിയ ളുൽമിലേക്ക് അത് പോകും. ഒൻപതാമത്തെ കാര്യം അൽ ഖുദ്റത്തു അല ഇൻകാരിൽ മുൻകർ ഫഇദാ ലം യസ്തതി ഇൻകാറൽ മുൻകരി സഖത അൻ ദാലിക്. തിന്മ വിരോധിക്കുക എന്ന് പറയുന്നതിന് ഒരു ശക്തി വേണ്ടതുണ്ട്. ആ ശക്തി കഴിവില്ല എങ്കിൽ നമുക്കത് ഒഴിവാകുന്നതാണ്. അപ്പോൾ ആ കഴിവെന്ന് പറയുന്നത് രണ്ട് രൂപത്തിലാണ്. ഒന്ന് ശാരീരികമായ കഴിവാൻ, ഒരാൾക്കൊരു തിന്മ വിരോധിക്കാൻ സംസാരിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ശരീരം തളർന്ന ഒരാളാണ്, അങ്ങനെയുള്ള സാധുക്കളുണ്ടാകും. അല്ലെങ്കിൽ സാഹചര്യം നമുക്ക് അതിന് തടസ്സമായി നിൽക്കുക എന്നുള്ളതാണ്. സാഹചര്യം തടസ്സമായി നിൽക്കുക എന്ന് പറയുന്നത് അത് ഒരു അദമുൽ ഇസ്തിതാഅത്താണ്, അതൊരു സാധിക്കാത്തൊരവസ്ഥയാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ സഹോദരങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അത്തരം ചില തിന്മ വിരോധിക്കുക എന്നുള്ളത് കുദ്റത്തില്ല, അവിടെ നമുക്ക് കുദ്റത്തില്ല. ചില സ്ഥലത്ത് അഹ്ലുസുന്ന വളരെ ദുർബലരായിരിക്കും. ഇവിടെയാണ് പണ്ഡിതന്മാർ ഹജ്റുൽ മുബ്തദി, ബിദ്അത്തുകാരെ ഹജ്ർ ചെയ്യുക എന്നുള്ള വിഷയമൊക്കെ വളരെ കൃത്യമായി പറയുന്നത്. കാരണം ചില സ്ഥലത്ത് അഹ്ലുസുന്ന വളരെ കുറച്ച് ആളുകൾ ഉണ്ടാവും, ബിദ്അത്തിന്റെ ആളുകൾ ഒരുപാടുണ്ടാകും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരം സാഹചര്യങ്ങളിൽ അഹ്ലുസുന്നത്ത് ഖുവ്വത്തുള്ള സാഹചര്യങ്ങളിൽ അവരെ ഹജ്ർ ചെയ്യുന്നത് പോലെ ഒഴിവാക്കാൻ സാധിക്കുകയില്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഇമാം അഹ്മദ് ഖുറാസാനിൽ ഉണ്ടായപ്പോൾ എങ്ങനെയാണ് ബിദ്അത്തുകാരോട് പെരുമാറിയത്, അതല്ലാത്ത സമയത്ത് എങ്ങനെയാണ് പെരുമാറിയത് എന്നുള്ളതെല്ലാം വ്യക്തമായി വിശദീകരിച്ച് അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ചില സമയത്ത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് കൃത്യമായിട്ടുള്ള ഹജ്റുകൾ നടത്താത്തത് അത് നമ്മുടെ ഖുവ്വത്തില്ലാത്തത് കൊണ്ടാണ്, ദൗർബല്യമുള്ളത് കൊണ്ടാണ്. അത്തരം ദൗർബല്യമുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളതെല്ലാം സഹോദരങ്ങളെ പണ്ഡിതന്മാരോട് ചോദിച്ച് മനസ്സിലാക്കണം. ഞാൻ അത് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ, കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് പറയുന്നില്ല. കാരണം പലപ്പോഴും പല സഹോദരങ്ങളും തെറ്റിദ്ധരിക്കാറുള്ളത് സലഫുകളുടെ ഏതെങ്കിലുമൊക്കെ കൗലുകൾ എടുത്ത് കൊണ്ടുവരും. അവർ ഹജ്ർ ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതുമായി ബന്ധപ്പെട്ട പല സംസാരങ്ങൾ വായിച്ചിട്ട് അതിനടിക്കുറിപ്പുകളില്ലാതെ ഇതിനെങ്ങനെ മനസ്സിലാക്കണമെന്നറിയാതെ ഇത് നേർക്ക് നേരെ എന്ത് ചെയ്യും, അത് ആളുകളിലേക്ക് അപ്ലൈ ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ അവർ സ്വയം പിഴക്കുകയും മറ്റുള്ളവരെ പിഴപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. ഷെയ്ഖ് സാലിഹ് അസ്സുഹൈമി ഹഫിളഹുല്ലാ അദ്ദേഹം വളരെ കൃത്യമായി ഒരു ഗ്രന്ഥം നടത്തിയിട്ടുണ്ട്. പഴയകാലത്ത് ഖവാരിജുകൾ പലപ്പോഴും ഖുർആനും ഹദീസും ദുർവ്യാഖ്യാനിച്ച് അവർ പല തെറ്റിലേക്ക് പോയതുപോലെ തന്നെ ഇന്ന് ആധുനികരായ പലരും സലഫിയത്തിലേക്ക് ചേർത്തി പറയുന്ന പലരും പോലും ഇത്തരത്തിൽ സലഫുകളുടെ ചില ഇബാറത്തുകൾ അല്ലെങ്കിൽ അവരുടെ ചില അഖ്വാലുകൾ കൊണ്ടുവന്ന് ആ അഖ്വാലുകളുടെ ജംഅ് മനസ്സിലാക്കാതെ, അത് രണ്ടും കൂടി കൂട്ടിയോജിപ്പിച്ച് എന്താണ് ശരിയായ നിലപാട് എന്ന് മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ അതിന്റെ വിശദീകരണങ്ങൾ ശരിക്കും ഉൾക്കൊള്ളാതെ അവരാളുകളിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചേരിതിരിവുകളൊക്കെ ഉണ്ടാക്കുകയാണ്. ഇത് വലിയ ഗൗരവമുള്ള കാര്യമാണ്, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഒരൊറ്റ ചുരുക്കം ഒരു വാക്ക്, അഹ്ലുൽ ഇൽമിന്റെ അടുക്കലേക്ക്, മഹാന്മാരായ പണ്ഡിതന്മാരുടെ അടുക്കലേക്കാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ മടക്കേണ്ടത്. അവരോട് ചോദിച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതല്ലാതെ ഓരോ നാട്ടിലും സ്വന്തമായി ആരും മുഫ്തിയായി മെനയായും ഈ കാര്യങ്ങളൊക്കെ ഞാനാണ് തീരുമാനിക്കുക, ആരെ സ്നേഹിക്കണം ആരെ വെറുക്കണം, അങ്ങനെ അതൊന്നും സഹോദരങ്ങളെ അത് സാധാരണക്കാരായ ആളുകൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല, പണ്ഡിതന്മാരോട് ചോദിക്കേണ്ട കാര്യമാണ്.
അവസാനത്തെ കാര്യം أن يكون المنكر والمخالفة من المسائل غير الاجتهادية التي لا يسوغ الخلاف فيها. إما المسائل الاجتهادية فلا يجوز أن تعامل معاملة المنكر المتفق عليه ولا يجوز أن يعامل صاحبها معاملة صاحبة المنكر المتفق عليه. നമ്മൾ വിരോധിക്കുന്ന കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇടയിൽ ശക്തമായ അഭിപ്രായ വ്യത്യാസമുള്ള അഥവാ പരസ്പരം അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുള്ള കാര്യമാണോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ആദ്യം പഠിക്കണം. കാരണം ശക്തമായ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു കാര്യത്തെയാണ് നമ്മൾ എതിർക്കുന്നത് എങ്കിൽ അഭിപ്രായ വ്യത്യാസമില്ലാതെ ഏക അഭിപ്രായമുള്ള മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള അഭിപ്രായമുള്ള ഒരു കാര്യത്തെ എതിർക്കുന്നത് പോലെ എതിർക്കാൻ പാടില്ല. അതിന്റെ ശൈലിയിൽ മാറ്റമുണ്ടായിരിക്കേണ്ടതുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ പണ്ഡിതന്മാർ പല ഉദാഹരണങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾ കള്ളു കുടിക്കുന്നുണ്ട്. അപ്പോൾ ആർക്കും അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത കാര്യമാണ്. കള്ളെന്ന് പറയുന്നത് ഹറാമാണ് എന്നുള്ളത് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അത് ഒരാളെ വിലക്കുന്നതിനോ അതിനെ എതിർക്കുന്നതിനോ നമുക്ക് വേറൊന്നും നോക്കാനില്ല. അത് നേർക്കുന്നവർ എല്ലാവർക്കും എതിർക്കാവുന്ന കാര്യമാണ്. അത് ഇജ്തിഹാദിന് വകുപ്പുള്ള ഒരു വിഷയമല്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമല്ല. മ്യൂസിക് അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമല്ല. ഇജ്മാ ഉള്ള 4 മദ്ഹബിലും ഇജ്മാ ഉള്ള കാര്യമാണ്. അത് നിഷിദ്ധമാണ് എന്നുള്ളത്. അത് നമുക്ക് നേർക്കുനേരെ വിലക്കുന്നതിന് അതിന് ഒരൊറ്റ ശൈലി തന്നെയാണ്. എന്നാൽ സഹോദരങ്ങളെ, അതല്ലാത്ത അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളുണ്ടാകും. ഉദാഹരണത്തിന് നിസ്കാരത്തിന്റെ വിഷയം. നിസ്കാരത്തിൽ ഇമാമിന്റെ പുറകിൽ സൂറത്തുൽ ഫാത്തിഹ ഇമാം ഒച്ചത്തിൽ ഓതുന്ന സമയത്ത് പുറകിലുള്ളവൻ ഫാത്തിഹ ഓതണമോ വേണ്ടേ? ഇത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ഇത് ഗൗരവമുള്ള വിഷയമാണ്. കാരണം ഫാത്തിഹ എന്ന് പറയുന്ന നിസ്കാരത്തിന്റെ റുക്കിനാണ്. അത് റുക്കിനാണെന്ന് മനസ്സിലാക്കിയത് ഒരാൾ എല്ലാവർക്കും അറിയാം. അത് റുക്കിനാണ്, ഇജ്മാ ആണ് വിഷയം. അങ്ങനെയുള്ളൊരു കാര്യം ഇമാമിന്റെ പുറകിൽ ഒരാൾ ഓതുന്നില്ല എങ്കിൽ ഇമാമിന്റെ പുറകിൽ ഓതൽ നിർബന്ധമാണെന്ന് മനസ്സിലാക്കിയ ആളെ സംബന്ധിച്ചിടത്തോളം ഓതിയിട്ടില്ലെങ്കിൽ നിസ്കാരം തന്നെ ഇല്ലാതായി പോകുന്ന കാര്യം. എന്നാൽ രണ്ടാമത്തെ വിഭാഗത്തിന്റെ അഭിപ്രായം ഇമാം ഉച്ചത്തിൽ ഓതുന്ന സമയത്ത് പുറകിൽ ഓതേണ്ടതില്ല എന്നാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഒരാൾ തർക്കിക്കാൻ പോവുകയാണ്, എതിർക്കാൻ പോവുകയാണ്. ഓതേണ്ടതില്ല എന്ന് മനസ്സിലാക്കിയ ഒരാളോട് പറയാൻ നീ നിന്റെ നിസ്കാരം മാറ്റി നിസ്കരിക്കണം, നിസ്കാരം ബാത്തിലായി, കാരണം നീ ഫാത്തിഹ ഓതിയിട്ടില്ല എന്ന് പറഞ്ഞ് എതിർക്കുകയാണെങ്കിലോ ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. കാരണം ഇത് ഖിലാഫുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽപ്പെട്ട കാര്യമാണ്. അതുപോലെ നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ സുജൂദിലേക്ക് വീഴുന്ന സമയത്ത് കൈയാണോ ആദ്യം വെക്കേണ്ടത്, മുട്ടാണോ ആദ്യം വെക്കേണ്ടത്? അഭിപ്രായ വ്യത്യാസമുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ഒരാൾ കൈ വെക്കണം എന്ന് മനസ്സിലാക്കിയ ഒരാൾ കാൽമുട്ട് വെക്കുന്ന ഒരാളോട് പറയാൻ നീ സുന്നത്തിനെതിരായിരിക്കുന്നു, നീ സുന്നത്തിനെതിരായിരിക്കുന്നു. എന്നിട്ട് സുന്നത്തിനെതിരായിട്ട് പറയുന്ന എല്ലാ ആയത്തുകളും ആരെങ്കിലും പാരായണം ചെയ്യാതെന്നാലോ എന്നൊക്കെ പറഞ്ഞ ആയത്ത് പാരായണം ചെയ്താലോ റസൂൽ ഞാൻ സുന്നത്ത് വ്യക്തമായി മനസ്സിലാക്കി, എനിക്ക് വളരെ കൃത്യമായി കൈയാണ് കുത്തേണ്ടതെന്ന് മനസ്സിലാക്കി, എന്നിട്ട് നീ ഇപ്പോഴും കാൽമുട്ടാണ് കുത്തുന്നത് എന്ന് പറഞ്ഞിട്ട് അവനോട് ശക്തമായി ബറാഅത്ത് പ്രഖ്യാപിച്ചാലോ സഹോദരങ്ങളെ വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെയാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ആധുനിക ഉദാഹരണങ്ങൾ. ഇപ്പോൾ ദഅവത്ത് നടത്തുന്നതിന് വേണ്ടിയിട്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് ആധുനിക സംവിധാനങ്ങളായ ഫോട്ടോഗ്രാഫി പോലെയുള്ള വീഡിയോഗ്രാഫി പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താം എന്നുള്ളത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇടയിലുള്ള വലിയൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. കിബാറുകളായ ഉലമാക്കൾ ഫത്വ നൽകിയിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇപ്പുറത്ത് വേറൊരു വിഭാഗം പണ്ഡിതന്മാർ ഒരു നിലക്കും അത് പാടില്ല, വളരെ നിർബന്ധ സാഹചര്യത്തിൽ മാത്രം, പാസ്പോർട്ട് ID കാർഡുകൾ പോലെയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, ദഅവത്തിന് പോലും പാടില്ല എന്ന അഭിപ്രായം പുറത്തുണ്ട്. സഹോദരങ്ങളെ മനസ്സിലാക്കിയത് ഖിലാഫുൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്, അല്ലാതെ അഹ്ലുസുന്നയും അഹ്ലുൽ ബിദ്അയും വേർതിരിയുന്ന ഒരു വിഷയമല്ല. വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പം ഇവിടെ ഒരാൾ മനസ്സിലാക്കണം അങ്ങനെ ദഅവത്തിന് വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കുന്നവൻ ഇപ്പുറത്തുള്ളവനോട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് ചെയ്യുന്നത് തെറ്റാണ്, അത് ഇന്ന തെളിവുകൾ പ്രകാരം നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് വ്യക്തമാക്കി കൊടുക്കാം. എന്നാൽ അതിനു പകരം അവനോട് ശത്രുത കാണിക്കുകയും അവനോട് ബറാഅത്ത് കാണിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് സഹോദരങ്ങളെ അത് തെറ്റായ കാര്യമാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം ഇത്തരത്തിലുള്ള മസാഇൽ ഇജ്തിഹാദിയായ കാര്യങ്ങളിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അദ്ദേഹത്തിന്റെ അസ്സവാഇഖുൽ മുർസല എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാൻ സാധിക്കും. അദ്ദേഹം പറയാൻ വഹാദൻ നൗഉ മിനൽ ഇഖ്തിലാഫ്, ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അഥവാ അഹ്ലുസുന്നത്തിനിടയിലുള്ളത് ലാ യൂജിബു മുആദാത്ത് വല ഇഫ്തിറാഖ് ഫിൽ കലിമ വല തബ്ദീദൻ ലിശമൽ, ഇതൊരിക്കലും തന്നെ പരസ്പരം അഭിപ്രായ വ്യത്യാസത്തിലായി ഇങ്ങനെ വേർതിരിഞ്ഞ് ചേരിതിരിയേണ്ട കാര്യങ്ങളല്ല. കാരണം ഫഇന്ന സ്വഹാബത റളിയല്ലാഹു അൻഹും ഇഖ്തലഫു ഫീ മസാഇല കസീറ, കാരണം സഹാബികൾ ഇങ്ങനെ ഒരുപാട് മസ്അലകളിൽ ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഫിഖഹിയായ മസ്അലകളും മറ്റുമൊക്കെ അവർക്കുണ്ടായിരുന്നു. ഫലം യൻസിബ് ബഅദുഹും ലിബഅദിൻ അദാവ, അതുകൊണ്ട് ആരും ഒരു പകയുടെ കൊടി നാട്ടിയിട്ടില്ല. വല ഖത്അ ബൈനഹു ബൈന ഇസ്മ, അവരാരും പരസ്പരം അങ്ങനെ ചേരിതിരിവുകൾ ഉണ്ടാക്കിയിട്ടില്ല. ബൽ കാനു കുല്ലു മിൻഹും യജ്തഹിദു ഫീ നസ്രി ഖൗലിഹി ബിഅഖ്സാ മാ യഖ്ദിറു അലൈഹി,
മറിച്ച് ഓരോരുത്തരും അവരുടെ ഖൗൽ ഏതാണ്, അവരേതാണോ മനസ്സിലാക്കുന്നത് അതിന് സഹായകമാകുന്ന എല്ലാ കാര്യങ്ങളും കൊണ്ട് അവർ വാദിക്കും. ثم يرجعون بعد المناظرة إلى الألفة والمحبة والمصافات والموالاة. പിന്നീട് ആ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു നിർത്തുക. എന്താണ് എൻ്റെ തെളിവ്, എനിക്ക് ഹദീസുണ്ട്, എനിക്ക് എന്ന ഖൗലുണ്ട് ഉദ്ധരിക്കാൻ എന്തൊക്കെ പറഞ്ഞു. മറ്റയാളത് പറഞ്ഞു കഴിഞ്ഞാൽ ആ മുനാവറ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ പരസ്പരം സ്നേഹത്തിലാണ്. കാരണം അഭിപ്രായ വ്യത്യാസം ഇങ്ങനത്തുള്ള വിഷയമാണ്, ഇതെന്റെ അപ്പുറത്തേക്ക് പോകേണ്ട വിഷയമല്ല. മിൻ ഗൈരി അൻ യദ്മിറ ബഅദുഹും ലിബഅദിൻ ദഗ്ന. അവരുടെ ഹൃദയത്തിൽ പരസ്പരം വിദ്വേഷമോ വെറുപ്പോ ഇതിന്റെ പേരിൽ അവർ വെച്ചു പുലർത്തുകയില്ല. വലാ യൻതവി ലഹു അലാ മുഅ്തബ വലാ ദമുൽ ബൽ യദുല്ലു മുസ്തഫ്തി അലൈഹി മാ മുഖാലഫതിഹി ലഹു വയഷ്ഹദു ലഹു ബിഅന്നഹു ഖൈറുൻ മിൻഹു വഅലമു മിൻഹു. അദ്ദേഹം ഈ കൂട്ടത്തിൽ ഒരാൾ, ഇപ്പം എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്, ഇപ്പം ഉദാഹരണത്തിന് ഞാൻ ഈ വിഷയത്തിലാണ് അഭിപ്രായ വ്യത്യാസം, ഈ ഫോട്ടോഗ്രാഫിയത്തിൽ വേറൊരാൾക്ക് അതിന് വേറെ അഭിപ്രായമാണ്. ആ എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽ ഇദ്ദേഹമാണ് ചിലപ്പോൾ കൂടുതൽ അറിവുണ്ടായിരിക്കുക, ഇദ്ദേഹം എന്നെക്കാളും ഹൈറായിരിക്കും, ഈ വിഷയത്തെ ഇദ്ദേഹത്തിനോട് നിങ്ങൾ ചോദിച്ചോളൂ എന്നുപോലും പരസ്പരം പറയാനുള്ള വിശാലത സഹോദരങ്ങളെ അവർക്കുണ്ടായിരുന്നു. കാരണം ഫഹാദൽ ഇഖ്തിലാഫ് അസ്ഹാബുഹു ബൈനൽ അജ്റൈനി വൽ അജ്ർ. കാരണം ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരാൾക്ക് 2 പ്രതിഫലമോ അല്ല 1 പ്രതിഫലമോ കിട്ടുക എന്ന കാര്യം മാത്രമേ ഉള്ളൂ. വകുല്ലു മിൻഹും മുതീഉൻ ലില്ലാഹ് ബിഹസബി നിയ്യതിഹി വജ്തിഹാദിഹി. കാരണം ഓരോരുത്തരും അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിക്കാനാണ്, അവരുടെ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ അതിനുവേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത്. കാരണം ഈ ദഅവത്ത് നടക്കണം, ദഅവത്ത് ആളുകളിലേക്ക് എത്തണം എന്ന ആഗ്രഹത്തോടാണ് ഒരാൾ ഇപ്പുറത്ത് നമുക്ക് വീഡിയോ എടുക്കുക, കാരണം ഒരുപാട് ആളുകളിലേക്ക് തൗഹീദ് എത്തും, ശിർക്കിനെ താക്കീത് ചെയ്യാൻ പറ്റും എന്ന ആഗ്രഹത്തിൽ ഒരാൾ ഇപ്പുറത്ത്, അവന്റെ നിയ്യത്തും അല്ലാഹുവിലേക്ക് അടുക്കുക എന്നുള്ളതാണ്. ഇപ്പുറത്തുള്ളവൻ ഇതൊരു തിന്മയാണെങ്കിൽ വളരെ ഗൗരവമുള്ള കാര്യമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടും എന്നുള്ള നിയ്യത്താണിത്. ഈ 2 ചേരികളും തമ്മിലാണ് പരസ്പരം സംസാരിക്കുന്നത്. അതല്ലാതെ ഇത് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും കാരണമാക്കേണ്ട, ഒരു വിഭാഗത്ത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് നിന്ന് പുറത്താക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കേണ്ട ഒരു കാര്യമേ അല്ല എന്നുള്ളത് സഹോദരങ്ങളെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം വളരെ കൃത്യമായി പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, വലിഹാദ ഖാല ഉലമാഉൽ മുസന്നിഫൂന ബിൽ അംരി വൽ മഅറൂഫി വൻ നഹി അനിൽ മുൻകരി മിൻ അസ്ഹാബി ഷാഫി വഗൈരി ഇന്ന മിസ്ല ഹാദിഹിൽ മസാഇൽ ഇജ്തിഹാദിയ ലാ തുൻകറു ബിൽ ജദ്. അതുകൊണ്ടാണ് ഷാഫിയാക്കളായ ആളുകളും അതുപോലെ മറ്റു പണ്ഡിതന്മാരും ഇത്തരം നന്മ കൽപ്പിക്കുക എന്നുള്ള തിന്മ വിരോധിക്കുക പോലെയുള്ള കാര്യങ്ങൾ മസാഇൽ ഇജ്തിഹാദിയ അഭിപ്രായ വ്യത്യാസത്തിന് വകുപ്പുള്ള വിഷയങ്ങളിൽ ലാ തുൻകറു ബിൽ ജദ്, അതൊന്നും കൈകൊണ്ട് പോയി തടുക്കാൻ പാടില്ല. ഉദാഹരണത്തിന് ഒരാൾ വീഡിയോഗ്രാഫിയുടെ നടത്തുക, ഇപ്പോൾ വേറൊരാൾ എനിക്കിത് പറ്റൂല, അതുകൊണ്ട് വീഡിയോ ഒറ്റത്തട്ട് മൻ റഅ മിൻകും മുൻകറൻ ഫലുഗയ്യിറുഹു ബിയദിഹി, ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ കൈ കൊണ്ട് തടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ മസാഇൽ ഇജ്തിഹാദിയോട് ചെയ്യാൻ നിന്നാലോ സഹോദരങ്ങളെ കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളതായി തീരും. കേട്ടോളൂ. വലൈസ ലി അഹദിൻ അൻ യുൽസിമ അന്നാസ ബിത്തിബാഇഹി. ഒരാൾക്കും എന്നെ തന്നെ നിങ്ങൾ നിർബന്ധമായി പിൻപറ്റണം, എന്റെ ശേഷം ഇങ്ങനെയാണ് ഫത്വ വന്നത് അത് തന്നെ പിൻപറ്റണം എന്നൊരാൾക്കും പറയാൻ അനുവാദമില്ല. വലാകിൻ, എന്താണ് പക്ഷെ ചെയ്യേണ്ടത്, യതകല്ലമു ഫീഹാ ബിൽ ഹുജജിൽ ഇൽമിയ്യ, അവൻ ഇൽമു കൊണ്ട് സംസാരിക്കട്ടെ, തെളിവുകൾ കൊണ്ട് സംസാരിക്കട്ടെ. ഫമൻ തബയ്യന ലഹു സിഹ്ഹത അഹദിൽ ഖൗലൈനി തബിഅഹു, ആർക്കെങ്കിലും ഇന്ന ഖൗലാണ് ശരിയെന്ന് മനസ്സിലാക്കിയാൽ അത് പിൻപറ്റട്ടെ. വമൻ ഖല്ലദ അഹ്ല അൽ ഖൗൽ അൽ ആഖിർ ഫലാ ഇൻകാർ അലൈഹി, ഒറ്റൊരാളെ തക്ലീദ് മാത്രം ചെയ്ത് നടക്കുന്ന വ്യക്തിയാണെങ്കിൽ മറ്റവനെ പോയി ഇൻകാർ ചെയ്യാൻ പാടില്ല. കാരണം ഈ വിഷയത്തിൽ ഇതിന്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ മാത്രമുള്ള കഴിവോ ശേഷിയോ ഇതിന്റെ ഉസൂലുകളോ ഒന്നും പഠിച്ചിട്ടില്ല. എനിക്ക് ഇന്നതാണ് കൂടുതൽ ശരി, കാരണം ചില ആളുകൾക്ക് എല്ലാ വിഷയത്തിലും കടുപ്പമുള്ള കൗല് ഏതാണോ അതായിരിക്കും ശരി എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഏറ്റവും കടുപ്പമുള്ള കൗലുണ്ടെങ്കിൽ അത് തന്നെ ആയിരിക്കും ശരി, യാതൊരു സംശയമില്ല, ആ കൗലിൽ തന്നെ ഞാനുണ്ട്. അങ്ങനല്ല. വസതിയത്ത് എന്ന് പറയുന്നത് എപ്പോഴും കടുപ്പമുള്ള കൗല് സ്വീകരിക്കുക എന്നുള്ളതല്ല. വസതിയത്ത് ഈക്വൽ ടു ദലീലാണ്, തെളിവിനോട് യോജിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് കൂടുതൽ കടുപ്പമുള്ള കൗലിന്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് നീ ഹക്കിന്റെ ആളോ അല്ലെങ്കിൽ സൂക്ഷ്മതയുള്ള ആളോ ആവുകയില്ല. പലപ്പോഴും അത്തരക്കാർ അവർ നാവിനെയും സംസാരങ്ങളെയും സൂക്ഷ്മത ഇല്ലാതെ പെരുമാറുകയാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. അത് ഈ സൂക്ഷ്മത എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അവർ നാവിന്റെ സൂക്ഷ്മത ഉണ്ടാകാറില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തക്ലീദ് ചെയ്ത് നിൽക്കുന്നവനാണെങ്കിൽ അനങ്ങാതെ തക്ലീദ് അവിടെ വെക്കുക. മറ്റോനെ ഇൻകാർ ചെയ്യണമെങ്കിൽ അതിനുള്ള തെളിവും അതിനുള്ള കഴിവും ഉണ്ടെങ്കിൽ മാത്രം അതിനുള്ള ഇൻകാർ ചെയ്യുക. അതല്ല എങ്കിൽ ഈ തെളിവുകൾ കൊണ്ട് പരസ്പരം സംവദിക്കുക എന്നുള്ളതാണ് സഹോദരങ്ങളെ ഇത്തരം മസാഇൽ ഇജ്തിഹാദിയായ വിഷയങ്ങളിൽ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് മനസ്സിലാക്കുക, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് ഈ കാലഘട്ടത്തിലുള്ള അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇടയിൽ ഇജ്മാ ഉള്ള വിഷയമാണ്. ഞാൻ ഈ തൊട്ടു മുമ്പ് പറഞ്ഞ ഉദാഹരണം അത് ഖിലാഫിയായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇടയിൽ ഖിലാഫിയായ മസ്അലയാണ്. അതല്ലാതെ ഇജ്മാ ഹറാമാണെന്ന് ഇജ്മാ ഉള്ള വിഷയമല്ല. അത് വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം ഇത് മനസ്സിലാക്കാത്ത സലഫികളിലേക്ക് ചേർത്തി പറയുന്ന ഒരു വലിയൊരു വിഭാഗമല്ല, ഒരു ചെറിയൊരു വിഭാഗമുണ്ട്. അത്തരക്കാരായ ആളുകൾ അവർ പരസ്പരം എതിർക്കാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അവരുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ വീഡിയോ എടുക്കും, അവരുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കും, ദഅവത്തിന് വേണ്ടിയിട്ട് അങ്ങനെ വെക്കും ഇങ്ങനെ വെക്കും. ഇതാണ് അവരുടെ മെയിൻ പ്രശ്നം
എന്ന് പറയാറുണ്ട് സഹോദരങ്ങളെ. അതൊരിക്കലും ശരിയല്ല. അതുപോലെ മസായിൽ ഇജ്തിഹാദിയിൽപ്പെടുന്ന കാര്യമാണ്. ഇന്ന വ്യക്തി, അതായത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിൽ അറിയപ്പെട്ട ഒരു വ്യക്തിയാണ്, അയാൾക്ക് എന്തെങ്കിലുമൊക്കെ പിഴവ് പറ്റിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ചിലപ്പോൾ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. കാരണം അയാൾ അസ്ൽ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്താണ്, അയാൾ വിദ്യാർത്ഥികാരനല്ല. പക്ഷെ അയാൾക്ക് പിന്നീട് ചില പിഴവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ചില പണ്ഡിതന്മാരെന്ത് ചെയ്യും, അയാൾക്ക് പിഴവ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അയാൾക്കെതിരെ ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാകും. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ അതിൽ വിട്ടു നിന്നിട്ട് അയാൾ പഴയ ഹാലിൽ അയാൾ ആ പണ്ഡിതൻ വലിയ തെറ്റിയിട്ടില്ല എന്നുള്ള എനിക്ക് സംസാരിച്ചിട്ടുണ്ടാകും. അപ്പോൾ ആളുകൾ ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. കാരണം അയാൾ അഹ്ലുസുന്നത്തിൽ അറിയപ്പെട്ട പണ്ഡിതനായിരിക്കും. അപ്പോൾ അയാളുടെ വിഷയത്തിൽ അയാൾ അഹ്ലുസുന്നയാണോ, അയാൾ ബിദ്അഇയാണോ, അയാൾ തെറ്റ് പറ്റിയിട്ടുണ്ടോ, ഈ വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ സഹോദരങ്ങളെ അത് സ്വാഭാവികമാണ്, അഹ്ലുസുന്നത്തിന്റെ ഇടയിൽ നടക്കുന്ന കാര്യമാണ്. അതിന്റെ പേരിൽ പരസ്പരം ഗ്രൂപ്പുകളാവുക, പരസ്പരം ചേരിതിരിയുക എന്ന് പറയുന്നത് മഹാന്മാരായ ഉലമാക്കളാരും പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ നമ്മുടെ നാട്ടിലോ മറ്റോ ഒക്കെ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വിവരമുള്ള ആളുകളോട് ചോദിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അഹ്ലുൽ ഇൽമിനോട് ചോദിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അവർ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും മഹാന്മാരായ പണ്ഡിതന്മാരിൽപ്പെട്ട ആളുകൾ ചിലരുടെ പേര് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ. കാരണം എത്ര അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്ന സമയത്ത് സഹോദരങ്ങളെ, സൗദി അറേബ്യയിലും മറ്റുമൊക്കെയുള്ള ഒരുപാട് ഉലമാക്കളുണ്ട്. ഷെയ്ഖ് സാലിൽ ഫൗസാൻ ഹഫിളഹുല്ലാ, അദ്ദേഹം അഹ്ലുസ് സുന്നത്തിന്റെ ഏറ്റവും വലിയ ആലിമ്യങ്ങളുടെ കൂട്ടത്തിൽ അറിയപ്പെടുന്ന കാര്യമാണ്. അത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത്തരത്തിലുള്ള പണ്ഡിതന്മാരിലേക്ക് മടക്കുക. അല്ലെങ്കിൽ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലാ, അദ്ദേഹം വലിയ ആലിമാണ്, അറിയപ്പെട്ട പണ്ഡിതനാണ്. ഷെയ്ഖ് റബീ ബിൻ ഹാദി അൽ മദ്ഹലി ഹഫിളഹുല്ലാ അഹ്ലുസ് സുന്നത്തിന്റെ വലിയ അറിയപ്പെട്ട പണ്ഡിതന്മാരിൽപ്പെട്ടതാണ്. അതുപോലെ സഹോദരങ്ങൾ ധാരാളക്കണക്കിന് ഷെയ്ഖ് അബ്ദുൽ അസീസ് റാജിഹി ഹഫിളഹുല്ലാ, അതുപോലെ ഒരുപാട് ഉലമാക്കൾ സഹോദരങ്ങൾ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരുണ്ട്. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ, അതുപോലെ തന്നെ ഷെയ്ഖ് അബ്ദുൾ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ, ഷെയ്ഖ് സാലിഹ് സിന്ദി ഹഫിളഹുല്ലാ, ഇതൊക്കെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ അറിയപ്പെട്ടിട്ടുള്ള പണ്ഡിതന്മാരാണ്. ഇനിയും ധാരാളക്കണക്കിന് പണ്ഡിതന്മാർ സഹോദരങ്ങളെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിനുണ്ട്. അതല്ലാതെ ഞങ്ങളുടെ അഹ്ലുസ് സുന്ന എന്ന് പറയുന്നത് ഞങ്ങൾ ഇത്ര കുറച്ച് ആളുകൾ മാത്രം, ഇതാണ് ഞങ്ങളുടെ അഹ്ലുസ് സുന്ന എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള ആളുകളെല്ലാം ഇൻകാർ ചെയ്യുന്ന ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അത് ശരിയായ നിലപാടല്ല. ഞങ്ങളുടെ അഹ്ലുസ് സുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളൊരു നാട്ടിലാണ്, ഞങ്ങൾ യമനിൽ വരുന്ന കുറച്ച് പണ്ഡിതന്മാർ, അവരാണ് ഞങ്ങളുടെ അഹ്ലുസ് സുന്ന. അതല്ലാത്ത ആളുകളൊക്കെ നമ്മൾ ഇവരോട് ചോദിച്ചിട്ട് മാത്രമേ തീരുമാനം എടുക്കുകയുള്ളൂ. ഇവർ പറയുന്ന ആൾക്ക് അഹ്ലുസ് സുന്നയിൽ നമ്മളെ പ്രവേശിപ്പിക്കും, ഇവർ പുറത്താക്കാൻ പറയുന്ന ആളുകളൊക്കെ അഹ്ലുസ് സുന്നയിൽ നിന്ന് പുറത്താക്കുക. ഇത് സഹോദരങ്ങളെ സലഫികളുടെ രീതിയിൽപ്പെട്ടതല്ല. മറിച്ച് അത് ഗുലൂവ് ഫിൽ ഉലമ, ഉലമാക്കളുടെ വിഷയത്തിൽ പരിധി വിട്ട ആളുകളിലാണ് നമുക്കവരെ ഉദാഹരണം പറയാൻ പറ്റുക. അല്ലെങ്കിൽ വേറെ ചില ആളുകൾക്ക് അവർക്കൊരു 5 പണ്ഡിതന്മാരുണ്ടാകും, അവർ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ 3 or 2 ആയി മാറിത്തീരും. ഈ 3 ആളുകൾ അല്ലെങ്കിൽ ഈ 5 ആളുകൾ ഇവരോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഉലമാക്കളുടെ വിഷയത്തിൽ നമ്മൾ തീരുമാനമെടുക്കും. അതല്ല എങ്കിൽ ബാക്കിയുള്ള ഉലമാക്കളെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നതും സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ ശരിയല്ല. മറിച്ച് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ എല്ലാവരെയും അംഗീകരിക്കാനും സ്വീകരിക്കാനും സാധിക്കേണ്ടതുണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.